الله تعالى وبركاته. الحمد لله حمدا حمدا والشكر لله شكرا شكرا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا محمد صلى الله عليه وعلى آله وصحبه أجمعين. بسم الله ما شاء الله ولا حول ولا قوة إلا بك يا الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم نسير الجبال فترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. قال الله عز وجل. صلى الإله على ابن عبد الله ذي خلق بنص الله كان كريما فظا غليظا لم يكن بل لينا برا رؤوفا بالعباد رحيما صلوا عليه وسلموا تسليما. صلى الإله على النبي وسلم دأبا كما أبدى الرشاد وعلم أعداد كل مكونات كلما حج اللطيق وزمزما وحتيما صلوا عليه وسلموا تسليما. وعلموا مت سيدنا محمد. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ചുകൂടൽ 5ാം ദിവസമാണിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിൽ സന്തോഷമാക്കി പൊരുത്തപ്പെട്ട് സ്വീകരിക്കുമാറാകട്ടെ. പരലോക ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടായി നമ്മുടെ ഈ ഓരോ ചലനത്തെയും കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും അംഗീകരിക്കുമാറാകട്ടെ. ഈ നിമിഷങ്ങളുടെ ഹുർമത്ത് കൊണ്ട് ഭയാനകമായ നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. പരലോക ജീവിതം എന്ന പരമ്പരയിൽ സാർവലോകനാശത്തെക്കുറിച്ച്, ഖിയാമത്ത് നാളിനെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചു. പുനരുത്ഥാനത്തിലേക്ക് പ്രവേശിച്ചു. പുനരുത്ഥാനം കഴിഞ്ഞ് സർവമഹാജനങ്ങളും മഹ്ശർ വൻസഭയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അതിഭയാനകമായ വിഷയമാണ് ഇന്നും നമ്മുടെ മുമ്പിലുള്ളത്. ഈമാൻ അല്പമെങ്കിലുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്വാസമടക്കിപ്പിടിച്ച് വെപ്രാളത്തോടുകൂടി വിഭ്രാന്തിയോടുകൂടിയാണ് ഈ വിഷയം കേൾക്കാൻ സാധിക്കുക. ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ ഭയഭക്തി നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോൾ
നിങ്ങൾ കരയുന്നവരാകണം എന്ന് ഹദീസിൽ ഉണ്ട്. ഫഇല്ലം തബ്കൂ ഫതബാക്കൂ, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ ഭയവിഹ്വലരായി ഭക്തിയിൽ കഴിഞ്ഞുകൂടണം എന്നും ഹദീസിലുണ്ട്. ഈ മാനസികാവസ്ഥയെ അല്ലാഹു തആല സ്വീകരിച്ച് നമ്മുടെ ഈ ഭയവും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് കരുണാവാരിധിയായ അള്ളാഹുവിന് നമ്മോട് ദയ തോന്നിയാൽ നാം രക്ഷപ്പെട്ടു. അള്ളാഹുവിന് ദയ തോന്നുക മാത്രമേ രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. അവന്റെ അത്യുദാരമായ ദയയുടെ മുമ്പിലല്ലാതെ, അവന്റെ വാത്സല്യത്തിന്റെ, റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ മുമ്പിലല്ലാതെ ഒരൊറ്റ പടപ്പിനും രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മുടെ ഇബാദത്തുകൾ എന്നും പറഞ്ഞ് നാം ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അല്ലാഹു തആല നമുക്ക് ഇങ്ങോട്ട് നൽകിയ അനുഗ്രഹത്തിന്റെ അടുത്തേക്ക് വെക്കാൻ പറ്റാൻ മാത്രം ഉയർന്നതല്ല. ദയാപരനായ അല്ലാഹു തആല നമ്മോട് വാത്സല്യമുള്ളവനാകട്ടെ. നമുക്ക് അവന്റെ ഉദാരമായ റഹ്മത്ത് കോരിവാരി ചൊരിയുമാറാകട്ടെ. ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് സാധാരണ ഞാൻ പറയുന്നത് പോലെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും അപ്പുറം ഈമാൻ വർദ്ധിപ്പിക്കുന്ന സദസ്സാകണം. ഈമാൻ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ റഹ്മത്ത് സ്വായത്തമാക്കാൻ പര്യാപ്തമാകണം. നിരവധി സ്വാലിഹ്യങ്ങൾ ഇവിടെയുണ്ട്. വളരെ അകലങ്ങളിൽ നിന്നും വളരെയധികം ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ഈ സദസ്സിന്റെ പുണ്യം നേടാൻ വേണ്ടി വരുന്നവരുണ്ട്. അവരെ എല്ലാവരുടെയും ഉദ്ദേശശുദ്ധിയെയും കരുണാവാരിധിയായ അള്ളാഹുവിനറിയാം. ഈ മഹാസഭ മഹ്ശറാ സഭയിലേക്ക് നമുക്ക് സന്തോഷിക്കാനുള്ള മുതൽക്കൂട്ടായി അള്ളാഹു തആല തെരഞ്ഞെടുക്കട്ടെ. അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിച്ച, അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം മഹബത്ത് നിലനിർത്തിയ, അർശിന്റെ തണലിൽ അള്ളാഹു തആല ആദരിക്കുന്ന വിഭാഗത്തിൽ ഈ സദസ്സിനെ മുഴുവൻ നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി തീർമാറാകട്ടെ. ആമീൻ. സർവ്വലോക നാശം സംഭവിച്ചു. ഇന്നാരോ പറഞ്ഞു ഇന്നലെ ഖിയാമത്ത് നാൾ കഴിഞ്ഞല്ലോ, ഇന്നലെ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള വിഷയം കഴിഞ്ഞു, ഇന്ന് മഹ്ശറയാണല്ലോ. ശരിയാണ്, ഇന്ന് മഹ്ശറയെ കുറിച്ചുള്ള സംസാരമാണ്. പക്ഷെ എന്റെ കഴിവുകുറവ് ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ഭയാനകമായ വിഷയത്തെ ആ രൂപത്തിൽ പ്രതിഫലിപ്പിക്കാൻ മാത്രം എനിക്ക് കഴിവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ബേജാറും വിഷമവും ഒക്കെ ഉള്ളൂ, അതിലപ്പുറമൊന്നും ഇല്ല എന്ന ധാരണയല്ല വേണ്ടത്. വളരെ വിനീതനായ എന്റെ സംസാരത്തിൽ മഹ്ശറ വൻസഭയുടെ ഭയാനകതയിൽ നിന്ന് 1000 പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതാദ്യമേ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇനി പടപ്പുകളിൽപ്പെട്ട ഏതൊരു പ്രസംഗകൻ അവതരിപ്പിച്ചാലും അതിന്റെ ഗൗരവം നേരിട്ട് കാണുമ്പോഴുള്ള, അല്ലെങ്കിൽ അത് യഥാർത്ഥമായി ഉൾക്കൊള്ളുന്ന ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ വിവിഷേകമായി വന്ന എല്ലാ പ്രമാണങ്ങളെയും എല്ലാ സംഭവങ്ങളെയും ഉദ്ധരിക്കാൻ നമ്മുടെ സമയം വിശാലമല്ലാത്തതുകൊണ്ടും പറയൽ അത്യാവശ്യമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്ന പല ഭാഗങ്ങളെയും തൽക്കാലം മാറ്റിവെച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. മറ്റു ഉസ്താദുമാരുടെയൊക്കെ വാളുകളിൽ നിന്ന്, ഉപദേശങ്ങളിൽ നിന്ന് നമുക്ക് അത്തരം ഭാഗങ്ങളൊക്കെ ഗ്രഹിക്കാൻ കഴിയും. പരമാവധി വിഷയം മുന്നോട്ട് കൊണ്ടുപോയി ഇൻഷാ അല്ലാഹ് 10ാം ദിവസം അൽ ജന്നത്തു വനഈമുഹാ, വിശുദ്ധമായ സ്വർഗ്ഗാരാമത്തെക്കുറിച്ച്, സ്വർഗീയ പൂങ്കാവനത്തിലെ നിഅമത്തുകളെ കുറിച്ച് നമുക്ക് പറയണം. ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഈ മഹാജനത സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് ഈ റമദാനിലെ ഏറ്റവും വലിയൊരു ഇബാദത്തായി ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. അതുകൊണ്ട് എന്റെ വിഷയം ദിവസത്തിനനുസരിച്ച് ഞാൻ ചുരുക്കുകയാണ്, വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ചല്ല. പ്രിയപ്പെട്ടവരെ, ഇന്നലെയൊക്കെ പ്രസംഗം കേട്ടപ്പോഴൊരാൾ പറഞ്ഞു ഖിയാമത്ത് നാളിലേക്ക് ഇനിയും അകലം കൂടുതലുള്ളതായിട്ടാണല്ലോ തോന്നുന്നത് എന്ന്. വേറെ ഒരാൾ പറഞ്ഞു അല്ല, ലക്ഷണങ്ങളുടെ അവതരണങ്ങളെല്ലാം കേട്ടപ്പോൾ ഇനി കൂടുതൽ സമയം ആവശ്യമാവുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്. ചർച്ചകൾ കൂടുതലായി നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ലാ തഅതീകുമില്ല ബഗ്ത, പെട്ടെന്നായിരിക്കും സംഭവിക്കുക. സമയം എന്നാണ്, എപ്പോഴാണ് നമുക്ക് പറയാൻ നിർവാഹമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ കാലം മുതൽ ഇന്ന് ഖിയാമത്ത്, നാളെ ഖിയാമത്ത് എന്ന രൂപത്തിലായിരുന്നു മുൻഗാമികളുടെ സമീപനം. ഇനിയും കുറെ കാലമുണ്ട് എന്ന കാഴ്ചപ്പാടല്ല നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നു, 1-ാം തീയതി നിശ്ചയിക്കുന്ന ഒരു കല്യാണം 31-ാം തീയതിയാണെങ്കിൽ തീയതികൾ കടന്നുപോയി, കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞുപോയി, 30-ാം തീയതിയും കഴിഞ്ഞു. 31-ാം തീയതി പ്രഭാതമായതുപോലെയാണ്. ബിരിയാണി ചെമ്പ് അടുപ്പത്തേക്ക് കയറ്റിവെച്ച അവസ്ഥയിലാണ് ലോകാവസാനത്തിന്റെ തീയതിയിലേക്ക് നാം അടുക്കുന്നത് എന്ന് ഇന്ന് കൂടുതൽ വായിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, ഞാൻ ആ പറഞ്ഞ ഉദാഹരണത്തിന് അതിനേക്കാൾ ശക്തമായി നമുക്ക് വല്ലാതെ മനസ്സിലാക്കാൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ്
അന്ത്യനാൾ അടുത്തു കഴിഞ്ഞു, വളരെ അടുത്തു കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്താണ് ആ വാക്ക്, ഖുർആൻ ശരീഫിലുള്ളതാണ്. ഖിയാമത്ത് നാൾ വളരെ അടുത്തു കഴിഞ്ഞു, സംഭവിക്കുമെന്ന് ഉറപ്പാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, വളരെ അടുത്തു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അന്ത്യനാൾ വളരെ അടുത്തിരിക്കുന്നു എന്നും പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നമാ ബഖാഉകും ഫീമാ സലഫ ഖബ്ലകും മിനൽ ഉമം കമാ ബൈന സ്വലാത്തിൽ അസ്രി ഇലാ ഗുറൂബി ശംസി. ലോകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയമായി ക്രമീകരിച്ചാൽ, ഞാൻ ആ പറഞ്ഞ ഉദാഹരണം ഒരു മാസത്തിന്റെ ഉദാഹരണമായിരുന്നു, ഹദീസിൽ തന്നെയുള്ള ഉദാഹരണമാണ്. സുബഹി മുതൽക്ക് പ്രപഞ്ചത്തിന്റെ ആരംഭം കണക്കുകൂട്ടിയാൽ നിങ്ങൾ ഇന്ന് മുതൽ കമാ ബൈന സ്വലാത്തിൽ അസ്രി ഇലാ ഗുറൂബി ശംസി, അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് ഇനി ബാക്കിയുള്ളതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തോടുകൂടി തന്നെ സുബഹി മുതൽ അസ്ർ വരെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മഹാഭൂരിഭാഗവും കഴിഞ്ഞുപോയി. ഇനി മഗ്രിബ് വരെയുള്ള സമയമാണ് ഉള്ളതെന്ന് പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഹദീസുകളെല്ലാം നബി തങ്ങളിൽ നിന്ന് കേട്ടുപഠിച്ച അവിടുത്തെ ശിഷ്യൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹജ്ജ് വേളയിൽ അറഫാ ദിനത്തിൽ അറഫാ മൈതാനത്ത് ദുആയിൽ നിമഗ്നനായിരിക്കുകയാണ്. മഗ്രിബിനോടടുത്ത സമയം, അസർ താണിരിക്കുന്നു, സൂര്യന്റെ വെളിച്ചം ശാന്തമാകുന്നു, ചൂട് കുറഞ്ഞിരിക്കുന്നു. ആ സമയമായപ്പോൾ ആകാശത്തേക്ക് അദ്ദേഹം നോക്കുന്നു. ഫനവറയിലെ ശംസി, അദ്ദേഹം ആകാശത്തേക്ക് സൂര്യനെ നോക്കിക്കൊണ്ട് കരയുകയാണ്. ബേജാറുള്ളവർക്ക് ഒരു ഹദീസ് കേട്ടാ പിന്നെ ബേജാറാണ്. വെട്ടുകിളിയുടെ വംശനാശം വരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ പേരിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വെട്ടുകിളിയെ കാണാത്തതിന്റെ പേരിൽ ഖിയാമത്ത് നാൾ അടുത്തോ എന്ന് ആശങ്കപ്പെട്ടത് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മഗ്രിബോട് അടുക്കും, അത്രയേ സമയം ബാക്കിയുള്ളൂ എന്ന ഒരു വാക്ക് തിരുനബിയിൽ നിന്ന് കേട്ട കാരണത്താൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറഫാ മൈതാനത്തിൽ അസറിന്റെ ശേഷം സൂര്യനിലേക്ക് നോക്കി പൊട്ടിക്കരയുകയാണ്. അവിടുത്തെ കരച്ചിൽ കഠിനമായി, നിയന്ത്രിക്കാനാവാത്ത കരച്ചിൽ. ആരോ ചോദിച്ചു, എന്താ വാനത്തേക്ക് നോക്കി ഈ സമയത്ത് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞ വാക്ക്, അയ്യുഹന്നാസ് ലം യബ്ഖ മിൻ ദുനിയാകും ഫീമാ മളാ മിൻഹാ ഇല്ലാ കമാ ബഖിയ മിൻ യൗമികും ഹാദാ ഫീമാ മളാ മിൻ. ജനങ്ങളെ, ലോകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള സമയത്തെ സുബഹി മുതൽ മഗ്രിബ് വരെ കണക്കാക്കിയാൽ ഇത്രയും സമയം കഴിഞ്ഞുപോയി. ഇപ്പോഴതാ സൂര്യൻ അടുത്ത മണിക്കൂറിൽ അസ്തമിക്കും, അത്രയേ ഇനി ബാക്കിയുള്ളൂ. ഈ ലോകത്തിന്റെ കെടുതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നാം നിൽക്കേണ്ട ദിവസം അടുത്തിരിക്കുന്നല്ലോ എന്ന ബേജാറുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. സുഹൃത്തുക്കളെ, കൂടുതൽ കാലം കഴിയില്ലെന്നർത്ഥം. അങ്ങനെ ആ കാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ലക്ഷണങ്ങളുടെ ഏകദേശ ഭാഗങ്ങൾ കൂടുതലായി ഇനിയും പറയാനുണ്ട്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പലതുമുണ്ട്. അതെല്ലാം പൂർത്തിയാകുന്നു. എല്ലാം പൂർത്തിയായി അവസാനത്തെ ദുരന്തങ്ങളും സംഭവിക്കുന്നു. അതോടുകൂടി പിന്നെ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ മുഴുവൻ മരിപ്പിക്കുന്നു. ഇവിടെയും ഒരു ചെറിയ തെറ്റിദ്ധാരണയ്ക്ക് ഇടയുണ്ട്. ലാ തഖൂമു സാഅതു ഹത്താ ലാ യകൂന ഫിൽ അർളി മൻ യഖൂലു അല്ലാഹ് 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 എന്ന് മര്യാദക്ക് പറയുന്ന ഒരു മുഅ്മിൻ ഉള്ള കാലത്തോളം ഖിയാമത്ത് നാൾ നടക്കുകയില്ല എന്ന റസൂലുള്ളാഹി തങ്ങളുടെ ഈ ഹദീസ് സഹീഹ് മുസ്ലിമിലുള്ളതാണ്. ഈ ഹദീസ് മാത്രം വായിച്ച് മനസ്സിലാക്കുന്ന ചില ആളുകൾക്ക് തോന്നിപ്പോകും, എന്നാൽ കുറെ കാലം ഇനിയും ബാക്കിയുണ്ട്. അല്ലാഹു എന്ന് പറയുന്ന ഒരു മര്യാദക്കുള്ള മനുഷ്യൻ ഇല്ലാത്ത കാലം വരണം. ഇപ്പോൾ തന്നെ എത്ര ഉണ്ട്? മർക്കസ് സമ്മേളനത്തിലൊക്കെ എത്ര ആയിരങ്ങളാ സുന്നത്തി ജമാഅത്തിന്റെ ഈമാനുള്ള മനുഷ്യന്മാർ കൂടിയത്. ഇവരൊക്കെ കഴിഞ്ഞ് തീരണ്ടേ എന്നല്ല SBS മുതൽക്ക് ദീനീ പ്രവർത്തകന്മാരുടെ ചെറിയ വിത്തുകൾ എത്ര ഉണ്ട്. അപ്പൊ അവരൊക്കെ കഴിയണ്ടേ? സത്യത്തിൽ ആ ധാരണ, ആ വ്യാഖ്യാനവും ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം അത് അല്ലാഹ് അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയുന്ന ഒരു മുഅ്മിൻ ഇല്ലാത്ത കാലത്താണ് ലോകം അവസാനിക്കുക എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അത് ഗ്രാജുവലി ഘട്ടം ഘട്ടങ്ങളായി അങ്ങനെ ഈമാനുള്ളവർ കുറഞ്ഞ് അല്ലാഹു എന്ന് പറയുന്ന മുഅ്മിൻ ഇല്ലാത്ത അവസ്ഥ വരികയല്ല. പിന്നെയോ, അതും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. മറിച്ച് ദജ്ജാൽ വരുന്നു.
ദജ്ജാലിന്റെ ഫിത്നയെ തളർത്താൻ, തടുക്കാൻ ബഹുമാനപ്പെട്ട ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. ഈസ നബി വരുമ്പോഴൊക്കെ ഈമാനികമായ പുഷ്പിച്ച അവസ്ഥ പല ഭാഗത്തും കാണുമെന്നും ഹദീസിലുണ്ട്. അപ്പോൾ പിന്നെ അത് അതുപോലെ നിലനിൽക്കുന്നില്ല. പെട്ടെന്ന് അല്ലാഹു തആല ഭൗമാന്തരീക്ഷത്തിലൂടെ ഒരു കാറ്റ് പ്രവഹിപ്പിക്കുകയും ആ കാറ്റ് തട്ടുന്ന മുഅ്മിനീങ്ങൾ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ഹദീസ് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ ഉന്മൂലനം വരുത്തുന്ന രൂപത്തിൽ അല്ലാഹു തആല അവരെ പരിരക്ഷിക്കാൻ വേണ്ടി ഈ ദുനിയാവിൽ നിങ്ങൾ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. പർവ്വതത്തിന്റെ ശിഖരങ്ങളിൽ ഏതെങ്കിലും ഗുഹക്കുള്ളിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഒളിച്ചുകൂടിയാൽ അവരെപ്പോലും ആ കാറ്റ് വന്ന് ബാധിച്ച് അവരവിടെ കിടന്ന് മരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ കാലക്രമേണ ഉണ്ടായിത്തീരുന്ന ഒരു മാറ്റം വന്ന് അല്ലാഹു എന്ന് പറയുന്ന ഒരാളും പോലും ഇല്ലാത്ത അവസ്ഥ വരെ കാത്തിരിക്കുക എന്ന വ്യാഖ്യാനമില്ല. മറിച്ച് മുഅ്മിനീങ്ങളൊക്കെ അല്ലാഹു തആല അവനുദ്ദേശിക്കുന്നത് പോലെ അങ്ങ് മരിപ്പിക്കും. പിന്നെ അല്ലാഹു എന്ന് പറയുന്ന ഒരാളില്ലാത്ത അവസ്ഥ സംഘാതമാകും. ഖിയാമത്ത് നാൾ സംഭവിക്കും. ഇങ്ങനെ ഒരു തഹ്ഖീഖ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ തന്നെ കുറെ മുമ്പൊക്കെ മനസ്സിലാക്കിയെടുത്തോളം അല്ലാഹു എന്ന് പറയുന്ന ഒരാൾ പോലും ഇല്ലാതിരിക്കണമെങ്കിൽ കാലം കുറെ കഴിയണം എന്നുള്ള സമാധാനത്തിലായിരുന്നു. പിന്നെ ഒരു വ്യാഖ്യാനം ബുദ്ധിമാനായ ഒരാളുടെ മുമ്പിൽ ചർച്ച ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോഴേ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ മുബ്തദിഈങ്ങളൊക്കെ ദുആ പോലും മാറ്റിമറിച്ചിരിക്കുക. ഖുതുബ എന്ന അറബിയിലുള്ള ഇബാദത്ത് ആകത്തുക അങ്ങ് മാറ്റി. ഇപ്പം മുഴുവൻ മലയാള. അല്ലാഹു എന്ന് പറയുന്നത് മാറ്റി ഇപ്പം ദൈവ. അപ്പോൾ പിന്നെ ആളുകൾ ഇങ്ങനെ എന്നല്ല. ഈടെ ഹജ്ജിന് പോകുന്ന ഒരു സുഹൃത്തിന് കൈമാറിയ ഒരു പുസ്തകം മുബ്തദിഈങ്ങൾ കൊടുത്തതാ. അറഫയിൽ പോയി ദ്വാരക്കാനുള്ള ദുആ. ദൈവമേ, അറഫയെന്നേ കഅബത്തിന്റെ മുറ്റത്തുനിന്ന് ദ്വാരക്കാനുള്ള മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന സമ്മാന പുസ്തകം. ദൈവമേ ദൈവമേ. മറ്റുള്ള മതക്കാർക്കൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വ്യാഖ്യാനമോ പ്രസംഗമോ അവരുടെ മുമ്പിലൊക്കെ നടത്തുമ്പോൾ അവർക്ക് വേണ്ടി അങ്ങനെ ചിലപ്പം പറയേണ്ടി വന്നേക്കാം. എന്നല്ലാതെ കഅബ ഷരീഫിന്റെ മുമ്പിലൊക്കെ ദൈവമേ ദൈവമേ എന്ന് പറയുന്ന അവസ്ഥ ഇപ്പോൾ തന്നെ നമുക്ക് വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു എന്ന് പറയുന്നവർ പെട്ടെന്ന് കുറഞ്ഞു പോകുമോ ആവോ? നഊദുബില്ല. അല്ലാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. അപ്പോഴാ വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാഹു എന്ന് പറയുന്നവരില്ലാത്ത ഒരവസ്ഥ അല്ലാഹു തആല പ്രത്യേകമായി ഉണ്ടാക്കിയെടുക്കും എന്ന് നാം നേരത്തെ പ്രസംഗിച്ചതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ അടയാളങ്ങളൊക്കെ പൂർത്തിയായി. പ്രപഞ്ചത്തിന്റെ നാശം, ലോകത്തിന്റെ കാലാവസ്ഥ തെറ്റുന്നു, പ്രപഞ്ചത്തിന്റെ താളക്രമം മാറുന്നു, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളൊക്കെ ഇടിഞ്ഞ് തകർന്ന് വീഴുന്നു, ഭൂമിയാകമാനം താറുമാറാകുന്നു. എല്ലാവരും ആകെ ബേജാറായി ബുദ്ധിമുട്ടായി നിൽക്കുന്നു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ആദ്യത്തെ ഊത്തോടുകൂടി താളക്രമം തെറ്റി. രണ്ടാമത്തെ ഊത്തോടുകൂടി ഹയാത്തുള്ളവരൊക്കെ മരിച്ചു. മൂന്നാമത്തെ ഊത്തോടുകൂടി എല്ലാവരും പുനർജീവിക്കപ്പെടുന്നു. ഇവിടെയാണ് നാം ഇന്നലെ നിർത്തിയത്. ഒരു കണക്ഷന് വേണ്ടി പറഞ്ഞില്ലെങ്കിൽ ചില ആളുകൾ ഒരു ദിവസമൊക്കെ ലീവ് എടുക്കുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടിയൊക്കെ ഒരു ചെറിയ വാർപ്പ് വാർക്കുമുണ്ടല്ലോ, പഴയ അങ്ങോട്ട് കുറച്ച് നീട്ടിയിടൽ ആവശ്യ. കുറച്ച് സിമന്റ് പോവെങ്കിലും അതില്ലെങ്കിൽ ഉറച്ചു കിട്ടാൻ പ്രയാസ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് പറയുന്നത് നല്ലതാ. ഇത്രയും പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹ്ശറിന്റെ രംഗം അങ്ങ് അവതരിപ്പിച്ചെടുത്താണ് നാം ഇന്നലെ നിർത്തിയത്. അല്ലാഹു വിളിക്കുന്ന രംഗം യൗമ യഖ്റുജൂന മിനൽ ജിദാസി സിറാഅൻ കഅന്നഹും ഇലാ നസ്രി യൂഫിളൂൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലത്തുൻ ذلك اليوم الذي كانوا يوعدون. ഖബറിൽ നിന്ന് തലയിൽ നിന്നും പൊടിമടലങ്ങൾ തട്ടിമാറ്റി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന വെപ്രാളത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പരിസരബോധമില്ലാത്തവരായി അങ്ങോട്ടും ഇങ്ങോട്ടും തരിപ്പണമാകുന്ന ഒരവസ്ഥ. പിന്നെ ഒരു ഓട്ടമാണ്, എങ്ങോട്ടെന്നറിയാതെ ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടമാണ്. ഇലാ നുസ്ബി യൂഫിളൂൻ. എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നോക്കുകയാണ്. ഓട്ടം ലൈന് തെറ്റുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകമായ കാവൽക്കാരായി അങ്ങോട്ടല്ല പോകേണ്ടത് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞ് തെളിക്കുകയാണ്. അവിടെയാണ് ഇന്നലെ നമ്മുടെ സംസാരം നിർത്തിയത്. ഇനി മഹ്ശറിൽ എത്തിപ്പെടണം. മഹ്ശറയിൽ എന്നാണ് ചിലത് പറയാ. അത് അറബി പ്രകാരം ശരിയല്ല. മഹ്ശറ എന്ന് മുന്നതാക്കണ്ട. മഹ്ശർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമെന്നോ ഒരുമിച്ച് കൂടുന്ന സമ്മേളനമെന്നോ എന്നൊക്കെ അർത്ഥമാകാം. മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഘട്ടം. ഇത് പറയാനൊക്കെ ചൊറുക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. പറയാനൊക്കെ നല്ല ഭാഷയുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറയുന്ന അവസ്ഥയൊന്നും ഉണ്ടാവൂല.
സുരക്ഷമായ അവസ്ഥയിൽ സ്പീക്കറിന്റെ മുമ്പിൽ, ഈ കാണുന്ന ലൈറ്റിന്റെ മുമ്പിൽ പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടിയ മഹാസദസ്സിൽ അഹംഭാവത്തോടുകൂടി എനിക്കൊക്കെ ഇത് പറയാം. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിലെത്തുന്ന ആ മഖാമിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ ആ വിചാരണയ്ക്ക് മുമ്പിൽ അഭിമുഖീകരിക്കാൻ എന്റെ കയ്യിൽ എന്താണുള്ളത്? അള്ളാഹു തആല നമ്മെ അവൻ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇച്ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു തആല അന്നേക്കുള്ള വലിയ മുതൽക്കൂട്ടായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സദസ്സ് അവസാനിക്കും വരെ ഈ ഒരു വിചാരം നമുക്കുണ്ടാകണം. എങ്കിൽ ഈ ഒരു വിചാരം മതിയാകും. ചിലപ്പോ അള്ളാഹു തആലാക്ക് ദയ തോന്നാൻ കുറെ മുഅ്മിനീങ്ങൾ കണ്ടില്ലേ, റമദാൻ മാസം ദിവസങ്ങളോളം പാതിരാ സമയത്ത് ഇരുന്ന് മഹ്ശറയെ പറ്റി സംസാരിച്ച് പരലോകത്തെ പറ്റി കരഞ്ഞ്, അതുകൊണ്ട് ഞാൻ അവരെ സ്വീകരിക്കുന്നു. ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ. ആ സ്വർഗം നാം തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നത് നാളെ മഹ്ശറയിൽ എന്റെ മുമ്പിൽ വന്നു നിൽക്കേണ്ട അവസ്ഥയെക്കുറിച്ച് പേടിച്ചവർക്കാണെന്നും അതിനെക്കുറിച്ചുള്ള താക്കീതുകൾ കേട്ടിട്ട് ബേജാറായവർക്കുമാണ് സ്വർഗമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ആ ബേജാറ് തലയിൽ കയറി കിട്ടിയ രക്ഷപ്പെട്ടു. അല്ലാത്ത ഒച്ചപ്പാടുകൾക്കൊന്നും യാതൊരു ഫലവുമില്ല. ഭൗതികമായ ബഹളമല്ല നമുക്ക് ആവശ്യം, മനസ്സിനെ വിളിച്ചുണർത്തുന്ന ഉത്ബോധനമാണ് ആവശ്യം. അതിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ചു വെച്ചുകൊണ്ട് കേൾക്കുക. മഹ്ശറിലേക്കുള്ള ആ പുനരുത്ഥാനത്തിന്റെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ വമ്പിച്ച ഘട്ടമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഖുർആൻ പറഞ്ഞ ഭാഗമാണ് ഏറ്റവും ഹൃദയസ്പൃക്ക്. വസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ് യൗമ യസ്മഊന الصيحة بالحق ذلك يوم الخروج نحن نحيي ونميت وإلينا المصير. സൂറത്ത് ഖാഫ്. സൂറത്ത് ഖാഫ് മുഴുവൻ ഞെട്ടിക്കുന്ന ഭാഗങ്ങളാണ്, ഞെട്ടിത്തകരുന്ന ഭാഗങ്ങളാണ്. അതിലെ അവസാന ഭാഗങ്ങളൊക്കെ കേട്ട് വിറച്ചു പോകുന്ന ഭാഗങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ ചർച്ചയിൽ അല്പാൽപമായി ആവശ്യത്തിനനുസരിച്ച് കടന്നുവരും. ഖുർആനുമായി അടുത്ത് ബന്ധപ്പെടാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ ക്ലാസ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ശ്രവിക്കുക, മനുഷ്യരെ നിങ്ങൾ ചെവികൊള്ളുക. യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ഖരീബ്. ഖബറിൽ നിന്ന് ആളുകളൊക്കെ ഉയർത്തെഴുന്നേറ്റ് തലയിൽ നിന്ന് പൊടിയും തട്ടി എങ്ങോട്ടാണ് പോകേണ്ടത്, ആരാണ് വിളിച്ചതെന്നറിയാതെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ തൊട്ടടുത്ത് നിന്ന് തന്നെ അതാ ഒരു വിളിയാളം. തൊട്ടടുത്ത് എല്ലാവർക്കും തോന്നും. യൂറോപ്പിൽ മരിച്ചു കിടക്കുന്നവനും തോന്നും, ഏഷ്യയിൽ മരിച്ചു കിടക്കുന്നവനും തോന്നും, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏതോ മലന്റെ മുകളിൽ കിടക്കുന്നവനും എഴുന്നേറ്റാ തോന്നും. അടുത്ത് കാണല്ലോ ആ ബഹളം, ഒരു ശബ്ദം. യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്. വളരെ അടുത്ത് നിന്നാണ് ഒരുമിച്ച് കൂടുവീൻ മനുഷ്യരെ എന്നുള്ള ഒരു ആഹ്വാനം. അതെല്ലാവർക്കും തിരിയും. തിരിയുന്ന രൂപത്തിൽ അള്ളാഹുവോടെ സംവിധാനിക്കും. ഒന്നുകിൽ എല്ലാവർക്കും തിരിയുന്ന ഭാഷയെ പറയും, അല്ലെങ്കിൽ ആ ഭാഷ എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ അവരുടെ തല ശരിയാക്കും. രണ്ടാലൊന്ന് ശരിയാക്കിയാൽ മതിയല്ലോ. പറയുന്ന ഭാഷ ശരിയാക്കുക, അല്ലെങ്കിൽ കേൾക്കുന്ന തല ശരിയാക്കുക. ഏതായാലും ഇന്നത്തെ തലയും ഇന്നത്തെ നാവും ഒന്നും ഉണ്ടാവൂല എന്ന് ഉറപ്പാ. അതുണ്ടെങ്കിൽ ഇന്നത്തെ കോടതിയിൽ പൊള്ളും പറഞ്ഞ് രക്ഷപ്പെട്ട് കേസ് നടത്തുന്ന വക്കീലന്മാർക്കൊക്കെ അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടുകൂടെ? സാധ്യമല്ല. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഹൃദയശുദ്ധിയോടുകൂടി അള്ളാഹുവിലേക്ക് ചെന്നുവിട്ടവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ഏറ്റവും അടുത്താണെന്ന് തോന്നുന്ന വിധം ഒരു ശബ്ദം കേൾക്കുന്നു. യൗമ യസ്മഊന الصيحة بالحق ذلك يوم الخروج. പുറപ്പാടിന്റെ ദിവസമാണത്. ഖുർആൻ പല പേരും പറഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാളിൽ. യൗമുൽ ഖുറൂജ്, യൗമുൽ വഈദ്, യൗമുൽ ജസാ. എത്ര പേരാ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് പരലോകത്തിന്. യൗമുൽ ഖുറൂജ്, പുറപ്പാടിന്റെ ദിവസമാണത്. അന്ന് പുറപ്പെട്ടുകൊണ്ട് ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് തെറ്റി ഓടുകയാണ്. നഹ്നു നുഹീ വനുമീതു വഇലൈനൽ മസീർ. ഇതിനൊക്കെ അധികാരം നമുക്കാണ്, നമ്മുടെ അടുത്തേക്കാണ് നിങ്ങളൊക്കെ മടങ്ങി വരേണ്ടതെന്ന് അല്ലാഹു തആല പറയുന്നു. യൗമഇദി യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ലഹു വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. അല്ലാഹു പറയുകയാണ്, യൗമഇദി യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ലഹു. ഒരു വളവുമില്ല, തിരിവുമില്ല, ഒളിച്ചോട്ടമില്ല, മുങ്ങലില്ല, തപ്പലില്ല, ചാടിപ്പോകലില്ല. വിളിയാളൻ വിളിച്ച ഭാഗത്തേക്ക് ഓടുകയാണ് ഓരോരുത്തരും. ഒരു വിളിയാളന്റെ ശബ്ദം കേൾക്കും. യൗമ യത്തബിഊന അദ്ദാഇ, വിളിക്കുന്ന ആളുണ്ട്. ആരോ വിളിക്കുന്നുണ്ടല്ലോ, നമ്മളെ എവിടേക്കോ ഒന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്ക്, ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചിലർക്ക് കണ്ണു കണ്ടൂടാ, ചിലർക്ക് കാത് കേട്ടൂടാ, ചിലർക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ. ഈ അവസ്ഥയൊക്കെ അവിടെ ഉണ്ടാകും. ആ അവസ്ഥയിൽ കേൾക്കുന്ന ശബ്ദത്തിന്റെ ഭാഗത്തേക്ക് ഒരു പോക്കാണ്. ലാ ഇവജ ലഹു, വളവും തിരിവുമില്ല. ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ വലത്തോട്ട് പോണ മനുഷ്യന്മാർ അന്ന് ഉണ്ടാകൂല. അന്ന് ആ വിളി കേൾക്കുന്ന ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കായി പോവുകയാണ്. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ. ശബ്ദം നിശ്ചലം, ശബ്ദം നിശ്ചലം.
ഒരു വാഹനോടുന്ന ശബ്ദം കേൾക്കില്ല, ഒരു യന്ത്രങ്ങളുടെ മുഴക്കം കേൾക്കില്ല, ഒരു ഫാക്ടറിയുടെ പ്രവർത്തനം കേൾക്കില്ല, ഒരു മനുഷ്യന്റെ മിണ്ടാട്ടം കേൾക്കൂല. റഹ്മാനായ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ശബ്ദം മുഴുവൻ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങളുടെ ബേജാറ് പിടിച്ച കൽബിന്റെ തുടിപ്പുകൾ മാത്രമേ കേൾക്കുകയുള്ളൂ. ഒരു പ്രത്യേകമായ മർമ്മരം, ഒരു പ്രത്യേകമായ വെപ്രാളം. ആ അവസ്ഥയിൽ നിങ്ങൾ എല്ലാവരും പോകും. കൂരിരുട്ടിൽ വിളിയാളന്റെ ഭാഗത്തേക്കുള്ള ഒരു പോക്കാണ്. വെളിച്ചം കാണേണ്ടവർ കാണും, കാണേണ്ടാത്തവർക്ക് കാണില്ല. വെളിച്ചം പോകട്ടെ, കണ്ണ് തന്നെ ഇല്ല കുറെ ആളുകൾക്ക്. അങ്ങനെ ആ മഹ്ശറയിലേക്ക് പോവുക. അതേസമയം വെളിച്ചത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മെ കാത്തിരിക്കുന്ന വാഹനത്തിൽ നമ്മെ കയറ്റാനുള്ള ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ആക്കിത്തരട്ടെ. അവിടെ കാറും ഡോറും വാഹനവും ഗൗരവവുമുള്ള ആ ഹൈ VIP ടീമിൽ പെട്ടുകിട്ടിയാൽ രക്ഷപ്പെട്ടു ഇൻഷാ അല്ലാഹ്. അല്ലാത്തവരുടെ കാര്യം അമാന്തമാണ്, ബേജാറാണ്. അല്ലാഹു തആല നമ്മളോട് കനിവ് കാണിക്കുമാറാകട്ടെ. ഖുർആൻ പറയുകയാണ് ആ പോക്കിനെ പറ്റി. ആ ഒരു പോക്കുണ്ടല്ലോ, മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന പോക്ക്. കഅന്നഹും ജറാദുൻ മുൻതശിർ, അന്താളിപ്പ് ബാധിച്ച് ജീവിതത്തിനെ പറ്റി ബേജാറ് തലയിൽ കയറിയിട്ട് ആകെ കുതിച്ച് പറക്കുന്ന വെട്ടുകിളികളെ പോലെ. നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഉദാഹരണം പറയാൻ ഖുർആൻ പറഞ്ഞത് ജറാദിനെ പറ്റിയാണ്. ബേജാറിന്റെ ശബ്ദം കേട്ടിട്ട്, മുഴക്കം കേട്ടിട്ട് എങ്ങോട്ടാണെന്ന് പോകേണ്ടതെന്ന് അറിയാതെ അന്താളിച്ച് ഒരു പറക്കലങ്ങോട്ട് പറക്കും. പറന്നിട്ട് ചിലപ്പം കൺമുമ്പിലുള്ള ബിൽഡിങ്ങിലൊക്കെ ചെന്ന് തടുക്കും, വീണുപോകും. ആ രൂപത്തിൽ കാന്നഹും ജറാദുൻ മുൻതശിർ, ആദം നബിയുടെ കാലം മുതൽ അവസാന നിമിഷം വരെയുള്ള കോടാനുകോടി മനുഷ്യന്മാർ വിളിയാളന്റെ വിളി കേട്ട ഭാഗത്തേക്ക് കൂരിട്ട് തപ്പിത്തറഞ്ഞ ഒരു നടത്തമാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം. സഹിക്കാൻ കഴിയാത്ത ചോദ്യം, ഉൾക്കൊള്ളാൻ കഴിയാത്ത ചോദ്യം. ഇപ്പോഴേ ഒരുക്കങ്ങൾ ചെയ്തവർക്ക് രക്ഷപ്പെടാം, അല്ലാത്തവർ ആ ചോദ്യം അവിടെ നിന്ന് കേട്ട് ഞെട്ടിപ്പോകേണ്ടി വരും. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അല്ലയോ, ഈ കാലമത്രയും നീ ജീവിച്ചപ്പോഴും ഈ മഹത്തായ ദിവസത്തെക്കുറിച്ച് ബോധക്കേടിലായിരുന്നില്ലേ? അങ്ങനെ ഒരു പരലോകമൊന്നും ഉണ്ടാവൂല. അതൊക്കെ മുഹമ്മദ് നബി വെറുതെ പറഞ്ഞതാണ്. അല്ല, ശ്രീ A.T. കോവൂരിനെ പോലുള്ള യുക്തിവാദികളുടെ കളിയാക്കൽ എന്താണെന്നറിയോ? വിശ്വാസികളായ ആളുകളെ ഒതുക്കി നിർത്താൻ വേണ്ടി ബുദ്ധിമാന്മാരായ പ്രവാചകന്മാരും ഋഷിവര്യന്മാരും മെനഞ്ഞുണ്ടാക്കിയ സങ്കല്പമാണ് പരലോകം. മിസ്റ്റർ A.T. കോവൂർ അവിടെ വെച്ച് പറയാൻ, ബാക്കി വേറെ ഒരു മറുപടിയും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇത് പ്രവാചകന്മാരുടെ കൺകെട്ടാണോ, മായസാലമാണോ? അം അൻതും ലാ തുബ്സിറൂൻ, എടോ ഇത് കാണുന്നില്ലേ എന്ന് അല്ലാഹുവിന്റെ ചോദ്യം അവിടുന്ന് നിങ്ങൾ കേട്ടോളുക. അത് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങൾ മനുഷ്യന്മാരാണ്. ശാസ്ത്രത്തിന്റെ പേരിൽ പറയുന്നവരല്ല, പുരോഗമനവാദികളുമല്ല, പ്രവാചകന്മാർ പഠിപ്പിച്ച പഴഞ്ചൻവാദികളാണ്. ആ വാദികളായി ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പം ഇതൊന്നും നമ്മൾ കേൾക്കേണ്ടി വരില്ല. നമ്മൾ കേൾക്കേണ്ടി വരിക അൻ സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും. ഇത് കേട്ടുകൊണ്ടങ്ങ് പോകണം. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ തീയതിയെക്കുറിച്ചും സംഭവത്തെക്കുറിച്ചും ഗഫ്ലത്തിലായിരുന്നില്ലടോ നീ. ഫകശഫ്നാ അൻക ഗിതാഅക, നിന്റെ എല്ലാ തിരശ്ശീലകളും നാം മാറ്റിവെച്ചിരിക്കുന്നു. നിന്റെ കണ്ണിന്റെ അടപ്പുകളും കാതിന്റെ മൂടികളും എല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. ഫബസറുക അൽയൗമ ഹദീദ്, നിന്റെ കണ്ണ് മൂർച്ചയുള്ളതായിരിക്കുന്നു. ഇപ്പോൾ എല്ലാം കാണും, കേൾക്കും. എത്ര കണ്ണോട്ടന്മാരും കേൾക്കേണ്ടതൊക്കെ കേൾക്കും, കാണേണ്ടതൊക്കെ കാണും. കാണേണ്ടതൊന്നും കാണൂല, കാണേണ്ടാത്തതൊന്നും. ഈ ഒരു പ്രത്യേക അവസ്ഥയാണ്. അന്ധത ബാധിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേ അന്ധത ബാധിക്കുന്നവരോട് തന്നെ ഫബസറുക അൽയൗമ ഹദീദ്, കാണുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ മൂർച്ചയോടുകൂടി എന്ന് പറഞ്ഞാൽ ബേജാറാക്കേണ്ടതൊക്കെ കാണും എന്നാണ് അതിന്റെ അർത്ഥം. കണ്ണ് ആവശ്യമുള്ളിടത്തൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല. ആ രൂപത്തില് യാത്രയാക്കപ്പെടുന്ന അവസ്ഥ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഖബറിൽ നിന്നിങ്ങോട്ട് പൊടിയും തട്ടി എഴുന്നേറ്റ് ഓരോരുത്തരും ഇങ്ങോട്ട് എണീറ്റുന്ന രംഗം. നിസ്കരിക്കാത്തവരും നോമ്പിൽക്കാത്തവരും മുജ്രിമീങ്ങളും വാലിമീങ്ങളും അവരൊക്കെ കൂടിയിട്ട് ഖബറിൽ നിന്നിങ്ങോട്ട് നിന്ന് എന്താണ് പ്രശ്നം? യതഖാഫതൂന ബൈനഹും ഇൻ ലബിസ്തും ഇല്ലാ അശ്റാ, അവര് തമ്മിൽ ഇങ്ങനെ മന്ത്രിക്കും. എത്ര ദിവസമായിപ്പോ നമ്മളിവിടെ കിടക്കണം? 10 ദിവസമൊക്കെ നമ്മളിവിടെ കിടന്നോ? ബേജാറിന്റെ മുമ്പിൽ ഖബറിൽ കിടന്നതൊക്കെ മറന്നു പോവുക, ഖബറിലെ അദാബൊക്കെ മറന്നു പോവുക. അതിനേക്കാളും വലിയ അദാബിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഇല്ലബിസ്തും ഇല്ലാ അശ്റാ,
ഒരു 10 ദിവസമൊക്കെ നമ്മളിവിടെ താമസിച്ചോ? നമ്മൾ എവിടുന്നാ വരുന്നത്? നമ്മൾ എവിടെ ആയിരുന്നു? ഒരു 10 ദിവസമൊക്കെ നമ്മൾ താമസിച്ചു. വേറെ ഒരു കൂട്ടർ പറയും യാത്രയാക്കപ്പെടുന്ന ദിവസത്തിൽ ആ കൂട്ടത്തിലെ ചില കേമന്മാരുണ്ടാവും. അവര് പറയും ഇല്ല നമ്മൾ ഒരു ദിവസത്തെ ഖബറിൽ താമസിച്ചിട്ടുള്ളൂ. അവിടെയും അത് പ്രതിവാദം തന്നെ. നോക്കുങ്ങള് മനുഷ്യന്മാരുടെ സ്വഭാവം. അവിടെയും തർക്കാണ്, ഏകാഭിപ്രായമല്ല. ഇത് യഖൂലു അംസിലതുഹും തരീഖത്തൻ. ആ കൂട്ടത്തില് അത്യാവശ്യം കേമന്മാര്, അത്യാവശ്യം മല്ലന്മാര്, വല്ലാത്ത വർത്താനം പറഞ്ഞ് ആളുകളെ കുപ്പിയിലാക്കുന്ന ആൾക്കാരൊക്കെ അന്നപ്പോ പറഞ്ഞു നോക്കുന്ന വാക്ക് ഇല്ല, ഒരു ദിവസമാണ് നമ്മൾ ഖബറിൽ താമസിച്ചത്. യൗമ തഖൂമു സ്സാഅതു യഖ്സിമുൽ മുജ്രിമൂന മാ ലബിസൂ ഗൈറ സാഅ. തെമ്മാടികളായ ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം പരസ്പരം പറയും ഇല്ല, 1 മണിക്കൂറേ നമ്മൾ ഖബറിൽ താമസിച്ചിട്ടുള്ളൂ. ഇല്ല, കുറച്ച് സമയമായിട്ടല്ലേ ഉള്ളൂ. എവിടെ? 100 വർഷം. നബിന്റെ കാലം മുതൽ മരിച്ചു കിടക്കണവരൊക്കെ പറഞ്ഞ വർത്താനായത്. അതൊന്നും പ്രശ്നമല്ല. അപ്പോഴാണ് മോമിനിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് എന്താ എന്തയ്യ പറയണത്? 1 മാസം, 10 ദിവസോ, 1 വർഷോ? ഞാൻ എനക്കറിയോ? അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം ബഅസിന്റെ ദിവസം വരെ, പുനർയാത്രയത്തിന്റെ ദിവസം വരെ, പുനർജീവിതത്തിന്റെ ദിവസം വരെ നമ്മൾ താമസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. വർഷത്തിന്റെ പേരിലൊന്നും പറഞ്ഞിട്ട് തർക്കിക്കണ്ട. ഇതാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം. വലാകിന്നകും കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ വിവരമില്ലാത്ത മനുഷ്യന്മാരായി പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. അതുകൊണ്ട് ചിലക്കാതെ അവിടെ നിന്നോ. ഇതാണ് യൗമുൽ ബഅസ് എന്ന് അക്കാലത്തെ ഇൽമും ഈമാനുമുള്ള മനുഷ്യന്മാർ പറയുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അങ്ങനെ ലേക്കുള്ള അതിഭയാനകമായ ആ പോക്കിന്റെ രംഗം പരിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്ന രംഗം. വിളിയാളന്റെ ഭാഗത്തു നിന്ന് കേൾക്കുന്ന ഉയർന്ന ശബ്ദത്തിലേക്ക് കുതിച്ചു പായുകയാണ്. വേറെ എങ്ങോട്ടും ഓട്ടമില്ല. കഅന്നഹും ഇലാ നുസ്ബി യൂഫിറൂൻ. മത്സരത്തിൽ ലക്ഷ്യക്കുറ്റിയിലേക്ക് ഓടുന്നത് പോലെ ലക്ഷ്യം തെറ്റാതെ മുന്നോട്ട് പോവുകയാണ്. യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുഖർ. വിളിക്കുന്ന ആള് വല്ല ചായ വിതരണത്തിന് വിളിക്കുന്നത് കേട്ടിട്ടൊന്നുമല്ല പോകുന്നത്. സംഗതി ബേജാറ് തന്നെയാ, പക്ഷെ പോകാതിരുന്ന അതിനേക്കാളും ബേജാറാ എന്ന് കരുതിയിട്ട് വളരെ ബേജാറ് പിടിച്ച വിഷയത്തിലേക്കാണ് വിളിക്കുന്ന ആളുകൾ വിളിക്കുന്നത്. വിളിയാണെന്ന് വിളി. ഖുശ്ശഅന്നബ്സാറുഹും. കണ്ണുകളൊക്കെ താഴോട്ട് താഴ്ത്തി വിനയവും താഴ്മയും വക്കാണവും കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. തർഹഖുഹും ദില്ലത്തുൻ. അപമാനം അവരെ ആകമാനം ആവാഹിച്ചിരിക്കുന്നു. അപമാനം. എങ്ങനെയാ മുന്നോട്ട് പോവുക? ആരുടെ മുമ്പിലേക്കാ നിൽക്കാനിരിക്കുന്നത് പടച്ചോനെ എന്ന ഒരു ബേജാറ്. യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസിർ. ഇതൊരു ഞെരുക്കം പിടിച്ച ദിവസം തന്നെയാണ് കേട്ടോ. ഖുർആൻ പറയുന്നു, കാഫിരീങ്ങൾ പറയും ഹാദാ യൗമുൻ അസിർ. ഇത് വല്ലാത്ത ഞെരുക്കം പിടിച്ചൊരു ദിവസം തന്നെ ആയിപ്പോയി. നമ്മൾ അത്ര ഊഹിച്ചില്ല. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര്. നമ്മൾ അത്ര കരുതില്ല. അതെ, ഇൻഷാ അല്ലാഹ് നമ്മൾ അത്ര കരുതില്ല. ഹാദാ യൗമുൻ അസിർ. ഇതൊരു ഞെരുക്കം പിടിച്ച ദിവസമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിഷമിക്കും. അപ്പോഴോ ആ പോകുന്ന സമയത്ത് കൂടുതൽ മക്കളുള്ളവര് കയ്യും കാലും ഒക്കെ പിടിക്കാൻ മക്കളുണ്ടാവൂലേ? വീട് പോകുമ്പോ ഒന്ന് പതുക്കെ കൈ കയറ്റി അവനെന്ന് രക്ഷപ്പെടുത്താൻ. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ. മുതലിന് വിലയില്ല, മക്കൾക്ക് വിലയില്ല. മക്കളും മുതലും യാതൊരു ഉപകാരവും ചെയ്യാത്ത ദിവസമാണെന്ന്. എന്നാലോ അതില്ലാതെ വെക്കുക. ഇവിടുത്തെ പാർലമെന്റ് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ ഭൗതിക സ്ഥാനമോ രാഷ്ട്രീയത്തിലെ വലിയ അധികാരമോ പോലീസോ അധികാരിയോ ആണെങ്കിൽ വല്ലതും കഴിയോ? യൗമലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅത്തുൻ. ഈമാനില്ലാത്ത മനുഷ്യന്മാരുടെ ദുർഗതി. അവർക്ക് പിന്നെ ആരില്ല. ഒരു കൈക്കൂലിയും നടക്കൂല, ഒരു കച്ചവടവും അവിടെ നടക്കൂല, ഒരു കൂട്ടുകെട്ടും നടക്കൂല, ഒരു ശഫാഅത്തും അവർക്ക് ലഭിക്കൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പിന്നെ അവിടെ ഒരു സഹായത്തിനും ഒരു കുട്ടിയും ഉണ്ടാവുകയില്ല. ഖുർആൻ തന്നെ പറയുകയാണ്, അങ്ങനെയാണെങ്കിലും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാപ്പന്നെ നോക്കാതിരിക്കോ? നമുക്കതൊക്കെ സംശയിക്കാലോ. ഇവിടുന്ന് വല്ലാതെ ബുദ്ധിമുട്ടായി നിൽക്കാനും നോൻപൊന്നുമില്ല. ഇസ്ലാമിനെ ചോദ്യം ചെയ്ത് നടന്ന സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും പരലോകത്തെത്തിയാൽ എന്റെ അച്ഛൻ എന്നെ നോക്കൂലേ, എന്റെ മുത്തശ്ശി എന്നെ നോക്കൂലേ എന്ന സംശയമുണ്ടെങ്കിൽ യൗമലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വലദിഹി ശൈആ. ഒരൊറ്റ ബാപ്പയും ഒരൊറ്റ മകനും യാതൊരു ഉപകാരവും ചെയ്തു കൊടുക്കാത്ത ദിവസം. മകന് ബാപ്പക്കും ചെയ്യില്ല, ബാപ്പ മകനും ചെയ്യില്ല, ഭാര്യ ഭർത്താവിന് ചെയ്യില്ല, ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്യില്ല. ലോകത്ത് ഉറ്റമിത്രങ്ങളായി കൂടെ ജീവിച്ചവർ പത്രങ്ങളിലൊക്കെ നമ്മൾ അറിയാറുണ്ട്. കൂടെ ജീവിച്ചു, കൂടെ മരിച്ചു, മരണം ഒന്നിച്ചു, ഖബറും ഒന്നിച്ചു. പ്രേമാബദ്ധരായി ചില ചെറുപ്പക്കാർ അശ്ലീലത്തിന്റെ പേരിൽ ജീവിച്ച് പ്രേമിച്ച് കെട്ടിപ്പിടിച്ച് ആത്മഹത്യ ചെയ്ത്
ഒരേ ശവമാടത്തിൽ കുഴിച്ചിടണമെന്ന് വസിയ്യത്ത് ചെയ്ത് അത്തരം പ്രേമത്തിന്റെ കാമുകന്മാരാരുമാകട്ടെ യൗമലായ ഒരൊറ്റ മകനു വേണ്ടിയും ബാപ്പക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, മക്കൾക്ക് വേണ്ടി ബാപ്പക്കും ബാപ്പക്ക് വേണ്ടി മക്കൾക്കും ചെയ്യാൻ കഴിയില്ല ഈമാനില്ലെങ്കിൽ. യൗമലാ തംലികു നഫ്സുൻ ലിനഫ്സി ശൈആ, ഒരു നഫ്സിനും മറ്റൊരു നഫ്സിന് വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ദിവസം പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. തീർത്തുകൾക്ക് ഇൻഷാ അല്ലാഹ് ഫഇദാ നുഫിഖ ഫിസ്സൂർ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ വലിയ തറവാട്ടുകാരനാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞ ഇവിടെ പുലിക്കോടന്മാര്, ഞങ്ങൾ എന്ന് പറഞ്ഞ ഇവിടെ മറ്റേ ആൾക്കാർ, മേലെ പറമ്പുകാർ എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടരാ, ഞങ്ങൾ താഴെ പറമ്പുകാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട് മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പും ഞങ്ങളെ കൊണ്ട് നടക്കൂല, ഞങ്ങളാ ഇവിടുത്തെ ആൾക്കാർ. അങ്ങനത്തെ കൂട്ടുകുടുംബം, തറവാടിത്തം, വലിപ്പം, മേൽക്കോയ്മ, ജന്മിത്വം, മുതലാളിത്തം നടക്കൂല. സൂർ എന്ന കാഹളത്തിൽ മുഴക്കപ്പെട്ടാൽ പിന്നെ യാതൊരു കുടുംബബന്ധവും പരിചയബന്ധവും കാണിക്കുകയില്ല, കാണിക്കാനൊട്ട് സാധിക്കുകയുമില്ല. അതിനെക്കുറിച്ചൊരു അന്വേഷണം പോലും നടക്കൂല. എന്തുകൊണ്ടെന്നറിയുമോ? ഓരോരുത്തർക്കും അവരവർക്ക് എടുക്കാൻ മാത്രം കാര്യങ്ങളുണ്ട്. ഖുർആൻ ഓരോ ആയത്തുകൾ ഓരോ സ്ഥലത്ത് പറഞ്ഞത് ഓരോ സന്ദർഭത്തിലേക്ക് അങ്ങോട്ട് കൂട്ടി മുട്ടിച്ചു കൊടുത്താൽ സംഗതി എല്ലാം വ്യക്തമാണ്. ഓരോരുത്തർക്കും വള്ള നിറച്ചും ഓരോരുത്തർക്കും തലയിൽ എടുക്കാൻ മാത്രം സഹിക്കാൻ പറ്റാത്തത് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഖുർആനിന്റെ ആയത്തിന്റെ മുമ്പിൽ ബേജാറാകേണ്ട വിഷയം. നമ്മൾ ബോംബെ നഗരത്തിൽ ഒരു അക്രമി സംഘത്തിന്റെ മുമ്പിൽ അപകടത്തിൽ പെട്ടു എന്ന് വിചാരിക്കുക. വേഗം നോക്കൽ എവിടെയാ? മലയാളികൾ ആരെങ്കിലും ഉണ്ടോ പരിചയക്കാര്? കൂട്ടുകുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ പരിചയക്കാര്? അങ്ങനെ പരിചയക്കാരായ മലയാളികളെ കാണുമ്പോൾ വേഗം അടുത്തേക്ക് കൂടിയിട്ട് എന്നെ സഹായിക്കണം. എന്നാൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട്, ഒരു വെപ്രാളത്തിന്റെ ദിവസം വരാൻ പോകുന്നുണ്ട്. യൗമുൽ ഫദഉൽ അക്ബർ, ഭയാനകമായ വെപ്രാളത്തിന്റെ ദിവസം. അവിടെ പരിചയക്കാരും കുടുംബക്കാരും അഥവാ ഖബറിന് എഴുന്നേറ്റ് പോകുമ്പോൾ അടുത്ത് കണ്ടുമുട്ടിയ പരസ്പരം ഓടി ഒളിക്കുന്ന. കാരണം എന്താണെന്നറിയോ? വഷളാകുന്ന ദിവസമാണെന്നേ. ബാപ്പാനെ മകൻ കാണുമ്പോ മകൻ പറയും, ബാപ്പ അങ്ങനല്ല എന്നെ കോലത്തിലാക്കിയത്. ഭാര്യയോട് ഭർത്താവ് പറയും, നിങ്ങളല്ലേ എന്നെ ഈ കോലത്തിലാക്കിയത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കുമല്ലോ എന്ന് ഭയന്നിട്ട് കൂട്ടുകുടുംബക്കാർ ഒന്നിച്ചു നിന്ന് കൈകോർത്ത് വിളിച്ച് ഒന്നിച്ചൊരുമിച്ച് സഹകരിക്കേണ്ട ദിവസം പരസ്പരം ഓടി ഒളിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഓരോ മനുഷ്യരും അവന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന്, അവന്റെ ഉമ്മയുടെ, ബാപ്പയുടെ, അവന്റെ ഭാര്യയുടെ, അവന്റെ മക്കളുടെ അടുത്തു നിന്നും ഒളിച്ചോടിപ്പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് തെറ്റുകയാണ്, മാറി നടക്കുകയാണ്. അങ്ങനെ മഹ്ശറയിലേക്ക് പോകുന്ന രംഗം. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതീ തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ ثم യുൻസീഹി. ആ ഭയാനകമായ ബേജാറിൽ കുറ്റവാളികളായ മനുഷ്യന്മാര് വിചാരിക്കും, എന്റെ പെണ്ണുങ്ങളെയും ഭാര്യയെയും മക്കളെയും കുട്ടികളെയും കുടുംബത്തെയും സ്വത്തിനെയും ഭൂമിയിലുള്ള എനിക്ക് ബന്ധപ്പെട്ട മുഴുവൻ എണ്ണത്തിനെയും കൊടുത്തിട്ടെങ്കിലും എനിക്ക് എന്റെ തടി ജാമ്യത്തിനെടുക്കാൻ പറ്റുമോ എന്ന് പാപികളായ ആളുകൾ വെറുതെ ചിന്തിക്കും. നടക്കൂല, സാധ്യമല്ല. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ ഇല്ലൽ മുത്തഖൂൻ. ആ ഒരൊറ്റ ആയത്ത് പഠിച്ചങ്ങ് പോയാൽ മതി മക്കളെ, വേറെ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഒരൊറ്റ ആയത്ത് പോലെ ഇവിടെ സഹകരിച്ചുകൊണ്ട് കള്ളത്തരം നടത്തിയ ആളുകളെ മോട്ടോർ സൈക്കിളും വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ മാരുതി കാറും കൊണ്ടുവന്നിട്ട് ചെറുപ്പക്കാരെ പറ്റിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കൊണ്ടുപോകും വിദേഹത്തിന്റെ അഹലുകാര്, അല്ലെങ്കിൽ സിനിമക്ക് പോകുന്ന കള്ളന്മാര്. റമളാൻ മാസത്തിലെ സിനിമ കാണാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ സിനിമ. എന്നിട്ട് അവന്റെ കാറിൽ ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടുമ്പോൾ കൂടെ പോവുക. അങ്ങനെ ഇവിടെ നിന്ന് സഹകരണവും സഹായവും ചെയ്ത് തെമ്മാടുത്തും ചെയ്ത ആളുകളൊക്കെ അവിടെ എത്തിയാൽ അവര് പരസ്പരം കൊടിയ ശത്രുക്കളായി മാറും. നീയല്ലടോ എന്നെ പറ്റിച്ചത്, ഞാനല്ലടോ എന്നെ പറ്റിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം, കോലാഹലം വേണ്ടാത്തരും. ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ ചങ്ങാതിമാരൊഴികെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പിടിച്ചു തരട്ടെ. മുത്തഖീങ്ങളായ ചങ്ങാതിമാരാണെങ്കിൽ അല്ലാ ഞാൻ രക്ഷപ്പെട്ടടാ, ഓ എന്റെ ദർസിൽ ഞാൻ കുറച്ചു കാലം പഠിച്ചതുകൊണ്ടാണ് പൊന്നെ. അപ്പോഴേക്ക് ചെലവുകാരൻ പറയൂ, മൊയ്യാരെ നിങ്ങൾ ചെലവിനൊക്കെ വന്നപ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി, അതുകൊണ്ടാണ് ഞങ്ങളും രക്ഷപ്പെട്ടത്.
നമ്മൾ ഒന്നിച്ചു പോകല്ല, നിൽക്കേട്ട ഞാനും പോരെ കൂടെ, ഇൻഷാ അല്ലാഹ് നല്ലതിന് നല്ലത് പകരം കാണും, ചീത്തക്ക് ചീത്ത പകരം കാണും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. നന്മകൾ ഉള്ളവരൊക്കെ രക്ഷപ്പെട്ടു, ഇല്ലൽ മുത്തഖൂൻ. അങ്ങനെ പരസ്പര ശത്രുക്കൾ. അങ്ങനെ അങ്ങ് പോകുമ്പോ നമുക്കൊന്ന് ചിന്തിച്ചാ വലിയ വിളവന്മാരുണ്ടാവും. എന്തൊക്കെ വിളവാന്നറിയോ? മഹ്ശറയിലാകുമ്പോ അവനവന്റെ സാധനങ്ങളും കൂടെ കൊണ്ടുപോകണം, കട്ടതും കമർന്നതും കൊണ്ടുപോകണം, അഴിമതി നടത്തിയതും വഞ്ചിച്ചതും കൊണ്ടുപോകണം, യുദ്ധത്തിൽ കൂട്ടുകാരെ പറ്റിച്ചുകൊണ്ട് യുദ്ധാർജിത സ്വത്ത് വനീമത്ത് ആരെങ്കിലും ഒളിച്ചു വെച്ചാൽ അതും തലയിലേറ്റി തരും. അങ്ങനെ എല്ലാം കൂടെ കൊണ്ടുപോകും. ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പണ്ടൊരു സംശയം ചോദിച്ചു. അങ്ങനെ വലിയ മുളന്റെ കെട്ട്, വിറകിന്റെ കെട്ടൊക്കെ കട്ട്, എന്നാ മഹ്ശറിന്റെ തിരക്കിൽ എങ്ങനെ കൊണ്ടുപോകുക? അപ്പൊ ബുദ്ധിമാനായ ഒരു ഉസ്താദ് പറഞ്ഞത്രേ, അതിന് കട്ട ലോറി ഉണ്ടാവുമല്ലോ, ആ ലോറിയിൽ അങ്ങ് വെച്ചു കൊടുത്താൽ മതി. തമാശയൊന്നും പറയേണ്ട ഒരു സന്ദർഭമല്ല. എന്നാലും ഒരു കാര്യം, എല്ലാറ്റിനും സംവിധാനം അള്ളാഹ് ചെയ്തിട്ടുണ്ടാവും. നമ്മളതിന് ബേജാറാകേണ്ട കാര്യമല്ല എന്നർത്ഥം. എങ്ങനെയാ കൊണ്ടുപോവുക, അതിന് സ്ഥലം ഉണ്ടാവുക, നാടുണ്ടാവുക, അതൊന്നും നമ്മൾ നോക്കണ്ട. അതൊക്കെ ഏന്തിപ്പിടിച്ച് കൊണ്ടുപോകുന്ന രംഗമുണ്ടാകും. എന്നാൽ നമുക്കൊരു സംശയം, കുറ്റവാളികൾക്ക് സംശയിക്കാം. എല്ലാവരും കൂടി അങ്ങോട്ട് പോകുമ്പോ, എല്ലാവരും അവരവരുടെ ബേജാറായി പോകുമ്പോ ഞാൻ പതുക്കെ മൂത്രമൊഴിക്കാൻ തന്നെ ഇങ്ങോട്ട് ഒഴിഞ്ഞാലോ? അങ്ങനെ ഉണ്ടല്ലൊരു സുഖം. പതുക്കം കൊണ്ട് മുങ്ങിക്കാളുക. തൽക്കാലം ആരും കാണുകയില്ല. കാരണം എന്താ? എന്നാൽ നടക്കൂല. ഖുർആൻ പറയുന്നു, ഒറ്റക്കങ്ങോട്ട് വിടുന്ന പരിപാടിയല്ല. ഇവിടെ നിന്ന് തന്നെ ഓരോരുത്തർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, ഓരോരുത്തരെയും നിരീക്ഷിക്കാൻ അല്ലാഹു തആല ഓരോ ചാർജ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. മലായികത്തുൽ കിറാം. നമുക്കൊക്കെ അകമ്പടി എത്ര മലക്കുകൾ ഉണ്ടെന്നാ കരുതുന്നത്? റഖീബ് അതീദ്. അവര് നന്മത്തിന്മകളെ എഴുതുന്നവരാണെങ്കിൽ ഹഫളത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കുകൾ നമുക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്തു തരാൻ. അത്തരം മലക്കുകൾക്കൊക്കെ ഓരോരുത്തരെയും റൂഹ് പടക്കുന്ന അന്ന് തന്നെ ചാർജാ. ഇവന്റെ കാര്യം നിനക്കാണ് ചാർജ്. അങ്ങനെയുള്ള മലക്കുകൾ ദുനിയാവിലുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇടതുഭാഗത്തും വലതുഭാഗത്തും റഖീബ് അതീദ് എന്ന രണ്ട് മലക്കുകൾ. അവർ എഴുതി വെക്കാതെ, റെക്കോർഡ് ചെയ്യാതെ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയില്ല ദുനിയാവിൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ മരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞു പോവോ? ഇല്ല. അവരുടെ ഡ്യൂട്ടി അവസാനിക്കുന്നില്ല. അവരുടെ ഡ്യൂട്ടി അനന്തമാണ്. അവരതാ രംഗത്ത് വരുന്നു. എങ്ങനെയാ രംഗത്ത് വരുന്നത്? നമ്മുടെ സ്വന്തക്കാരവിടെ കൂടെ നടന്ന മലക്കുകളൊക്കെ നമ്മുടെ നല്ല രൂപത്തിൽ അവർക്ക് ചായയും ഒക്കെ വാങ്ങിക്കൊടുത്താൽ അന്നും നല്ലപോലെ വെക്കും. അങ്ങനെ ചായ വാങ്ങിക്കൊടുക്കുക, വാങ്ങിക്കൊടുത്താൽ വള്ളിയിൽ പോവുക, ഖുർആൻ കാണുമ്പോ ഓതുക, ദിക്റിന്റെ മജ്ലിസ് കാണുമ്പോ അവിടെ ചെല്ലുക, വഅദിന്റെ സദസ്സ് കാണുമ്പോ അവിടെ ചെന്ന് ഇരിക്കുക. അങ്ങനെയൊക്കെ ചായയും ചോറും ഒക്കെ വാങ്ങിക്കൊടുത്ത് ആ മലക്കുകളെയൊക്കെ സോപ്പടിച്ചു കൊണ്ട് നടന്നാൽ ആ മലക്കുകൾ നാളെ നമുക്ക് ചായ മേടിച്ചു തരും. അല്ല, ആ പള്ളിയിലൊന്നും പോയിട്ടൊരു കാര്യമില്ലടോ. നിസ്കരിച്ചിട്ടൊക്കെ എന്താ കാര്യം? നമ്മൾ പള്ളിയിലേക്കുള്ള വല്ലതും നോക്കുക. മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്ന് പറയുന്ന ധിക്കാരി നാളെ നീ അതുകൊണ്ട് കുടുങ്ങും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അകമ്പടി സേവിക്കുന്ന മലക്കുകൾ. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. രണ്ട് ആളുകൾ, ചാർജുള്ള രണ്ട് മലക്കുകൾ. എല്ലാ നഫ്സുകളും വന്നിരിക്കുകയാണ്. ഓരോ നഫ്സിന്റെയും കൂടെ തെളിക്കാൻ ഒരാളുണ്ടാകും. റെക്കാർഡും പിടിച്ചുകൊണ്ട് വേറെ ഒരു മലക്കും ഉണ്ടാകും. നടക്കണ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉന്തി തെളിക്കാൻ ഒരു മലക്കും, അവന്റെ റെക്കാർഡുകൾ, അവന്റെ മുഴുവൻ ജീവിതം, ഓഡിയോ വീഡിയോ എന്തൊക്കെയാ നിനക്ക് പറയാൻ സാധിക്കുക, അതിലൊക്കെ അപ്പുറമുള്ള സംവിധാനം റബ്ബിന്റെ അടുത്തുണ്ട്. അതൊന്നും ഒന്ന് പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാകാൻ തുടങ്ങിക്കണം. പണ്ടൊക്കെ റഖീബ് അതീദ് നന്മ തിന്മകളൊക്കെ എഴുതുന്നു പറഞ്ഞപ്പോ ചില വിളവന്മാരൊക്കെ ചോദിച്ചിരുന്നു, നമ്മൾ തിരക്ക് പിടിച്ചെന്തെങ്കിലും പറഞ്ഞാൽ മലക്കളെന്താ ചെയ്യാം എന്നല്ല, കുറച്ച് നല്ലത് അറിയാം, പിന്നെ കുറെ തിരക്ക് പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ മലക്കൊന്ന് എഴുതുമ്പോൾക്ക് മറ്റേ എഴുതാൻ വിട്ടുപോകുന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴതാ, ഇപ്പം ഈ ചെറിയ ടെക്നോളജി, ആധുനിക സയൻസിന്റെ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ എന്തെല്ലാം കളി കളിച്ചാൽ ഒഴിവായി പോവോ. അപ്പൊ ഇവിടെ കിറാമൻ കാത്തിബീൻ,
പെന്നും വേണ്ട കടലാസും വേണ്ട ടേപ്പ് റെക്കോർഡും വെച്ച് ചില മലക്കുകൾ ഇങ്ങനെ കുത്തിരിക്കുക, എല്ലാം പകർത്തുകയാണ്. ഇത് വളരെ ചെറുതാ, എന്നാൽ ഇതിനേക്കാളും വലുതില്ലേ? ഇവിടെ ചെറിയൊരു സാധനം വേറെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ മുഴുവൻ ചലനങ്ങളും എന്റെ പ്രസംഗവും എന്റെ ശബ്ദവും എന്റെ ആംഗ്യങ്ങളും എന്റെ രൂപഭാവങ്ങളും മുഴുവൻ മനസ്സിലാക്കാൻ വീഡിയോ ക്യാമറ എന്നാ കേട്ടോ. അതിലും അപ്പുറമുള്ളത് അപ്പൊ സയൻസ് കണ്ടുപിടിച്ചത് 30 കൊല്ലം കൊണ്ട് വിപണിയിൽ ഇറങ്ങുന്ന പറയുന്നത്. എന്താണെന്നറിയോ? ഒരു ചെറിയ യന്ത്രം, നാനോ ടെക്നോളജി അനുസരിച്ച് ലണ്ടനിൽ ജപ്പാനിൽ നിർമ്മിക്കപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചിപ്പിപ്പാളികൾ. അതെന്താ സംവിധാനം? അത് ടേപ്പ് റെക്കോർഡിന്റെയും വീഡിയോ ക്യാമറയെക്കാളും എല്ലാം സൂക്ഷ്മമാണ്, വളരെ ചെറിയ സാധനമാണ്. അത് കണ്ണിന്റെ പ്രത്യേകമായ ഒരു ഞരമ്പിൽ തുന്നിവെച്ച് കൊടുത്താൽ വിചാരങ്ങൾ പോലും അത് ഒപ്പിയെടുക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സ്വപ്നം കാണുന്നതും ഒക്കെ ഈ യന്ത്രം പിടിച്ചെടുക്കും. അങ്ങനെ ആ യന്ത്രം മറ്റൊരു ലൈനിലേക്ക് കണക്ഷൻ കൊടുത്താൽ കമ്പ്യൂട്ടറിലൂടെ അതിങ്ങനെ വലുതായിട്ട് കാണും. നമ്മൾ കിനാവ് കാണുന്നതും കക്കാൻ പോകണമെന്ന് കാണുന്നതും ഇന്ന് വേള് കഴിഞ്ഞതിന് മുമ്പ് തന്നെ എനിക്ക് ഇറങ്ങി പോകണം, തണുപ്പ് കൂടുതലുണ്ടെന്നൊക്കെ ഒറ്റക്ക് ഇങ്ങനെ ചിന്തിക്കുമല്ലോ സദസ്സിന്റെ ഉള്ളിൽ കുത്തിരുന്നിട്ട്. അതൊക്കെ ഈ കമ്പ്യൂട്ടറിലൂടെ അങ്ങനെ കാണും. 30 കൊല്ലം കൊണ്ട് വിപണിയിലേക്ക് ഇറക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നൊരു കൂട്ടർ. ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിലെ ചില സാലിഹ്യങ്ങൾ പറയുന്നുണ്ട് അത് യന്ത്രം നല്ലതാണ്, പക്ഷെ ഇറക്കാൻ പാടില്ല, കാരണം രഹസ്യങ്ങളൊക്കെ പുറത്തായി പോകും. വേണ്ടാത്തരം കണക്കൂട്ടുന്നതൊക്കെ ഈ സാധനം പുറത്തേക്ക് കൊണ്ടുവരും. എന്നാൽ ആധുനിക മനുഷ്യന്റെ, ദുർബലനായ മനുഷ്യന്റെ, ബുദ്ധി കുറഞ്ഞ മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിൽ ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഖാലിഖായ അല്ലാഹുവിന്റെ, ഇത് കണ്ടുപിടിച്ച തലയുള്ള ശാസ്ത്രജ്ഞന്റെ തലക്ക് അസ്തിത്വം നൽകിയ റബ്ബുൽ ആലമീനായ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആലാക്ക് അതും അതിലപ്പുറം ഉള്ളതൊക്കെ സംവിധാനിക്കാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്യാൻ കഴിയും. നിഷേധികളെ, ധിക്കാരികളെ മിണ്ടാതിരിക്കൂ, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അല്ലാഹു തആല ഉദ്ദേശിച്ചത് അതുപോലെ നടക്കും. അപ്പോൾ ഒരു ഡ്രൈവർ, സായിഖ്, തെളിക്കാൻ വേണ്ടി ഒരാൾ, ഷഹീദ്, അവന്റെ റെക്കോർഡുകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ കൊണ്ടുപോവുകയാണ്. വലിയ കുറ്റവാളികളായ പ്രതികളെ കയ്യിൽ കിട്ടിയിട്ട് ചങ്ങലക്കിട്ട് പിടിച്ചു കൊണ്ടുപോവുക. യൂണിഫോം ഇട്ട ആൾക്കാർ. പക്ഷെ നമ്മളെ പോലീസുകാരെ മാതിരിയൊന്നുമല്ല. കള്ളനോട്ട് കൊണ്ട് പിടിച്ച ഒരു പേരിനെ ബോംബെയിൽ നിന്ന് പിടിച്ചു, മംഗലാപുരത്ത് കൊണ്ടുവന്നു, ഇന്നത്തെ പത്രത്തിലെ സഹിയായ ഹദീസ പിടിച്ചു കൊണ്ടുവന്നു. ഒരു പോലീസുകാരൻ ഉറങ്ങി, ഒരു പോലീസുകാരൻ മൂത്രപ്പുരയിൽ പോയി, 30 പേർക്ക് ചരട് വെച്ചിട്ട് പോയി, ഇപ്പൊ കാണാനില്ല. അയാൾക്ക് വണ്ടിക്കൂലി ഗവൺമെന്റ് കൊടുത്തു നടത്തോ. കേരളക്കാരനാണ്, ബോംബെ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഗവൺമെന്റ്, അയാൾ ഇവിടുന്ന് മുങ്ങി. എന്താ കള്ളനോട്ടിനേക്കാളും വലിയ കള്ളൻ. പക്ഷെ ഇതൊക്കെ നടക്കുമോ മലക്കളെ മുമ്പിൽ അങ്ങനെ വല്ല രക്ഷപ്പെടലും കഴിയോ? കോൺസ്റ്റബിൾമാരെ കൺമുട്ടിക്കാം. അള്ളാഹുവിന്റെ മലക്കുകളെ കണ്ടുമുട്ടിക്കാൻ കഴിയില്ല. കാരണം എന്താ? അവര് കസ്റ്റഡിയിലെടുത്തിട്ട് യൂണിഫോം ധാരികളായി നടക്കണ മുന്നോട്ടെന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അതാ കൊണ്ടുപോകുന്നു. യൗമ യുംഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജാ. കൂട്ടം കൂട്ടമായിട്ടാണ് വരുന്നത്, ഒറ്റക്കൊറ്റക്കല്ല. എല്ലാ കൗമും എല്ലാ ജനതയും അവരുടെ മലക്കുകളാകുന്ന കസ്റ്റഡിയന്മാരുടെ കൂടെ വളരെ ഗൗരവത്തോടുകൂടി നടക്കുകയാണ്. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. രക്തം വറ്റി വരണ്ട് ശരീരം മരവിച്ച് മഞ്ഞളിച്ച് ഒന്നിനും പറ്റാത്ത വിധമാണ് വരിക മുജ്രിമീങ്ങൾ. കുറിച്ച് ഇനിയും ഖുർആൻ പറയുന്ന ഭാഗം വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. രക്തം വറ്റി വരണ്ട് മഞ്ഞളിച്ച് ആകമാനം കാണാൻ കോലല്ലാത്ത രൂപത്തിലാണ് പോകുന്നത്. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യം വബുക്മം വസുമ്മാ. ഖുർആൻ സൂറത്ത് ഇസ്രായേലിൽ പറയുകയാണ്, അന്ത്യനാളിൽ മഹ്ശറിലേക്ക് അവരെ നാം ഒരുമിച്ച് കൂട്ടുന്നത് അലാ വുജൂഹിഹിം, കാലുകുത്തിയിട്ടല്ല നടക്കുന്നത്, മുഖം കുത്തിയിട്ടാണ് നടക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അറിയാതെ പറഞ്ഞു പോകുക സുഹൃത്തെ, മലക്കുകളൊക്കെ ഉണ്ടാകുന്ന സദസ്സ. ആ ബേജാറിന്റെ സമയം എത്തുമെങ്കിലും പഠിച്ചോനെ എന്നെ കാക്കണം എന്ന് കൽബ് തട്ടി പറഞ്ഞാൽ അത് വലിയ സഹായമായിരിക്കും ചിലപ്പോ, ഇൻഷാ അല്ലാഹ്. കാല് കുത്തിയിട്ടല്ല നടക്കുക, മുഖം കുത്തിയിട്ടാ നടക്കുക. ഖുർആൻ പറയുന്നു വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം. മുഖം കുത്തിയിട്ടാണ് നടക്കുക. ഉമ്യൻ വബുക്മം വസുമ്മാ. കണ്ണും കണ്ടൂടെ കാതും കേട്ടൂടെ പൊട്ടന്മാരാണ്, മിണ്ടാനും വയ്യ. ആ രൂപത്തിൽ മുഖം നിലത്ത് കുത്തിയിട്ട് നടക്കും. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അവതരിച്ചപ്പോ സഹാബാക്കൾ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയെ മുഖം കുത്തിയിട്ട് മനുഷ്യൻ നടക്കുക? സാധിക്കോ നബിയെ? 2 കാലുണ്ടായിട്ട് തന്നെ നടക്കാൻ പ്രയാസം, മുഖം കുത്തിയിട്ട് എങ്ങനെ മനുഷ്യന് നടക്കാൻ കഴിയും? അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകണ്ട. അല്ലദീ യുംശീഹിം അലാ അർജുലിഹിം ഖാദിറുൻ യുംശിഹും അലാ വുജൂഹിഹിം. സഹീഹുൽ ബുഖാരിയിൽ കാണാം,
കാലുകൊണ്ട് നടക്കാൻ കഴിവ് കൊടുത്ത അള്ളാഹുവിന് മുഖം കുത്തിയിട്ട് നടത്താനും സാധിക്കും. അതിൽ നിങ്ങളാരും ഇടപെടേണ്ട കാര്യമില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ കണ്ണ് കണ്ടുകൂടാ, കാത് കേട്ടുകൂടാ, പൊട്ടന്മാരാണ്, മുഖം കുത്തിക്കൊണ്ട് ബേജാറിൽ ഇങ്ങനെ നടക്കുക. അങ്ങനെ കണ്ണിന് കാഴ്ചയില്ലാതെ മഹ്ശറിലേക്ക് ഒരു അന്ധത ബാധിച്ച രൂപത്തിൽ കൂരിരുളിൽ ഓർക്കുമ്പോ വമൻ കാന ഫീ ഹാദിഹി അഅമാ ഫഹുവ ഫിൽ ആഖിറതി അഅമാ വഅളല്ലു സബീലാ. ഇവിടെ കണ്ണുവട്ടന്മാരായിട്ട് നടന്നാൽ നാളെ പരലോകത്തും കണ്ണുവട്ടന്മാരായിട്ട് വരുമെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. ഏതാണ് ആ കണ്ണുവട്ടന്മാർ? ശരീരത്തിന് അല്ലാഹു തആല പരീക്ഷണം എന്ന നിലക്ക് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ മുഅ്മിനീങ്ങളല്ല. അവർക്ക് അല്ലാഹു തആല അതിന് പകരം സ്വർഗം കൊടുക്കുന്ന ഹദീസിലുള്ളത്. ക്ഷമിച്ചാൽ, ഈമാനുള്ള മുഅ്മിനീങ്ങളായ കണ്ണുവട്ടന്മാര് ക്ഷമിച്ച് ജീവിച്ചാൽ രണ്ട് കണ്ണിന് പകരം അല്ലാഹു തആല സ്വർഗം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതേത് കണ്ണുവട്ടന്മാരാ? ദുനിയാവിൽ കാണേണ്ടത് കാണാൻ കണ്ണില്ല, കേൾക്കേണ്ടത് കേൾക്കാൻ കാതില്ല, പറയേണ്ടത് പറയാൻ നാവില്ലാത്ത കുറെ പൊട്ടന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്. കാണേണ്ടതൊന്നും അവർ കാണൂല, ഹക്കിന്റെ തെളിവുകൾ അവർ കാണൂല, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ കാണൂല. എന്നിട്ട് ഔലിയാക്കന്മാരെ കളിയാക്കും, കാഫറാണെന്ന് പറയും. മമ്പറത്തെ തങ്ങളിപ്പാ പലപ്പോഴും കുറ്റം പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് ലേഖനം എഴുതും, അങ്ങനെ പ്രസംഗം നടത്തും. കാണേണ്ടത് കാണാൻ കണ്ണില്ലാത്ത കണ്ണുവട്ടന്മാർ നാളെ അല്ലാഹു തആലയുടെ മുമ്പിലെത്തുമ്പം ഫഹുവ ഫിൽ ആഖിറതി അഅമാ. നാളെ ആത്തുലും അവർ കണ്ണുവട്ടന്മാരാണ്. വഅളല്ലു സബീലാ, വഴി തെറ്റിയവരാണ്. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അഅമാ. നാളെ പരലോകത്ത് മഹ്ശറിൽ അന്ധന്മാരായി കണ്ണുവട്ടന്മാരായി അവരെ നാം യാത്രയാക്കും. അപ്പോഴാ മനുഷ്യൻ ചോദിക്കും, റബ്ബി ലിമ ഹശർതനീ അഅമാ വഖദ് കുൻതു ബസീറാ. പടച്ചവനെ, അപ്പോഴാ നല്ല നിലക്ക് റബ്ബി പടച്ചവനെ എന്നൊക്കെ വിളിച്ചു നോക്കുന്നത്. റബ്ബി ലിമ ഹശർതനീ അഅമാ വഖദ് കുൻതു ബസീറാ. അല്ലാഹുവേ പടച്ചവനെ, എന്നെ എന്തിനാണ് നീ അന്ധനായി യാത്രയാക്കിയത്? എനിക്ക് നല്ലപോലെ കാഴ്ചശക്തി മുമ്പുണ്ടായിരുന്നല്ലോ. ദുനിയാവിൽ നല്ല മൂർച്ചയുള്ള കണ്ണായിരുന്നു എനിക്ക് എവിടെ പോയി എന്റെ കണ്ണ് എന്ന് ചോദിക്കുമ്പം അല്ലാഹുവിന്റെ മലക്കുകളുടെ മറുപടി, കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. എടോ, എന്റെ ദീനിന്റെ ആയത്തുകൾ ആലിമീങ്ങൾ പറഞ്ഞു തന്നു, പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നു. അതെല്ലാം നീ കാണാതെ കട്ടു, അതിനെല്ലാം നീ ഒഴിവാക്കി, അതിനെല്ലാം നീ മറന്നുകളഞ്ഞു. അതുകൊണ്ട് ഇന്ന് നിന്റെ കാര്യവും മറന്നുപോയിരിക്കുന്നു. നിന്നെയും പരിഗണിക്കാൻ ഇവിടെ ആളുകളില്ല. അല്ലാഹു തആല ആ മറുപടിയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഇതുവരെ പറഞ്ഞതൊക്കെ ബേജാറ് പിടിച്ച കാര്യ. എന്നാൽ ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദെ ഇടക്കിടക്ക് തണുപ്പുള്ള വർത്താനവും പറയണം. എനിക്ക് ആ മനുഷ്യനോട് സ്നേഹം തോന്നി. ഞാൻ അയാളോട് ദ്വാരക്കാൻ വസിയത്തും ചെയ്തു. കുറച്ച് കൽബ് കുടുങ്ങിയിട്ടാണത്. ഇടക്കിടക്ക് തണുപ്പുള്ള വർത്താനം പറയണം. ലോകമൊക്കെ കുടുങ്ങിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ബേജാറിലെ ചൂടായിപ്പോയി. ആ ചൂട് ഈമാനിന്റെ ചൂടാണ്. ആ ചൂടുള്ള ആളുകളെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വർഗ്ഗത്തിൽ തണുപ്പിക്കും. അല്ലാഹു തആല ആ കൂട്ടത്തിലുള്ള കുറെ മുഅ്മിനീങ്ങളെ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ. എന്നാൽ നമുക്ക് പറയാം, ഇതുവരെ പറഞ്ഞതൊക്കെ കണ്ണും കണ്ടൂടെ കാതും കേട്ടൂടെ മലക്കുകളുടെ അടിയും ചാട്ടവാറും ഒച്ചപ്പാടും ഒക്കെ കൂടിയായി പോകുന്നതിനിടക്ക് സത്യവിശ്വാസികൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പരലോകത്തിലേക്ക് മഹ്ശറിലേക്ക് അല്ലാഹുവിന്റെ വിളിയാളം കേട്ട് പോകുന്ന രംഗം പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ളാഹികത്തും മുസ്തബ്ശിറ. ഒരു വിഭാഗം ആളുകളുടെ മുഖം അന്ന് മിന്നിത്തിളങ്ങുന്ന മുഖമായിരിക്കും, പുഞ്ചിരി തൂങ്ങുന്ന മുഖമായിരിക്കും, സന്തോഷം പൊഴിക്കുന്ന മുഖമായിരിക്കുമെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ലാ യഹ്സനുഹുൽ ഫസഉൽ അക്ബർ. ആ ഭയാനകമായ ബേജാറ് അവരെ ബാധിക്കുകയില്ല. ലാ യഹ്സനുഹുൽ ഫസഉൽ അക്ബർ. ഏറ്റവും വലിയ ബേജാറ് അവർക്ക് ബാധിക്കുകയില്ല. വതതലഖാഹുൽ മലായിക. ഉണ്ടാക്കി വെച്ചവരങ്ങനെയാ. ജിദ്ദയിൽ ഇറങ്ങുമ്പോഴേക്ക് അവിടെ ദീനിയായി ബന്ധമുള്ള സുഹൃത്തുക്കൾ വന്നിട്ട്, ഉസ്താദെ കാറ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, കേറിക്കോളി എന്ന് പറയും. ബോംബെയിൽ ചെറിയൊരു ടെലിഫോൺ കൊടുത്താൽ മതി, ഇന്ന ഫ്ലൈറ്റ് നമ്പർ, ഞാൻ ഇന്ന സമയത്ത് അവിടെ ഇറങ്ങും. അപ്പൊ കാറുമായിട്ട് ആളുകൾ വന്നിട്ട് ഉസ്താദെ വരി കയറി എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും. അവിടെ 10 റുപ്യ കൊടുത്ത ടാക്സി കാറ് കിട്ടും. പക്ഷേ സ്വീകരിക്കാൻ ഒരാൾ വന്നാൽ കിട്ടുന്ന സന്തോഷം എത്ര വലുതാണ്. അതെല്ലാ ലോകത്തും എല്ലാവർക്കും അനുഭവമുള്ളതാ. എന്നാൽ നാളെ മഹ്ശറിൽ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ബേജാറ് പിടിച്ച ആ രംഗത്ത് മലക്കുകൾ വന്നിട്ട് വതതലഖാഹുൽ മലായിക. അല്ലാഹുവിന്റെ വിശുദ്ധാത്മാക്കളായ മലക്കുകൾ അവരെ കാത്തിരുന്ന് സ്വീകരിക്കും. ഹാദാ യൗമുക്കുമുല്ലദീ കുൻതും
തുഅദൂൻ. ഇത് തന്നെയാണ് നിങ്ങളോട് ആ പറഞ്ഞ ദിവസം വരിങ്ങൾ വരി വരി വരി, ഇതന്നെയാണ് നമുക്ക് പറഞ്ഞ സ്ഥലം, ഇങ്ങോട്ട് തന്നെയാണ് നമുക്ക് പോകേണ്ടത്, ഇതാണ് നിങ്ങളോട് പ്രവാചകന്മാർ വഅദ് പറഞ്ഞു തന്ന ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരെ സ്വീകരിക്കും. വഹും മിൻ ഫദഇ യൗമഇദിൻ ആമിനൂൻ. അന്നത്തെ ബേജാറിൽ നിന്ന് അവർ സുരക്ഷിതരായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ആക്കി തരട്ടെ. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ സത്യവിശ്വാസികളെ റഹ്മാനായ അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് വലിയ വലിയ സംഘങ്ങളായി വിരുന്നുകാരായി അതിഥികളായി കൊണ്ടുപോകുന്ന ദിവസം. ആ ദിവസമാണ് പ്രിയപ്പെട്ടവരെ നാം കാത്തിരിക്കുന്ന ദിവസം. എന്താണ് ആ വാചകം? നോക്കി നിങ്ങൾ. മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളെ റഹ്മാനായ റബ്ബ് കാത്തിരിക്കുകയാണ്. ദുനിയാവിൽ ഞാൻ അവരോട് പറഞ്ഞതൊക്കെ അനുസരിച്ചു, അവരെ എതിർത്തവരൊക്കെ അവരെതിർത്തു. അങ്ങനെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് വിഷമിച്ച് മുത്തഖീങ്ങളായി മരിച്ചു. ഇന്നിതാ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. മലക്കുകളാകുന്ന ഉദ്യോഗസ്ഥന്മാർ ബഹുമാനത്തോടുകൂടി കൊണ്ടുപോകുമ്പം കൂട്ടം കൂട്ടമായിട്ടാണ് മുഅ്മിനീങ്ങളുടെ ബാച്ച്. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. അങ്ങനെ കൂട്ടം കൂട്ടമായി ഇങ്ങനെ പോകും. അപ്പോഴോ ആ അവസ്ഥ എന്താണ്? അങ്ങനെ ഒരു ഭാഗം മുഅ്മിനീങ്ങൾ സന്തോഷത്തോടുകൂടി, ഒരു ഭാഗം കുറ്റവാളികൾ ബേജാറോടുകൂടി. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. ശാന്തം ഗംഭീരം, ശാന്തം ഗംഭീരം, എല്ലാം ബേജാറിൽ തന്നെ. സംഗതി മുഅ്മിനീങ്ങളുടെ ബേജാറിനെ പറ്റി ഹദീസിലുണ്ട്. ഒരൊറ്റ കുട്ടിക്കും ഒരൊറ്റ കുട്ടിയെയും ഓർമ്മയില്ലാത്ത സമയമുണ്ട് എന്നാ ഹദീസിൽ. വലിയ മുഅ്മിനീങ്ങൾക്ക് പോലും, വലിയ മുത്തഖീങ്ങൾക്ക് പോലും വേറൊരാളുടെ കാര്യം ഓർമ്മയില്ലാത്ത 3 ഘട്ടം വരാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ അത് നാളെ ആയിരിക്കും വരിക. ഒരാൾക്ക് ഒരാളെ പറ്റി ഓർമ്മ ഉണ്ടാവൂല. അംബിയാ മുർസലുകൾ പോലും ആ സമയത്ത് കുറച്ച് പരുങ്ങും. എന്നാ പിന്നെ നമ്മുടെയൊക്കെ കഥ എന്താണ്? റബ്ബേ അള്ളാഹു നമുക്ക് കനിവ് തരട്ടെ. നമുക്ക് ആകെയുള്ള ഒരൊറ്റ സമാധാനം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അള്ളാഹു തആല നമ്മളെയൊക്കെ നിർത്തി തന്നിട്ടുണ്ട്. അള്ളാഹു ഇതിൽ ഉറപ്പിച്ചു തരട്ടെ. വഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. സാലിഹീങ്ങളായ മഹാത്മാക്കളെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരോടുള്ള സ്നേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ശഫാഅത്തിൽ കരകയറ്റി കിട്ടുമെന്ന് നാം ആശിക്കുന്നു. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇത് ലോകത്തൊരൊറ്റ മോമിനുമില്ല, എല്ലാം മുശ്രിക്കീങ്ങളാന്നും പറഞ്ഞിട്ട് പ്രസംഗിച്ചു നടന്നോ. എന്നാ പിന്നെ അവസാനം നിന്നെ പേറാനും ആളുണ്ടാവൂല, നിന്നെ കൊണ്ടു നടക്കാനും ആളുണ്ടാവൂല. മുഅ്മിനീങ്ങളെ ഗൗരവത്തോടുകൂടി കാണണം. അങ്ങനെ മുഅ്മിനീങ്ങൾ പോകുന്ന സമയം, മുജ്രിമീങ്ങൾ പോകുന്ന സമയം എല്ലാവരും കൂടി അവിടെ എത്തിപ്പെട്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓരോരുത്തരും വരുന്ന രൂപം സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. യുഹ്ശറുൻ നാസു അലാ സലാസ്. 3 ഗ്രൂപ്പായിരിക്കും. ചിലപ്പോ ഓരോ അടിസ്ഥാനത്തിൽ ഓരോ ബേച്ചാക്കി തിരിക്കും. എന്താണ്? റാഗിബീന റാഹിബീൻ. ഒരു കൂട്ടർ അല്ലാഹുവിന്റെ അടുക്കേക്ക് എത്തിക്കിട്ടാൻ വേണ്ടി കൊതിക്കുക. പടച്ചോനെ ഒന്ന് വേഗം അങ്ങോട്ട് എത്തിക്കിട്ടണ്ടീനല്ലോ, അവിടെ എത്തിയിട്ടല്ലേ ഞങ്ങൾക്ക് സ്വർഗം, അവിടെ എത്തിയിട്ടല്ലേ ഞങ്ങളെ കാത്തിരിക്കുന്ന ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇല്ലേ? ഈമാനുള്ള മുഅ്മിനീങ്ങൾ സ്വലാത്ത് ചൊല്ലിയ സുന്നികളൊക്കെ പോകുമ്പോ അങ്ങനെ വിചാരിക്കും, ഒരു ഹദീസ് ഇങ്ങനെ ഓർമ്മ വരും. എന്താ ഹദീസ് എന്നറിയോ? ഞാൻ പോവുകയാണ് കൂട്ടുകാരെ, ഞാൻ പോവുകയാണ് കൂട്ടുകാരെ. അനന്തളിറുക്കും അലൽ ഹൗദ് ഫഇന്ന മൗഇദകുമുൽ ഹൗദ്. ഹൗദുൽ കൗസറിന്റെ ബക്കത്ത് ഞാൻ കോപ്പയും കയ്യും പിടിച്ച് നിങ്ങളങ്ങനെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് നേരത്തെ പോയ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു വസല്ലം അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു വസല്ലം അലൈക യാ ഖുറത അയ്യുനിനാ യാ ഹബീബല്ലാഹ്. ആ ഹൗദുൽ കൗസറിന്റെ തീരത്ത് കോപ്പയും പിടിച്ച് കാത്തിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്കൊന്ന് എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു പടച്ചോനെ എന്ന് ആലോചിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷത്തോടുകൂടി പോകും. മറ്റൊരു കൂട്ടർ റാഹിബീന. ഉത്തരം പറയണല്ലോ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതം പാഴായിപ്പോയല്ലോ പടച്ചവനെ. എങ്ങനെയാണ് അള്ളാഹുവിനെ അഭിമുഖീകരിക്കുക? കുറ്റവാളികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലായിരിക്കും ഒരു കൂട്ടർ പോവുക. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, വാഹനം ഉണ്ടാവും അവിടെ. വാഹനം വേണ്ടവർക്ക് വാഹനം. പക്ഷെ അത് പല അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട്. ഉളഹിയ്യത്ത് ബലിയാണ്, ഉളഹിയ്യത്ത് അറുക്കുന്ന മൃഗങ്ങൾ അല്ലാഹു തആല ആ മുഅ്മിനീങ്ങൾക്ക് യാത്രാ വാഹനമായി മഹ്ശറിൽ കൊടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതല്ലാത്ത വാഹനങ്ങളും ആവശ്യമുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തരപ്പെടുത്തി കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. ഇസ്നാനി അലാ ബഈരിൻ, ചിലപ്പോൾ 2 ആളുകൾ ഒറ്റ വാഹനത്തില്, വസലാസത്തുൻ അലാ ബഈരിൻ, 3 ആളുകൾ ഒരു വാഹനത്തില്, വഅർബഅത്തുൻ അലാ ബഈരിൻ, 4 ആളുകൾ ഒരു വാഹനത്തിൽ,
വാഹനത്തില്, വഅശ്റത്തുൻ അലാ ബഈരിൻ 10 ആളുകൾ ഒരു വാഹനത്തില്. അങ്ങനെ ഓരോരുത്തരുടെയും ദറജക്കനുസരിച്ചുള്ള വാഹനം അല്ലാഹു തആല ഏർപ്പാട് ചെയ്യും. എന്നാൽ ഒരു കൂട്ടരെ കൊണ്ടുവന്ന വാഹനം ഏതാണെന്നറിയോ? വതുശ്ശറു ബഖിയത്തുഹുമുൻ നാർ. തമ്മാടികളായ ആളുകൾ എത്ര തെളിച്ചാലും മുന്നോട്ടങ്ങോട്ട് പോകൂല, പോകാൻ അവർക്ക് പേടിയാണ്. അങ്ങനെ പുറകോട്ടടിക്കുന്ന ആൾക്കാരെ ഓരോരുത്തരുടെയും കസ്റ്റേഡിയന്മാരായ മലക്കുകൾ തെളിച്ചു കൊണ്ടുപോകുമ്പോ ഒരു അഗ്നി പുറകുന്നൊരു തീ ഇങ്ങോട്ട് വരും. പിന്നാമ്പുറത്തുനിന്ന് അഗ്നിനാളം വന്നിട്ട് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ചെന്ന് തീ അവിടെ നിൽക്കും, എവിടെയാണോ പോകുന്നത് അവിടേക്കൊക്കെ തീ ഇങ്ങനെ പോകും. അങ്ങനെ പുറകിൽ നിന്ന് അഗ്നിനാളങ്ങൾ, കത്തിജ്വലിക്കുന്ന അഗ്നിനാളങ്ങൾ മഹ്ശറിലേക്ക് നയിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. തുണി ഉടുക്കാതെ പോകുന്നവരുണ്ട്, തുണി ഉടുത്തിട്ട് പോകുന്നവരുണ്ട്, മലായിക്കത്തുകൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഒരു കൂട്ടരെ മലക്കുകൾ മുഖം കുത്തി കിടത്തിയിട്ട് വലിച്ചു കൊണ്ടുപോകും, വേറെ ഒരു കൂട്ടരെ അഗ്നിനാളങ്ങൾ തള്ളി കൊണ്ടുപോകും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഓരോരുത്തരും ഓരോരുത്തരുടെയും ഈമാനിന്റെ അവസ്ഥക്കനുസരിച്ച് പോകുമെന്നർത്ഥം. അങ്ങനെ ഓരോരുത്തരും പോകുമ്പം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നബി അത് ഞങ്ങൾക്ക് മനസ്സിലാകണില്ല, എങ്ങനെയാണ് ഈ പിടിച്ചു വലിച്ച് മുഖം കുത്തിയൊക്കെ നടക്കുക? അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു കൊടുത്തു, ഇന്നല്ലദീ യംശാഹും അലാ അഖ്ദാമിഹിം ഖാദിറുൻ അലാ യംശിഹും അലാ വുജൂഹിഹിം അമാ അന്നഹും യഖഫൂന ബിവജ്ഹിഹിം കുല്ല ഹദബിൻ വശൗകിൻ. എല്ലാം മുള്ളും കല്ലും ചവിട്ടി തേച്ച് മുഖം കുത്തിയിട്ട് ഇങ്ങനെ ലഭ്യരായി പോകേണ്ടി വരും അവര്. അങ്ങനെ നടത്താൻ അല്ലാഹു തആലാക്ക് കഴിവുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ മഹ്ശറിലേക്ക് അങ്ങ് പോയാൽ എത്ര കാലം കാത്തിരിക്കണം? അങ്ങനെ അവിടെ എത്തിയിട്ട് വിചാരണ നടന്നു കിട്ടിയാൽ തിരക്കടില്ലായിരുന്നു. എവിടുന്ന് തുടങ്ങും? നഫ്ഖിന്റെ സമയത്ത് തന്നെ ബേജാറ് പിടിച്ചിട്ട് പറയും, പടച്ചോനെ സ്വർഗ്ഗെങ്കിൽ സ്വർഗം, നരകെങ്കിൽ നരകം കിട്ടിയാൽ മതിയായിരുന്നേന്. ആ ബേജാറ് തുടങ്ങുന്നു. പക്ഷേ കുറച്ചു സമയം പൂട്ടും, കുറച്ചു സമയം അവിടെ എത്തിച്ച് കളിപ്പിക്കും. ഹദീസിലുള്ളത് എന്താണ്? യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ നാസിർ. ഞെരുക്കം പിടിച്ച വിഷമാണെന്ന് പറഞ്ഞിട്ട് കാഫിരീങ്ങളായ ആളുകൾ വിഷമിച്ച് ഹുഫാത്തൻ ഉർലൻ ഉർലാ, തുണിയൊടുക്കാതെ പാർക്കം പോലും കഴിക്കാതെ, കമാ ഖലഖനാകും അവ്വല മർറ, നിങ്ങളെ ഏത് വിധത്തിലായിരുന്നോ ആദ്യം പടച്ചുണ്ടാക്കിയത് അതേ രൂപത്തിൽ നിങ്ങൾ വരും. അങ്ങനെ വന്നാൽ ഹദീസ് പറയുന്നു, സുമ്മ തഖിഫൂന മൗഖിഫൻ വാഹിദാ, എല്ലാവരും കൂടി ഒറ്റ കേന്ദ്രത്തിൽ വന്ന് നിൽക്കും. മിഖ്ദാറ 70 ആമാ, 70 കൊല്ലത്തിന്റെ കണക്ക്. ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ഒരു വർഷം കഅൽഫി സനത്തിൻ, ഒരു ദിവസം 1000 വർഷത്തിന് തുല്യമാണ്. അങ്ങനെയുള്ള 70 വർഷം, 40 വർഷം അവിടെ കാത്തിരിക്കും. ലാ യൻദുറു ഇലൈക്കും, അല്ലാഹു തആല ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല എന്ന് പറഞ്ഞാൽ അവരെ നിരീക്ഷിക്കൂല എന്നല്ല, അവരുടെ കേസ് എടുക്കൂല, അവരെ വിചാരണയ്ക്ക് വേണ്ടി എടുക്കൂല, അവരെ രക്ഷപ്പെടുത്താനായാലും ശരി, അവരെ സ്വർഗത്തിലേക്കാക്കാനായാലും നരകത്തിലേക്കാക്കാനായാലും അവരുടെ കേസ് ഫയല് തൊട്ട് നോക്കൂല. വലാ യഖ്ലാ ബൈനക്കും, വിധിയും നടക്കൂല. ഫത്തബുക്കൂൻ, റസൂലുള്ളാഹി പറയുകയാണ്, കരച്ചിലാണ്. വർഷങ്ങളോളം അവിടെ കഴിഞ്ഞിട്ട് എവിടേക്കെങ്കിലും ഒന്ന് നീങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. നമ്മളുണ്ടല്ലോ ചിലപ്പോഴൊക്കെ തിരക്ക് വല്ലാതെ കൂടുമ്പോൾ പറയലുണ്ട്, ഇവിടെ നിന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതിയേനി, സംഗതി ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. എന്നാൽ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം അവിടെ കിടന്ന് നരകിക്കുമ്പോ കണ്ണീർ കണങ്ങൾ വറ്റി മാറുന്നത് വരെ നിങ്ങൾ കരഞ്ഞ് വിഷമിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ആ മഹ്ശറിന്റെ ഭയാനകത നിങ്ങളൊന്ന് ഭാവന ചെയ്തു നോക്കുക. നമുക്ക് ഭാവന ചെയ്യാൻ കഴിയില്ലട്ടോ, നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുന്ന ദുനിയാവല്ല. നമുക്ക് ഏറി വന്ന അറഫ മരുഭൂമിന്നാ പെട്ടെന്ന് പറയല്. ആളുകൾ ഒരുമിച്ച് കൂടിയ വലിയ സദസ്സ് പറഞ്ഞാൽ അറഫ മരുഭൂമി. ഇപ്പൊ അറബികളൊക്കെ ചിലര് പറയും അത് കഴിഞ്ഞതിന് ശേഷം മർക്കസ് സമ്മേളനത്തിന്റെ വലിയ സദസ്സ്. ഇതൊക്കെ കണ്ടിട്ട് ഞമ്മക്ക് ഭാവന ഇതൊക്കെ ഉള്ളത് ഈ കാണുന്ന ജനങ്ങളെ പോലെ. ഇതാണോ കോടാനുകോടി മനുഷ്യന്മാർ ആദം മുതൽ തൊട്ട് അവസാനം വരെയുള്ള പടപ്പുകൾ അവരവരുടെ ഹാലും വിധിയുമായിട്ട് വന്നു നിൽക്കുന്ന മഹ്ശറിന്റെ അവസ്ഥ ഭൗതികമായ തല കൊണ്ട് ചിന്തിച്ചാൽ പിടുത്തം കിട്ടൂല. ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മഹ്ശറിലേക്ക് അങ്ങോട്ടുള്ള തുടക്കത്തിൽ തന്നെ ഓരോ മനുഷ്യന്മാർക്കും തോന്നും, ഖാലിഖായ മലിക്കുൽ ജബ്ബാർ അല്ലാഹു എന്നെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പഠിച്ചവനെ എന്തൊരുക്കാ ബേജാറ്. എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെ തോന്നും, എന്നെ തന്നെയാണല്ലോ.
എന്റെ നടത്തവും നോട്ടവും ഇരുത്തവും തന്നെയാണല്ലോ പടച്ചോനെ അള്ളാഹു ശ്രദ്ധിക്കുന്നത്. ഞാനാണല്ലോ വല്ലാത്ത കുറ്റവാളി. ഗൗരവത്തോടുകൂടിയുള്ള അള്ളാഹുവിന്റെ നോട്ടം എന്റെ ഭാഗത്തേക്കാണ് എന്ന് ഓരോ പടപ്പുകൾക്കും തോന്നുന്ന അവസ്ഥ ഉണ്ടാകുമെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ആ ബേജാറ് പിടിച്ച അവസ്ഥ സുബ്ഹാനല്ലാഹ്, അവിടെ അള്ളാഹുവിന്റെ സന്തോഷത്തോടുകൂടെയുള്ള പ്രതികരണം അത് കിട്ടുന്നവരിൽ പെട്ടുകിട്ടിയാൽ രക്ഷപ്പെട്ടു. അവർക്കും സന്തോഷം തന്നെയാണ്. മൂമിനായ മനുഷ്യനാണ്, അവന് തോന്നുന്നത് അള്ളാഹു തആല എന്നെ തന്നെയാണ് ഛർദ്ദിക്കുന്നത്, ഞാനിങ്ങോട്ട് വരുന്നതിൽ എന്നോട് തന്നെയാണ് സന്തോഷത്തോടുകൂടിയുള്ള പ്രതികരണം എന്ന് തോന്നിയാൽ മൂമിനീങ്ങൾക്ക് സന്തോഷവും ഉണ്ടാകും. അങ്ങനെ മലക്കുകൾ കൊണ്ടുവന്ന് മഹ്ശറിൽ കൊണ്ട് വെക്കുകയാണ്. എങ്ങനെയാ കൊണ്ടുവെക്കുക? അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകുന്നില്ല. കുറെ കാലം അവന്റെ കൂടെ നടന്ന് എത്തിയത് മലക്കുകളൊക്കെ കൂടി അവിടെ എത്തി. ഇനി പണ്ടാരടക്കം എനിക്ക് ഇവിടെ എവിടെ നിന്നോ അങ്ങനെ ഇട്ടിട്ട് മലക്കുകൾ പോയാൽ പിന്നെ അവിടുന്ന് മുങ്ങൂലേ? മുങ്ങാൻ പറ്റുമോ? വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. അവന്റെ കസ്റ്റേഡിയനായ മലക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിലെത്തുമ്പം പറയും, ഇതാ ഞാൻ പിടിച്ചുകൊണ്ടിരുന്നിരിക്കുന്നു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആളെ. ഹാദാ മാ ലദയ്യ അതീദ് അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് അല്ലദീ ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖറ ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്. എന്തൊരു ഗൗരവപ്പെട്ട ഭാഗങ്ങളാണ് സൂറത്തു ഖാഫ്. അള്ളാഹു പറയുകയാണ്, മലക്കുകൾ വന്നുകൊണ്ട് പറയും, ഇതാണ് എന്നെ ഏൽപ്പിച്ച മുതല്. ഞാനിതാ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാവിധ രേഖകളും ഫയലുകളും കടലാസുകളും തെളിവുകളും സാക്ഷികളും സാക്ഷ്യപത്രങ്ങളും എല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ടോ ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതി റഹ്മാനി അബ്ദാ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദാ. സൂറത്ത് മറിയമിന്റെ അവസാനം കാണാം, ആകാശഭൂമികളിലുള്ള സർവചരാചരങ്ങളും ആളുകളും മനുഷ്യന്മാരും ജീവികളും ഇല്ലാ ആതി റഹ്മാനി അബ്ദാ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകളായിട്ട് ഒരുമിച്ച് കൂടും. അങ്ങനെ അള്ളല്ല എന്ന് പറഞ്ഞവനും പറയും ഞാൻ അള്ളാന്റെ അടിമയാണ്. അങ്ങനെ അടിമകളായി ഒരുമിച്ച് കൂടും. ലഖദ് അഹ്സാഹും, അവരെ വളരെ വ്യക്തമായ കണക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. വഅദ്ദഹും അദ്ദാ, വ്യക്തമായ കണക്കെടുപ്പുകൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ മിടിപ്പുകൾ പോലും കണക്കാക്കിയിട്ടുണ്ട്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ ആരും സഹായിക്കാനോ തിരിഞ്ഞു നോക്കാനോ ഇല്ല എന്ന അർത്ഥത്തിൽ എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ്. എല്ലാവരും കൂടി തിങ്ങിക്കൂടുന്ന സ്ഥലം എന്ന നിലക്ക് കൂട്ടം കൂട്ടമായിട്ടാണ് വരുന്നത്. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ ഖഹാറായ അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്ന മൈതാനത്തിൽ എല്ലാവരും നിൽക്കുന്നു. ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും മിൻ ശൈ, ഒന്നും വിട്ടുപോവുകയില്ല. അവരുടെ ഉള്ളും പുറവും അള്ളാഹുവിന് അറിയും. അങ്ങനെ വിചാരണക്ക് വേണ്ടിയുള്ള ഒരുക്കം തുടങ്ങുകയാണ്. ഹിസാബ്, അതിലേക്കുള്ള ഒരുക്കം. എങ്ങനെയാ ഒരുക്കം? അത് ചോദിച്ചാൽ പോരാ, അങ്ങനെ ചോദിച്ചാലൊന്നും പറ്റൂല. എടാ ഈ വെള്ളുടിച്ചില്ലേ, ഈ നിസ്കരിച്ചിട്ടില്ലേ? ഇല്ല, എന്നാ പോയിക്കോ നരകത്തേക്ക്. അങ്ങനൊന്നും കഴിച്ചു കിട്ടൂലതേ. ഇതങ്ങനെ കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ പണ്ടാരടക്കാൻ തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു, നരകെങ്കിലും നരകം എന്ന് കാഫിരീങ്ങൾ ഇങ്ങനെ പറയും. പക്ഷേ അങ്ങനെ തീരൂല. അതൊക്കെ ആ മട്ടത്തിന് എന്നെ ചോദിക്കണ്ടോണം ചോദിക്കും. അതിന് സമയത്ത് ആവശ്യമുണ്ടെങ്കിലും അതൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലാഹു തആലക്ക് അറിയാം. ഹിസാബൻ യസീറ, ഇൻഷാ അല്ലാഹ് വിചാരണ നമുക്ക് വിശദമായി തന്നെ പറയാനുണ്ട്. അവിടെയൊക്കെ നമുക്ക് പലതും പഠിക്കാനും ഈമാൻ വർദ്ധിപ്പിക്കാനും കഴിയും. പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലായി പറയുന്നുണ്ട്, വഹശർനാഹും ഫലം നുഗാദിറു മിൻഹും അഹദാ, എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു, ഒരൊറ്റ കുട്ടിയും ഒഴിവായി പോകുന്നില്ല. അങ്ങനെ എല്ലാ മനുഷ്യന്മാര് മാത്രമായാൽ മതിയോ? പോരാ, ജിന്നുകളും വരണം. വയൗമ നഹ്ശുറുഹും ജമീഅൻ യാ മഅ്ശറൽ ജിന്ന്, ജിന്നുകളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ജിന്നുകളെയും വിളിച്ചു കൂട്ടുന്നു. അവരും വന്നിരിക്കുന്നു. പോരാ, ശൈത്താന്മാരും വരണം. ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാതീന ثم لنحضرنهم حول جهنم جثيا. ശൈത്താന്മാരും ജിന്നുകളും മനുഷ്യന്മാരും പോരാ, നമ്മൾ അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. വിഗ്രഹങ്ങൾ, പ്രതിമകൾ, പ്രതിഷ്ഠകൾ, ബുദ്ധുകൾ, സുവാഴുകൾ, ലാത്തകൾ, എന്തൊക്കെ കരിങ്കല്ലുകൾ, കരിമൂർഖന്മാർ, അതിനെ മുഴുവൻ അവിടെ കൊണ്ടുവരണം. അപ്പോഴേ വിചാരണ ശരിയാവുള്ളൂ. കോടതിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകണില്ലേ? കോടതിയിലേക്ക് എല്ലാ തൊണ്ടി സാധനങ്ങളും കൊണ്ടുപോകാറില്ലേ അള്ളാഹുവിന്റെ കോടതിയിൽ? അള്ളാഹുവിനെ കൂടാതെ
മറ്റ് വിഗ്രഹങ്ങൾക്ക് ഇലാഹുകളായി കൊണ്ടു നടന്ന് പൊക്കിപ്പിടിച്ച് ആരാധിച്ചിട്ടുള്ള എല്ലാ പ്രതിമകളെയും പ്രതിഷ്ഠകളെയും അവിടെ കൊണ്ടുവെക്കുന്നു. അതും പോരാ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയ മലക്കുകളെയും കൊണ്ടുവരണം അവിടെ തന്നെ. മലക്കുകളെയും അവിടെ രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് മാത്രം പോരാ, ഇനി അവരെ പറ്റി വിചാരണ ചെയ്യാനുള്ള ആയുധങ്ങൾ വേണം. അതെന്താണ്? അവരുടെ റെക്കോർഡ് പുസ്തകങ്ങൾ, അവരുടെ നന്മത്തിന്മയെ കേന്ദ്രീകരിച്ച് ക്രോഡീകരിച്ച കിതാബും റെക്കോർഡുകളും അവിടെ മുമ്പിൽ വെച്ചു. പോരാ, സാക്ഷികൾ വേണം. നബിമാരെയും കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ നബിമാരും രംഗത്ത് വന്നിരിക്കുന്നു. അവരവരുടെ അനുയായികളുടെ കാര്യത്തിൽ ചോദ്യം വരുമ്പം പ്രവാചകന്മാര് മറുപടി പറയണം. മുർസലീങ്ങളോടും ചോദിക്കും, നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്തോ? അങ്ങനെ നബിമാരൊരു ഭാഗത്ത്, മലക്കുകൾ ഒരു ഭാഗത്ത്, റെക്കോർഡുകൾ രംഗത്ത്, ജിന്നുകള്, ശൈത്താന്മാര്, മനുഷ്യന്മാര് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. സർവസാക്ഷികളും കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ കള്ളു കുടിച്ച കുപ്പി അവിടെ സ്ഥലത്തെത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വ്യഭിചരിച്ചത് എന്തെല്ലാം തെമ്മാടിത്തരങ്ങളിൽ ബന്ധപ്പെട്ടതുണ്ടോ അതിന്റെ സാക്ഷി സാധനങ്ങൾ കൊണ്ടിയടക്കം അവിടെ കൊണ്ടുവരും. ഭൂമി ഏറ്റവും വലിയ റെക്കോർഡിംഗ് മെഷീൻ ഭൂമിയാണ്. ഖുർആൻ പറയുന്നുണ്ട്, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അന്നത്തെ ദിവസം ഭൂമിയുടെ കഥ പറയാൻ തുടങ്ങും. ബിഅന്ന റബ്ബക ഉഹാലഹാ. അല്ലാഹു തആല അതിന് വിവരം നൽകിയിട്ടുണ്ട്. ഭൂമിയുടെ കഥ പറയും. എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അത്തദറൂന മാ അഖ്ബാറുഹാ. ഭൂമിയുടെ കഥ പറയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം. റസൂലുള്ളാഹി പറഞ്ഞു, ഭൂമിയുടെ കഥകൾ പറയും എന്ന് പറഞ്ഞാൽ അൻതഷ്ഹദ അലാ കുല്ലി അബ്ദിൻ ഔ അമത്തിൻ ബിമാ അമില അലാ വഹ്രിഹാ. ഭൂമുഖത്ത് വെച്ച് എന്താണോ ചെയ്തത് ഏതൊരാണും പെണ്ണും ആ കഥ വെട്ടിത്തുറന്ന് ഭൂമി പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് സാലിഹായ അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭൂമി പറയും. ഇൻഷാ അല്ലാഹ് റഷീദ് നഗറിൽ 10 ദിവസം റമദാനിലെ ക്ഷീണം വകവെക്കാതെ മുഅ്മിനീങ്ങളായ നമ്മൾ ആഖിറത്തിനെ പറ്റി പറയാൻ ഒരുമിച്ച് കൂടിയ ഈ സദ്കർമ്മം, ഈ മണൽത്തരികൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കുമാറാകട്ടെ. അതിൽ സന്തോഷിക്കുക. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ പറയുന്നത്, നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സുന്നത്ത് നിസ്കരിക്കാൻ വേറൊരു സ്ഥലത്തേക്ക് ഇരിക്കും, പിന്നെ 2 റക്അത്തിന് വേറൊരു സ്ഥലത്തേക്ക്. അതെന്തിനാണ്? ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കണം. എങ്കിൽ ഈ സദസ്സിലുള്ളവരൊക്കെ തീരുമാനിക്കുക, കഅബ ശരീഫിന്റെ മുറ്റം എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ ഞാൻ സന്ദർഭമുണ്ടാക്കിയിട്ടുണ്ടോ? സാമ്പത്തികമായി കഴിവുള്ളവർ എത്രയും പെട്ടെന്ന് അവരവരുടെ കഴിവ് ഉപയോഗിച്ച് കഅബ ശരീഫും റൗള ശരീഫും മക്കായും മദീനയും ഒക്കെ എനിക്കനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അവിടെ വരണം. അതിനുള്ള അനുകൂലമായ അവസ്ഥ അല്ലാഹു നമുക്കൊക്കെ വേഗം നൽകുമാറാകട്ടെ. അങ്ങനെ നമ്മൾ നിസ്കരിച്ച പള്ളികൾ, നമ്മൾ ദിക്ർ ചെല്ലാൻ ഒരു റൂമിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ റൂം, നമ്മൾ ദിക്ർ ചെല്ലാൻ ഒരു കാറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ കാറ്, അതൊക്കെ നമുക്ക് വേണ്ടി സാക്ഷികളായി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുകയാണ്, ഭൂമി പറയും, ഇന്നാലിന്ന അടിമ, ഇന്നാലിന്നവന്റെ മകൻ, ഇന്നാലിന്ന മനുഷ്യൻ, ഇന്നാലിന്ന ദിവസം, ഇന്നാലിന്ന സമയം എന്റെ മുഖത്ത് വെച്ച് ഇന്നാലിന്ന കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയും. വദാലിക അഖ്ബാറുഹാ. അതാണ് ഭൂമിക്ക് പറയാനുള്ള വർത്തമാനം. റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞു, തഹഫളൂ മിനൽ അർളി ഫഇന്നഹാ ഉമ്മുക്കും. ഭൂമിയെ കരുതണം. ആരും കാണുന്നില്ല എന്ന് പറയുന്നത് മലന്റെ മുകളിൽ പോയിട്ട് കള്ളു കുടിക്കണ്ട. പരിചയമുള്ളവരാരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടങ്ങാടിയിലേക്ക് പോകണ്ട. പരിചയമില്ലാത്തോടത്തേക്ക് പോവുക. ഭൂമിയെ നിങ്ങൾ കരുതണം. അത് നിങ്ങളുടെ അമ്മയാണ്, അത് നിങ്ങളുടെ ഉമ്മയാണ്. കാരണം എന്താ? ഭൂമിയുടെ മുഖത്ത് വെച്ച് ആര് എന്ത് ചെയ്തോ ഖൈറൻ ഔ ശർറൻ ഇല്ലാ വഹിയ മുഖ്ദിറത്തുൻ, നല്ല പോലെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഭൂമി. ആ ഭൂമി അതതുപോലെ പറയും. അപ്പൊ വഷളായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയെ കരുതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ല, ഭൂമിയുടെ കഥ റെക്കോർഡിംഗ് മാത്രമല്ല, മനസ്സിന്റെ ഉള്ളിലുള്ള വിചാരങ്ങളെ പോലും ചർച്ചക്കെടുക്കുന്ന ദിവസമാണ് വഹസ്സുല മാ ഫിസ് സുദൂർ. മനസ്സിന്റെ ഉള്ളിലുള്ള ഹൃദയ വികാരങ്ങൾ പോലും പുറത്തു കൊണ്ടുവരുന്നു. യൗമ തുബ്ലസ് സറായിർ, പരലോകത്തിന്റെ ഒരു പേരാണ് യൗമ തുബ്ലസ് സറായിർ. രഹസ്യങ്ങളെ മുഴുവൻ വിലയിരുത്തപ്പെടുന്ന ദിവസം, അതിനെ മുഴുവൻ പരിശോധിക്കപ്പെടുന്ന ദിവസം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹ്ശറിലേക്ക് പോകുന്ന സമയത്ത് കട്ടതും കമർന്നതും എല്ലാം അവന്റെ കൂടെയുണ്ട്. അവന്റെ തെമ്മാഴിത്തങ്ങളൊക്കെ അവൻ ഏറ്റണം. അതിന്റെ കൂടെയാണ് മലക്കുകളുടെ ചാട്ടവാർ അടിയും തെളിക്കലും അഗ്നിനാളത്തിന്റെ തള്ളും. ഇതൊക്കെ കൂടിയായി നടക്കാൻ കഴിയാതിരിക്കുമ്പോൾ വീണ്ടും ശിക്ഷ. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറയുന്നു, ഓരോരുത്തരും
ഓരോരുത്തർക്കും ഓരോ കൊടി കൊടുക്കും, വഞ്ചനന്റെ അടയാളം. ദുനിയാവിൽ അവൻ ചതി ചെയ്തതും വഞ്ചന ചെയ്തതും അഴിമതി ചെയ്തതും തെമ്മാടുത്തം ചെയ്തതും അതിന്റെ അടയാളം കാണിക്കുമാറുള്ള കൊടി, ഏറ്റവും കൊടിയ വഞ്ചകന് വലിയ കൊടി കൊടുക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ പ്രമാണത്തിന്റെ കൊടി. സുബ്ഹാനല്ലാഹ്, മഗ്രിബ് നിസ്കാരത്തെ ഖളാക്കി ഭൗതിക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പള്ളിന്റെ മുമ്പ് കൂടെ സിന്ദാബാദും വിളിച്ച് കൊടി പിടിച്ച് നടക്കുന്ന സുഹൃത്തുക്കളെ, ഒരു ദിവസം നമുക്ക് വേറെ ഒരു കൊടി വരും നമ്മളെ കരടിയിൽ, നമ്മുടെ ചന്തിന്റെ മുകളിൽ കൂടെ മുകളിലേക്ക് പൊന്തിയിട്ട് നമ്മുടെ തെമ്മാടിത്തരത്തിന്റെ വലിപ്പം കണ്ടിട്ടുള്ള അപമാനത്തിന്റെ കൊടി. ആ കൊടിയാണോ നമുക്ക് വേണ്ടത്? അതല്ല. അവിടെ ഈമാനോടുകൂടി മലക്കുകളുടെ സ്വീകരണമേറ്റ് പോകണോ? എങ്കിലും നിസ്കാരം ഛർദ്ദിച്ചോ, ദുനിയാവിന്റെ കാര്യങ്ങളിൽപ്പെട്ട് ഉഴലുന്നത് കരുതിക്കോ, അതൊക്കെ അവരവരുടെ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ ഭീകരമായ രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താണ് ആ ഭീകരത? വഇദൽ ജന്നത്തു ഉസ്ലിഫത്. സ്വർഗം ഇനി പടച്ചിട്ട് വേണോ? വേണ്ട. അപ്പോഴേക്ക് സ്വർഗമതാ. വഇദൽ ജന്നത്തു ഉസ്ലിഫത്. സ്വർഗം അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുകയാണ്. എനിക്കുള്ളത് ഇങ്ങോട്ട് വരട്ടെ പടച്ചോനെ, ഞാൻ കാത്തിരിക്കുന്ന കാലങ്ങൾ കുറെയായി, എനിക്ക് എന്റെ മോമിനീങ്ങളെ കിട്ടണം എന്ന് പറഞ്ഞ് കവാടങ്ങൾ തുറക്കപ്പെട്ട് കമനീയമായ സ്വർഗാരാമങ്ങൾ കാത്തു ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് പറഞ്ഞുണ്ട് കുറെ ദൂരം ഉണ്ടാവും. എത്ര ദൂരം ഉണ്ടായാലും അതൊക്കെ കാണേണ്ടവർക്ക് കാണാനുള്ള കണ്ണ് അല്ലാഹു തആല കൊടുക്കും എന്നർത്ഥം. അതല്ലോ മനസ്സിലാക്കണം. എന്നല്ലാതെ 10 കോടി ജനങ്ങൾ 1000 കോടി ജനങ്ങൾ ഒന്നിച്ചിരുന്നാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് എവിടെങ്കിലും ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നരകമുണ്ടെങ്കിൽ കാണുമോ? അതൊക്കെ കാണാനാണ് അള്ളാഹു നേരത്തെ തന്നെ റിപ്പയർ ചെയ്തത്. ഭൂമിയിൽ നിനക്ക് എല്ലാം കാണാൻ കഴിയാത്തത് നിന്റെ കണ്ണിന് പ്രത്യേകമായ ഒരു കഴിവേ കൊടുത്തിട്ടുള്ളൂ. അതിലപ്പുറമുള്ള കഴിവ് കൊടുക്കാൻ നിന്റെ തിരശീലകളൊക്കെ നാം മാറ്റും. അപ്പോഴെല്ലാം കാണും. വഇദൽ ജന്നത്തു ഉസ്ലിഫത്. സ്വർഗം റെഡിയായി വന്നു നിൽക്കുന്നു. മറുഭാഗത്ത് നരകം. വജീഅ യൗമഇദിൻ ബിജഹന്നം. ജഹന്നമിന്റെ വിവരം പറയുമ്പോഴേക്ക് ബേജാറാകേണ്ട വിഷയമല്ലേ? നോക്ക് ഖുർആനിന്റെ ആ ശൈലി. വജീഅ യൗമഇദിൻ ബിജഹന്നം. അന്നത്തെ ദിവസം ജഹന്നം എന്ന നരകത്തെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നു. യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു അന്നാ ലഹുൽ ദിക്റാ. അന്ന് ധിക്കാരികളായ തെമ്മാടികളായ മനുഷ്യന്മാര് പറയും, നന്നായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, നിസ്കരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, നോമ്പ് നോറ്റിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അങ്ങനെ പറഞ്ഞിട്ടെന്ത് കാര്യം? അന്നാല ഹുദ്ദിക്ര, ഇനി വല്ലതും ഫലം ചെയ്യുമോ? അങ്ങനെ വജീഅ യൗമഇദിൻ ബിജഹന്നം. ഒരു ഭാഗത്ത് ജഹന്നം രംഗത്ത് വന്നു നിൽക്കുന്നു, മറുഭാഗത്ത് സ്വർഗം വന്നു നിൽക്കുന്നു. അങ്ങനെ എല്ലാവരെയും ആളുകളെയൊക്കെ റെഡിക്ക് നിർത്തി, സാക്ഷികളെയൊക്കെ നിർത്തി, മലക്കുകളെയൊക്കെ നിർത്തി, എല്ലാം കാത്തിരിക്കുന്ന മണിക്കൂറുകളല്ല, ദിവസങ്ങളല്ല, കൊല്ലങ്ങളല്ല, നൂറ്റാണ്ടുകൾ എല്ലാം റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിലുണ്ടൊരു ബേജാറ്. അല്ലാഹുവിന്റെ റസൂൽ ആ രംഗത്തെ കുറിച്ച് പറയാണ്. യുതാ ബിജഹന്നമ യൗമഇദിൻ. അന്ന് ജഹന്നം എന്ന നരകത്തെ മഹ്ശറിലുള്ള ആളുകളുടെ ദൃഷ്ടിയിൽ പെടാൻ വേണ്ടി കുറച്ചിങ്ങോട്ട് അടുപ്പിച്ചു വെക്കും. ലഹാ 70,000 സിമാം. 70,000 വട്ടക്കണ്ണികൾ ഉണ്ടാകും. മയക്കുല്ലി സമാമിൻ 70,000 മലക്ക്. ഓരോ വട്ടക്കണ്ണികളെയും 70,000 മലക്കുകൾ വലിച്ചു കൊണ്ടുവരുമെന്ന് സഹീഹ് മുസ്ലിമിൽ കാണാം. അങ്ങനെ എല്ലാം ഗംഭീരമാക്കുകയാണ്. ആ മഹ്ശറിന്റെ വിചാരണ അല്ലാഹുവിന്റെ പ്രതാപത്തിനനുസരിച്ചുള്ളതാക്കുകയാണ്. അവിടെ ചോദിക്കുമ്പോഴേക്ക് തന്നെ പേടിച്ച് വിഷമിച്ചു പോകുന്ന അവസ്ഥ എല്ലാം റെഡിയായി നിൽക്കുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുകയാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഹിഫാത്തൻ ഉറാത്തൻ ഉർലാ. അന്നത്തെ ജനങ്ങൾ ഓരോരുത്തരും ചെരുപ്പ് ധരിക്കാതെ, വസ്ത്രം ധരിക്കാതെ, മാർക്കം ചെയ്യാത്തവരായി തുറന്ന സദസ്സിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. ഇതാണ് കേട്ടപ്പോഴേക്ക് ആയിഷ ബീവി എന്ന പെൺകുട്ടിക്ക് റളിയല്ലാഹു അൻഹ അവർക്ക് തോന്നിയത് എന്താണെന്നറിയോ? മഹ്ശറയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ തുണി കൊടുക്കാതെ വന്ന എന്തായിരിക്കും സ്ഥിതി? യാ റസൂലല്ലാഹ്, അന്നിസാഉ വർ-റിജാലു ജമീഅൻ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്. അപ്പോഴവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഔറത്ത് നോക്കൂലേ? ആയിഷ ബീവി ചെറിയ കുട്ടിയല്ലേ, പെട്ടെന്ന് ചിന്തിച്ചു പോയത് അതാ. തുണി കൊടുക്കാതെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടി അങ്ങോട്ട് വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്. കാര്യം അതിനേക്കാൾ ഗുരുതരമാണ് ആയിഷ. ഔറത്ത് നോക്കി നിൽക്കുന്ന സമയമല്ല. ഒരിക്കലും അത് കാണൂല, കണ്ടാൽ തന്നെ നോക്കൂല, നോക്കിയാൽ തന്നെ തലയിൽ കയറൂല. അതിന്റെ സന്ദർഭം അതാണ് ആയിഷ. അലാ റസൂലുള്ളാഹി പറയുകയാണ്, അങ്ങനെ ഓരോരുത്തരും ബേജാറാകണ്ട, തുണിയോട്
കൊടുക്കാതെ ഔറത്തും തുറന്നിട്ട് എല്ലാവരും വരുമെന്ന കൂട്ടത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ നേതാക്കന്മാരെന്നും അല്ലാഹു തആല അങ്ങനെ ആക്കൂല. മറ്റൊരൊറ്റ കുട്ടിയും കാണാത്ത രൂപത്തിൽ തന്നെ അല്ലാഹു തആല അവർക്ക് വസ്ത്രം കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വഅവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതോടൊപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതുപോലുള്ള മഹാന്മാർക്കൊക്കെ അല്ലാഹു തആല വസ്ത്രം കൊടുക്കും, മുഅ്മിനീങ്ങൾക്കൊക്കെ കൊടുക്കും എന്ന് തന്നെയാണ് അവസാനത്തെ പ്രബലപ്പെട്ട അഭിപ്രായം. അതല്ല അവർക്ക് അർഹമായ രൂപത്തിൽ അല്ലാഹു തആല അവരെ കാക്കും എന്നുമുണ്ട്. അതല്ല തുടക്കത്തിൽ ഉണ്ടാകുകയില്ല, പിന്നെ ഉണ്ടാകുമെന്ന അഭിപ്രായമുണ്ട്. ഏതായാലും മുഅ്മിനീങ്ങൾ വഷളാകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല ഇൻഷാ അല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ആ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തുകളായ ആളുകളെ ഞാനിങ്ങനെ ശ്രദ്ധിക്കും, ഞാനിങ്ങനെ നോക്കും, എന്റെ മെയിൻ ലക്ഷ്യം അതാണ്. ഞാനിങ്ങനെ നോക്കും, പടച്ചോനെ അവരെന്തെങ്ങനായി പോയത്. അങ്ങനെ ഓരോരുത്തരെ കാണുന്ന സന്ദർഭത്തിൽ വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ. ഒരു ഭാഗം വലത് കക്ഷികൾ, ഒരു ഭാഗം ഇടത് കക്ഷികൾ, അഥവാ വിജയികളും പരാജയികളും രണ്ട് റൂട്ടിലേക്ക് മാറുന്ന സന്ദർഭത്തിൽ എന്റെ അനുയായികളായ കുറച്ചാളുകൾ ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ അത് എന്റെ അനുയായികളാണല്ലോ റബ്ബേ, അവരെന്താണ് ഇടത് പരാജയപ്പെട്ട കൂട്ടത്തിലേക്ക് നീങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയും, മിണ്ടിപ്പോകരുത് നബിയേ, ഇന്നഹും ലയസാലു മുർതദ്ദീന അലാ അഖാബിഹിം മുദ്ഫാറഖതഹും. തങ്ങൾ അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവരെ വിട്ടുപിരിഞ്ഞു പോയ ശേഷം അവര് മുർത്തദ്ദുകളായി പോയിട്ടുണ്ട്. അവര് തങ്ങളുടെ ലിസ്റ്റിലുള്ളവരല്ല. മുബ്തദിഈങ്ങൾക്കും ഇത് ബാധിക്കുമെന്ന് തഫ്സീറുകളിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ദീന് വളർച്ച തെറ്റിച്ച് ദീനിന്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ ഗോബേക്ക് വിളിക്കുന്ന അവസ്ഥ വരും. അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഇനിയും വരാനുണ്ട്. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ബേജാറിന്റെ ഓരോ ഘട്ടങ്ങളും. അപ്പോഴോ സൂര്യനെയൊക്കെ അവസരത്തിനനുസരിച്ച് അല്ലാഹു തആല വീണ്ടും കൊണ്ടുവരും. ആദ്യം പൊരിഞ്ഞ് തകർന്ന് തരിപ്പണമായ സൂര്യനും അതുപോലുള്ള പലതും ആവശ്യത്തിന് ആവശ്യം വരുമ്പോൾ അല്ലാഹു തആല വീണ്ടും പുനർസജീവമാക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, തദ്നു ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. എല്ലാ പടപ്പുകളെയും ഗംഭീരമാക്കാൻ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിൽക്കണം. കോടാനുകോടി കിലോമീറ്ററുകൾക്കും മീറ്ററുകൾക്കും അപ്പുറയുള്ള പ്രകാശിക്കുന്ന സൂര്യൻ ഉച്ച സമയത്ത് തടുക്കാൻ കഴിയാത്ത സാധുക്കളെ സൂര്യൻ നേരെ തലക്ക് മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. എന്താണ് അതിന്റെ അർത്ഥം? ഒരു മൈല് ദൂരം, നേരെ തലന്റെ മുകളിൽ ഒരു മൈല് ദൂരം എന്നൊരർത്ഥം. അതല്ലെങ്കിൽ സുറുമയിടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കോല്, ആ കോലിന്റെ ദൂരം അഥവാ കൈ അങ്ങോട്ട് പൊക്കിയാൽ സൂര്യൻ തട്ടും. അപ്പോൾ ചിലർക്ക് ചോദ്യം, അത്രയും വലിയ ഓരോരുത്തരുടെ ചോദ്യം, അത്രയും വലിയ സൂര്യൻ കാഫിരീങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കാൻ അവരുടെ തലന്റെ തൊട്ട മുകളിൽ വെച്ചാൽ അതിന്റെ തൊട്ടടുത്ത അയലക്കത്തൊക്കെയുള്ള മുഅ്മിനീങ്ങൾക്കും അത് ബാധിക്കൂലേ? ഇതൊക്കെ ഉണ്ടാക്കിയ പടച്ചോനെ ഇനിയിപ്പോ ആഖിറ ഉണ്ടാക്കാനാ ബേജാറ്. അതിന് എന്നെ വിളിച്ചേണ്ടി വരും, പോയി പണി നോക്ക്. ചില ആൾക്കാർക്ക് അങ്ങനൊക്കെ ഉള്ളൊരു സംശയ. ചോദ്യം കേട്ടാ വിചാരിക്കും ആലിമീങ്ങളൊക്കെ ഉത്തരം മുട്ടിപ്പോകും. അതൊക്കെ സൂര്യനെ തടുക്കാനും വെളിച്ചത്തിനെ തടുക്കാനും സംവിധാനമുണ്ടാക്കിയ അല്ലാഹു തആലാക്ക് എന്തോന്ന് പ്രയാസമാവുള്ളത്. അന്തരീക്ഷ പാളികൾ എന്നൊക്കെ പറയണത് ദുനിയാവിൽ കണ്ടുപിടിച്ചിട്ടില്ലേ? ഒരു നിലക്കും വെയിലിനെ അങ്ങോട്ട് മാറ്റാൻ കഴിയില്ല, തണുപ്പിനെ അങ്ങോട്ട് മാറ്റാൻ കഴിയില്ല. അത് ഒരു സാധനം പോലും വെക്കാതെ അന്തരീക്ഷ പാളികളെ കൊണ്ട്, അഥവാ വെറും പ്രത്യേകമായ കാറ്റിന്റെ നിയന്ത്രണം കൊണ്ട് ചൂടിനെയും വെയിലിനെയും വെളിച്ചത്തെയും ഇരുട്ടിനെയും മാറ്റി നിർത്താനുള്ള സംവിധാനം കണ്ടുപിടിച്ച ഈ ലോകത്ത് നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ സംവിധാനത്തെ എന്തിനു സംശയിക്കണം? അതിനൊന്നും നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല. അല്ലാഹു തആല അവിടെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതുപോലെ വിശ്വസിക്കുക. മഹാനായ റസൂലുള്ളാഹി പറയുന്നു, നേരെ തലക്കുമീതെ സൂര്യൻ ഉദിച്ച് ബേജാറിൽ കഴിയുമ്പോൾ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ചാണ് വിയർപ്പ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വിയർപ്പിൽ കുളിച്ചിട്ട് റസൂലുള്ളാഹി പറയുന്നു, ചിലര് നെരിയാണി വരെ വിയർപ്പിൽ കുളിച്ചിരിക്കും, മറ്റു ചിലര് മുട്ടുംകാലി വരെ വിയർപ്പിൽ കുളിക്കും, മറ്റു ചിലര് അരവരെ മുട്ടിൽ വിയർപ്പിൽ കുളിക്കും, മറ്റു ചിലര് വിയർപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ മുങ്ങുകയും താവുകയും ചെയ്യുമെന്ന് താഹാ റസൂലുള്ളാഹി. മാത്രമല്ല, അങ്ങനെ സൂര്യന്റെ ചൂടൊരു ഭാഗത്ത്, വിയർപ്പിന്റെ ഒരു ഭാഗത്ത്, അത് മാത്രമല്ല ചങ്ങലക്കിടുകയും കൂടി ചെയ്താലുള്ള അവസ്ഥ പിന്നെ എന്തായിരിക്കും പടച്ചോനെ? ചങ്ങലക്ക് ഇന്ന് നിർത്താൻ തന്നെ ഒരു സ്വസ്ഥായി നിൽക്കാൻ പറ്റുമോ? വത്തറൽ മുജ്രിമീന യൗമഇൻ മുഖറനീന ഫിൽ അസ്ഫാദ് സറാബീലുഹും മിൻ ഖത്റാൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. ചമ്മാടികളായ ആളുകൾക്ക് അഡ്വാൻസ് ആയി ശിക്ഷ.
ഏറ്റവും വലിയ ആളുകൾക്ക് അവിടെ നിന്ന് ശിക്ഷയാണ് തുടങ്ങുക. മുജ്രിമീങ്ങളായ ആളുകളെ നിങ്ങൾക്ക് കാണാം, മുഖർറനീന ഫിൽ അസ്ഫാദ്, പ്രത്യേകമായ ചങ്ങലകളിൽ അവരെ ബന്ധിച്ചിരിക്കുന്നു, അവർക്ക് പ്രത്യേകമായ ഒരു ഉടുപ്പ് കൊടുത്തിരിക്കുന്നു. സറാബീലുഹും മിൻ ഖത്റാൻ, ആളിക്കത്തുന്ന താറ് കൊണ്ടുള്ള ഒരു പ്രത്യേകമായ ഉടുപ്പ്. വതഗ്ശാ വുജൂഹഹുമുൻ നാർ, അവരുടെ മുഖത്തേക്ക് അഗ്നിനാളം കത്തി എരിയുകയാണ്. അങ്ങനെ മഹ്ശറിൽ നിന്ന് തന്നെ അഗ്നിനാളത്തിൽ കുടുങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെ ആൾക്കാർ. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ, ഹൃദയങ്ങൾ തൊണ്ടൻകുഴിയിലേക്ക് കയറിയിരിക്കും, വേദനകൾ കടിച്ചിറക്കി കഷ്ടപ്പെട്ടിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ എത്ര വർഷമാണ് ഈ കാത്തിരിപ്പെന്ന് സുബ്ഹാനല്ലാഹ്. നേരത്തെ പറഞ്ഞു 40,000 കൊല്ലം എന്നൊരു റിപ്പോർട്ടിലുണ്ട്, എന്നല്ല 50,000 എന്നൊരു റിപ്പോർട്ടിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ കാത്തിരിപ്പിന്റെ സമയം. കൈഫ ബിക്കും ഇദാ ജമഅ അല്ലാഹു, അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എങ്ങനെ? ഈ ഹദീസ് വല്ലാത്ത ബേജാറ് പിടിക്കുന്നതാ. കമാ യുജ്മഉ നുബുല ഫിൽ കിനാന, സ്ഥലം ഉണ്ടാവൂല, കയ്യും കാലും നീർത്താൻ പോലും സ്ഥലം ഉണ്ടാവൂല മുസ്ലിമീങ്ങൾക്ക്. എല്ലാവരെയും കൂടി ആവനാഴിയിൽ അമ്പ് ഇറക്കി വെക്കുന്നത് പോലെ, ആവനാഴിയിൽ അമ്പിന്റെ കുറ്റികൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിറക്കി വെക്കൂ. ഇതുപോലെ കയ്യും കാലും നീട്ടി വെക്കാനുള്ള സ്ഥലം ഉണ്ടാവൂല. 50,000 വർഷം ഇലേക്കും. ഒരു ഹദീസിന്റെ റിവായത്തിൽ ഇങ്ങനെ കാണാം, അള്ളാഹു തആല ശ്രദ്ധിക്കൂല, അഥവാ അള്ളാഹു നിങ്ങളെ വിചാരണക്കെടുക്കൂല. അതേ സമയത്ത് മുഅ്മിനീങ്ങളോ, മുഅ്മിനീങ്ങൾ ഇത്രയും കാലം കാത്തിരിക്കുന്നു എന്നത് ശരിയായിരിക്കാം, പക്ഷേ മുഅ്മിനീങ്ങൾക്ക് ആ അവസ്ഥ ഉണ്ടാവുകയില്ല. സഹീഹുൽ ബുഖാരി, അസ്ഹാബുസ് സുനൻ എല്ലാവരും ഉദ്ധരിച്ച ഹദീസാണ്, യൗമൽ ഖിയാമത്തി അലൽ മുഅ്മിനീന കഖദ്രി മാ ബൈന ളുഹ്രി വൽ അസ്രി, ളുഹ്റിന്റെ അസറിന്റെ ഇടയിലുള്ള സമയം എത്രയാ, അത്ര സമയം മാത്രമേ മഹ്ശറിൽ അനുഭവപ്പെടുകയുള്ളൂ എന്ന് ഖാല റസൂലുള്ളാഹി. മുഅ്മിനീങ്ങൾക്ക് ളുഹ്റിന്റെ അസറിന്റെ ഇടയിലുള്ള ചെറിയ മണിക്കൂറുകൾ, അത്ര സമയം മാത്രമേ തോന്നുകയുള്ളൂ എന്നല്ല, ഒരു ഫർള് നിസ്കരിക്കുന്നതിന്റെ അനുഭവമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഖാല റസൂലുള്ളാഹി. മഹ്ശറിലെ ബേജാറും നൂറ്റാണ്ടുകളും കഴിഞ്ഞുകൂടിയാലും ഒരു ഫർള് നിസ്കരിച്ച് തീരുന്ന അവസ്ഥയുടെ അത്രയേ അനുഭവപ്പെടുകയുള്ളൂ മുഅ്മിനീങ്ങൾക്ക്. ഇങ്ങനെയുള്ള ആ ബേജാറിന്റെ ദിവസം വിചാരണ ആരംഭിച്ചിട്ടില്ല, ആരംഭിക്കാനായിട്ടുമില്ല. കോടിക്കണക്കിന് വർഷം കാത്തിരിക്കേണ്ട ആൾക്കാർ. ആ സന്ദർഭത്തിൽ അഹ്വാലുൽ ഖിയാമ, ഖിയാമിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങളുണ്ട്. അവിടെ ചില രക്ഷാ കവചങ്ങളുണ്ട്. ചിലർക്ക് ചില സിംഹാസനങ്ങൾ കിട്ടുന്നുണ്ട്, ചിലർക്ക് ചില തണലുകൾ കിട്ടുന്നുണ്ട്, മറ്റു ചിലർക്ക് കസേരകൾ കിട്ടുന്നുണ്ട്. അല്ലാഹു തആല ഏതെങ്കിലും ഒരു മഹാഭാഗ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഈമാൻ ഉറപ്പിച്ചു വെച്ചോ. ഏതെങ്കിലും ആളുകൾ നമ്മളെ കയ്യും പിടിച്ച് രക്ഷപ്പെടുത്തി കിട്ടിയെങ്കിൽ നമ്മളൊക്കെ വളരെ പാപികളാണ്, തെമ്മാടികളാണ്. ഞാൻ എപ്പോഴും അനുസ്മരിക്കാറുണ്ട്, നമ്മൾ മഹാന്മാരായ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ഔലിയാക്കന്മാരെ കൊണ്ടു നടക്കുന്നവരാണ്. അവരോടൊക്കെ മഹബത്തും പാട്ടും ബെയ്ത്തും, ബദർ ബെയ്ത്ത്, ബദരീങ്ങളെ പറ്റി പാട്ട്, ഇതൊക്കെ ആയി ഇങ്ങനെ നടക്കുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതെങ്കിലും ഒരാളുടെ റെക്കമെൻഡോട് കൂടി അവരുമായി ബന്ധപ്പെട്ട ഒരു സീറ്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ഒരു ആലിമായ കുട്ടി ഒരു ബാപ്പക്കും ഉമ്മക്കും ഉണ്ടെങ്കിൽ മുതൽക്കൂട്ട്, അവിടെ രക്ഷപ്പെടാനുള്ള ചില ഉപാധികൾ. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കണം, ഇൻഷാ അല്ലാഹ് അതിലേതെങ്കിലും ഒന്ന് എനിക്ക് ഉണ്ടാക്കണം, ബുക്ക് ചെയ്യണപ്പം തന്നെ. അതാണ് വേള് കേട്ടിട്ട് ഇന്നലെയൊക്കെ നല്ല കലക്ഷനാണ്, പാട്ടപ്പിരിവ് നന്നായിട്ട് ആളുകൾ നിറച്ചു. എന്നിട്ട് പോകുമ്പോ പറയാ, ഓ ഖിയാമത്ത് നാള് ഭയങ്കര ഗൗരവം. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് രക്ഷപ്പെടാൻ ആ കൂട്ടത്തിൽ എന്താ ഉള്ളത്, എന്തുകൊണ്ട് രക്ഷപ്പെടും? ഇൻഷാ അല്ലാഹ് ഞാൻ ചില നല്ല ലക്ഷണങ്ങൾ പറയാം. ആ നല്ല ലക്ഷണങ്ങളിൽ നമുക്ക് പറ്റിയത് ഏതാണുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ഈ സദസ്സ് ഇപ്പോഴാണ് നമ്മൾ ഉപകാരപ്പെടുത്തേണ്ടത്. ഈ സദസ്സെന്ന് തീരുമാനിക്കണം, ഇൻഷാ അല്ലാഹ് ഇതിലേതെങ്കിലും ഒന്ന് എനിക്കുണ്ടാകണം. എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ഒരു കുട്ടി, ഹാഫിളായ ഒരു മകൻ ഒരു കുടുംബത്തിൽ ഉണ്ടായി. അവനെ പഠിപ്പിച്ച് വലുതാക്കി പരിശുദ്ധ ഖുർആൻ ഹാഫിളാക്കി കഴിഞ്ഞാൽ ആ ഹാഫിളിന് അല്ലാഹു കൊടുക്കുന്ന ആദരവിന്റെ സീറ്റിലേക്ക് അവന്റെ കുടുംബത്തിലോ പരിചയത്തിലോ പെട്ട 40 ആളുകളെ റെക്കമെൻഡ് ചെയ്ത് കൂട്ടാനുള്ള അധികാരം ആ ഹാഫിളിനുണ്ടായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി
സ്വന്തം രക്ഷപ്പെടാൻ കഴിയുമെന്നല്ല, അവന് ഇഷ്ടമുള്ള 40 ആളുകളെയും കൂടി, പാസ്പോർട്ടുള്ള ആളുകളെ, പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന അടിസ്ഥാന യോഗ്യതയുള്ള 40 ആളുകളെ റെക്കമെൻഡ് ചെയ്യാൻ അധികാരമുള്ള ഒരു ആലിം, ഒരു മുഅ്മിൻ, ഒരു ഹാഫിൾ, അതൊക്കെ ഏതെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അവർ സന്തോഷിക്കുക. അവരവരൊക്കെ ഇപ്പൊ ചിന്തിക്കുക, ഇൻഷാ അല്ലാഹ് ഒരു വിത്ത് ഞാനും കുഴിച്ചിടാൻ പോവുക, എന്റെ കുടുംബത്തിൽ ഒരു കുട്ടിയെങ്കിലും അങ്ങനെ ഉണ്ടാവട്ടെ. കേരളത്തിന്റെ നാനാഭാഗത്തും പരിശുദ്ധ ഖുർആനൊക്കെ ഹിഫ്ളാക്കിയ ആലിമീങ്ങൾ ഇപ്പം പാടുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, നമുക്കൊക്കെ എല്ലായിടത്തും അറിയാം. തറാവീഹിനൊക്കെ ഹിഫ്ള് നിൽക്കുന്ന അക്കൂട്ടത്തിൽ ഒരു കുട്ടി എന്റേത് ഉണ്ടാവേണ്ടിയിരുന്നു, എന്റെ കുട്ടി, എന്റെ മകളെ കുട്ടി, എന്റെ കുടുംബത്തിലെ കുട്ടി എന്ന് തീരുമാനിച്ചാൽ അവന്റെ റെക്കമെൻഡ് പോസ്റ്റിൽ 40 ഒരു ചെറിയ കാർഡ് എനിക്കും തരണമെന്ന റെക്കമെൻഡ് ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യപ്പെടാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവിടെ എത്തപ്പെടുന്ന ഓരോ ആൾക്കാരും ബേജാറാകുന്നതിന്റെ രൂപം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുന്നു, സഹീഹ് മുസ്ലിമിൽ കാണാം, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു മരിച്ചുപോയ ഒരു മനുഷ്യനെ അല്ലാഹു തആല മഹ്ശറിലെ ബേജാറിൽ വിചാരണക്ക് കൊണ്ടുവരുന്ന ഘട്ടം ആകെ ബുദ്ധിമുട്ടാകുന്നു. അയാളെ വിചാരണക്കെടുക്കാൻ പുറപ്പെടുന്നു, ഒരു ഖൈറുമില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, കേട്ടോ, ഇതെല്ലാവർക്കും കഴിയും, മുതലാളിമാരെ സാധിക്കും, 10 വയസ്സൊക്കെ കഴിവുള്ളവർ ചിന്തിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ ഈ കഥ നമുക്ക് വെറുതെ പറഞ്ഞു തന്നതല്ല. ഇല്ലാ അന്നഹു കാന യുഹാരിത്തുന്നാസ്, പക്ഷേ ഇയാൾക്ക് ഒരു ഗുണമുണ്ട്. എന്താണ്? ജനങ്ങളുമായി കൂടി ഇഴകി പെരുമാറുന്ന ഒരു ടൈപ്പാണ് ഇയാൾ. വകാന മൂസിറൻ, അയാൾ കുറച്ച് പണക്കാരനാണ്, അയാൾ സാമ്പത്തികമായി കുറച്ച് ഐശ്വര്യമുള്ള ആളാണ്, അത്യാവശ്യം ജീവിക്കാൻ വകയുള്ള ആളാണ്. എന്നാൽ അയാളുടെ ഒരു സ്വഭാവം എന്തറിയോ? അദ്ദേഹം തന്റെ കീഴുദ്യോഗസ്ഥന്മാരോട് പറയും, തന്റെ പണിക്കാരോടും ഓഫീസർമാരോടും പറയും, തന്റെ കച്ചവടത്തിൽ പീടികയിൽ നിൽക്കുന്നവരോട് പറയും, പറ്റ പാവപ്പെട്ടവര് വന്നാൽ കുറച്ച് കണ്ണ് ചുമ്മണട്ടോ, പറ്റ സാധുക്കൾ വന്നാൽ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന ഒരു സ്വഭാവം മാത്രമുള്ള മനുഷ്യൻ. ഈമാനുണ്ട്, പിന്നെ വേറൊരു ഖൈറായ അമലും ചെയ്തിട്ടില്ല. അയാൾ ചെയ്തതെന്താ? കുറച്ച് പൈസ ഉള്ള ആളാ, ആ പൈസ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ എല്ലാ പണിക്കാരോടും തന്റെ കമ്പനിയിലെ മാനേജറോടും പറയും, ആരെങ്കിലും ഒക്കെ വന്നാൽ, പറ്റ സാധുക്കളെ വന്നാൽ ചെറിയ ഹെൽപ്പ് ചെയ്യണം, ചെറിയ സഹായം ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം എന്ന സ്വഭാവക്കാരനായ ഈ മനുഷ്യൻ മഹ്ശറയിലെത്തുമ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തോട് പറയും, ഖാലല്ലാഹു അസ്സ വജല്ല, ഉന്നതനായ അല്ലാഹു അദ്ദേഹത്തോട് പറയും, അന അഹഖു ബിദാലിക മിൻക, നീ എന്റെ പാവപ്പെട്ട സാധുക്കളായ അടിമകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തവനാണ്, എന്നാൽ നിന്നെക്കാളും അത് ചെയ്യേണ്ടത് ഞാനാണ് വിട്ടുവീഴ്ച തരേണ്ടത്. അതുകൊണ്ട് തജാവസു അന്നബ്ദീ, മലക്കുകളെ, എന്റെ ഈ അടിമക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമീ. ഒന്ന്, ഇത് ഇന്നത്തെ വാതിൽ തീരുമാനിക്കും. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് 10 പൈസ കൊടുക്കേണ്ട സമയത്ത്, കടത്തിന്റെ ഒരു അവധി നീട്ടിക്കൊടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ അയവ് ഏതെങ്കിലും കാര്യത്തിൽ അധികാരമുള്ളവർ, പണമുള്ളവർ, കഴിവുള്ളവർ, ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ചെറുതായിരിക്കും. യാ ആയിഷ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മയിൽ നിന്ന് ചെറുതാണെന്ന് പറഞ്ഞിട്ട് നിസ്സാരമാക്കി തള്ളരുത്. ചെറിയ നന്മകൾ ഫഇന്നല്ലാഹ യഅതി ഇൻദല്ലാഹ് ഫഇന്നഹാ യഅതി ഇൻദല്ലാഹി അളീമാ, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സാധനമായിട്ട് അത് രക്ഷപ്പെടുത്താൻ വരും. അതുകൊണ്ട് ചെറിയ ചെറിയ അമലുകളെ കൊണ്ട് വലിയ വലിയ രക്ഷപ്പെടലുകൾ അതിനുള്ള ഒരു മാർഗമാണ്. അതാണ് മറ്റൊരു ഹദീസിലുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുറബൻ മിൻ ഖുറബി യൗമിൽ ഖിയാമഹ വഫീ റിവായത്തിൻ നഫസല്ലാഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമഹ. മുഅ്മിനായ ഒരു സാധു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു ഞെരുക്കം തീർത്തു കൊടുത്താൽ നാളെ മഹ്ശറയിലെ കുറെ ഞെരുക്കങ്ങളിൽ നിന്ന് ഒരു ഞെരുക്കത്തെ അല്ലാഹു തആല അവനെ നീക്കിക്കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. പെൺകുട്ടികളെ കെട്ടിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് നമ്മുടെ അടുത്ത് കാലും പിടിച്ചു വരുമ്പോ, പടച്ചോനെ, ഞാൻ ഒരു പവൻ അങ്ങോട്ട് കൊടുത്താൽ ആ സാറ് കുറച്ചങ്ങോട്ട് രക്ഷപ്പെടുമെങ്കിൽ, അല്ല, എനിക്ക് 6 ആൺകുട്ടികളുണ്ടല്ലോ,
സ്ത്രീധനമൊക്കെ എന്തിനാണ് ഞാൻ ഇങ്ങനെ വാരി വലിച്ചു വാങ്ങിയിട്ട് ആർക്ക് എവിടെ ഉപകാരം കിട്ടും? ആ പാവപ്പെട്ട കുടുംബത്തിലെ സാലിഹത്തായ കുടുംബം, ആ കുടുംബത്തിലെ ആ പെൺകുട്ടി ദീനിയായ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്, ഞാൻ എന്റെ ഒരു മകനെ കൊണ്ട് ആ പെൺകുട്ടിയെ കെട്ടിപ്പിക്കട്ടെ, എന്നിട്ട് സ്ത്രീധനം വാങ്ങാതെ ആ പാവപ്പെട്ട കുടുംബത്തിന്റെ കണ്ണീരൊപ്പട്ടെ. യുവാക്കളെ, പരലോകത്തിന്റെ വഴവ് പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കാൻ നമുക്കൊക്കെ സാധിക്കുന്ന മേഖലയിൽ നമ്മൾ തീരുമാനമെടുക്കുക. ദുനിയാവിലെ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്ക് തീർത്തു കൊടുത്താൽ അന്ത്യനാളിലെ ഭയാനകതയിൽ നിന്ന് ഒരു ഭയാനകത അള്ളാഹു അയാൾക്ക് വിട്ടുകൊടുക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. മുഅ്മിനീങ്ങളായ ആളുകൾ വളരെ സന്തോഷത്തിലാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ ആളുകളൊക്കെ റാഹത്തിലാ. കുറച്ചുകൂടി അത് പറയാ, ലാ യഹ്സനുഹുമുൽ ഫദഉൽ അക്ബർ വതതലഖാഹുമുൽ മലായിക. മലക്കുകൾ സ്വീകരിച്ച് അവരെ സന്തോഷിപ്പിച്ച് മുഅ്മിനീങ്ങളെ ഇരുത്തുന്നു എന്ന് പറഞ്ഞല്ലോ നമ്മൾ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മുഅ്മിനീങ്ങൾ വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന അള്ളാഹു തന്നെയാണ് സത്യം. ലയുഖഫഫു അലൽ മുഅ്മിനീ, മുഅ്മിനീങ്ങൾക്ക് മഹ്ശറയിലെ അനുഭവങ്ങൾ വളരെ നിസ്സാരമായി തോന്നും. ഹത്താ യകൂന ഖഫ അലൈഹി മിൻ സ്വലാത്തിൻ മക്തൂബത്തിൻ യുസല്ലീഹാ ഫിദ്ദുനിയാ, ദുനിയാവിൽ അവൻ നിർവഹിക്കുന്ന ഒരു ഫർളായ നിസ്കാരത്തെക്കാൾ എല്ലാം എളുപ്പമായി അവർക്ക് തോന്നും. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മഹ്ശറിൽ ബേജാറിന്റെ സമയത്ത്, മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഖുർആൻ ഇങ്ങനെ വരും. മുഅ്മിനീങ്ങളെടുത്ത് ഖുർആൻ ഇത് വയറ് കേൾക്കാനുള്ളതല്ല, നാളെ മുതൽക്ക് തീരുമാനിക്ക് എന്തെങ്കിലും ഒരു ബന്ധം. ഖുർആൻ ഷരീഫ് ഇങ്ങനെ വരും. ഖുർആൻ ഷരീഫ് വരുന്നത് എന്തിനാ? എവിടെ എന്റെ ആൾക്കാരെവിടെ? ആനാ അല്ലൈലി വഅത്റാഫൻ നഹാർ, അന്തിപ്പാതിര നേരത്ത് ഞെട്ടി ഉണർന്ന് പരിശുദ്ധ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്ത് കരയുന്ന മുഅ്മിനീങ്ങളുണ്ടല്ലോ. തറാവീഹ് നിസ്കാരം 20 റക്അത്ത് ഖുർആൻ ഷരീഫ് ഒരു ഖത്മ ഫുള്ളായിട്ട് ഓതുന്നു. നിൽക്കാൻ പ്രയാസമുണ്ടെങ്കിലും നിന്ന് ഖുർആൻ കേൾക്കുന്നു. അങ്ങനെ ഖുർആൻ ഓതിയവര്, ഖുർആൻ പഠിപ്പിച്ചവര്, ഖുർആൻ ഓതിക്കൊടുത്തവര്, ഖുർആൻ ഓതാൻ വേണ്ടിയുള്ള ദർസുകൾക്കും മദ്രസകൾക്കും സഹായം ചെയ്തവര്, അങ്ങനെ ഖുർആനിന്റെ ആദർശം നിലനിർത്തിയവര്, അവരെ തെരഞ്ഞു നടക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഖുർആൻ ഓതിയവരെയും തെരഞ്ഞ് ഖുർആൻ വരുമ്പോ ആദ്യം തന്നെ വരുന്ന സൂറത്തുൽ ബഖറ മുമ്പിൽ ഇങ്ങനെ നടക്കും. റസൂലുള്ളാഹി വളരെ പ്രതീകാത്മകമാണ്, നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്. സൂറത്തുൽ ബഖറ മുന്നിലുണ്ടാകും, വാലു ഇമ്രാൻ, അത് 2 സൂറത്ത് ഓതിയ ആൾക്കാരെ തെരഞ്ഞിട്ട് സൂറത്തുൽ ബഖറ അങ്ങനെ നോക്കും. സൂറത്തുൽ ബഖറ ഓതിയ ആൾക്കാർ എവിടൊക്കെയാ ഉള്ളത് എന്ന് നോക്കിയിട്ട് നാളെ മഹ്ശറയിലെ ബേജാറിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരും, നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. നമുക്കുണ്ടായില്ല അങ്ങനെ അനുഭവങ്ങളൊക്കെ. ബേജാറ് പിടിച്ച രംഗത്തൊക്കെ എത്തുമ്പോ ഒരു ക്ലാസ് തരുവോ, ഒരു കടലാസ് തരുവോ, അത് എന്റെ പരിചയമുള്ള ഒരാളാ പണ്ട്, അല്ല അയാൾ ഗേറ്റ് ഒന്ന് കെട്ടി തരുവോ. ചെറിയൊരു പരിചയത്തിന്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ അങ്ങനെ 5 പൈസയുടെ സഹായം കിട്ടിയാൽ നമ്മുടെ സന്തോഷം എന്താ? മഹ്ശറയിൽ സൂറത്തുൽ ബഖറ കൈപിടിച്ചിട്ട് കൊണ്ടുപോകും, സൂറത്തു ആലു ഇമ്രാൻ കൈപിടിച്ചിട്ട് കൊണ്ടുപോകും. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ സൂറത്തുകൾ ഇങ്ങനെ വരുന്ന രംഗം എങ്ങനെയായിരിക്കും? കഅന്നഹുമാ ഗമാമതാനി, കാർമേഘ കുടകൾ പോലെ ആയിരിക്കും. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, കാർമേഘ കുടകൾ പോലെ ആയിരിക്കും. അതല്ലെങ്കിൽ അത് 2 പക്ഷികളെ പോലെ ആയിരിക്കും വരിക. അതിങ്ങനെ തെരഞ്ഞു നടക്കും. അങ്ങനെ ഖുൽ ഹുവല്ലാഹു ഓതിയ മനുഷ്യന്മാരുണ്ടെങ്കിൽ രക്ഷപ്പെടും. സുബ്ഹാനല്ലാഹ്. ഒരു സഹാബി ഉണ്ടായിരുന്നു, സഹീഹുൽ ബുഖാരിയിൽ കാണാം. മൂപ്പര് എങ്ങനെ എവിടെ പോയാലും ഖുൽ ഹുവല്ലാഹു അഹദ്, നമ്മളൊരു ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങനെയല്ല, ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് ഇയാൾ നിസ്കരിക്കാൻ നിന്നാലും ഖുൽ ഹുവല്ലാഹു, 1ാമത്തെ സൂറത്തിലും ഖുൽ ഹുവല്ലാഹു, 2ാമത്തെ സൂറത്തിലും ഖുൽ ഹുവല്ലാഹു. എന്തൊരു കഥ! സഹാബിയാണ്, ഇദ്ദേഹത്തിന് വല്ലാത്ത ഒരു സ്വഭാവം. അങ്ങനെ മറ്റേ സഹാബാക്കളൊക്കെ മനസ്സിലാക്കി, ഇതെന്താ എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു, എവിടെ ഇരുന്നാലും ഖുൽ ഹുവല്ലാഹു. അപ്പോഴവര് പോയി നബിയോട് പറഞ്ഞു, നബിയെ, നമ്മളൊരു മൊയ്ലിയാരുണ്ട്, എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു ആണ് ഓതുക. റസൂലുള്ളാഹി പറഞ്ഞു, വിളിപ്പിക്ക്, ഓനെ വിളിപ്പിക്ക്. എന്താ കാരണം? നമുക്ക് ചോദിക്കണം. അങ്ങനെ ആ സഹാബിയെ റസൂലുള്ളാഹി വിളിപ്പിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങളെന്താ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് എപ്പോഴും അത് തന്നെയാണല്ലോ ഓതുന്നത്, എന്താ കാരണം? അപ്പോഴാ സാധു സഹാബി പറഞ്ഞു, നബി എനിക്ക് അറിഞ്ഞൂടാ, ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, എനിക്ക് ആ സൂറത്തിനോട് ഒരു സ്നേഹമാണ് നബിയെ. അപ്പോഴല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ അഹബ്ബക കമാ അഹ്ബബ്തഹാ, എന്നാ ഈ ബേജാറാകണ്ട, അല്ലാഹു തആല നിന്നെയും സ്നേഹിച്ചിരിക്കുന്നു, നീ ആ സൂറത്തിനെ സ്നേഹിച്ചതുപോലെ. അതോടുകൂടെ ഖുൽ ഹുവല്ലാഹുവിന്റെ ആള് രക്ഷപ്പെട്ടിട്ട് പാസും കിട്ടിപ്പോയി.
സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അൽ ഫാത്തിഹന്റെ ആൾക്കാരാ അല്ലേ? വഹാബി എവിടെയാടാ നിനക്ക് ഫാത്തിഹ ഓതാൻ സമയം? സലാത്തിന്റെ മജ്‌ലിസ് വെള്ളിയാഴ്ച രാവ് പറ്റൂല. കാരണം എന്താ? വെള്ളിയാഴ്ച രാവ് തിരൂരങ്ങാടി പള്ളിയിൽ നിന്ന് സലാത്ത് ചെല്ലണ പണി റസൂലുള്ളാഹി ചെയ്തിട്ടില്ല. അവിടെ ബിദ്അത്താ കണ്ടുപിടിച്ചേ. പിന്നെ 3 വട്ടം ചെല്ലിയാൽ അതും ബിദ്അത്താ. കാരണം 3 വട്ടം എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറ്റൂല. ഇവരുടെ ഗവേഷണങ്ങൾ പൂർത്തിയായി നോക്കുമ്പോ മുജാഹിദുകൾ വഹാബികൾ കൂടുതലുള്ള ഒരു പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്. അവരുടെയൊക്കെ അനുഭവത്തിൽ ഒരു 10 സ്വലാത്ത് ജീവിതത്തിൽ ചെല്ലാനുള്ള ഒരു സന്ദർഭമല്ല. സുഹൃത്തുക്കളെ, അന്ധമായ വിമർശനമല്ല, കണ്ണു ചുമ്പിയിട്ടുള്ള എതിർപ്പല്ല. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ അവസാനം ചെന്ന് വീഴുന്നത് എവിടെയാ? ഇത് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. സ്വലാത്ത് ചെല്ലാൻ പിന്നെ ഒരു സമയം വേണ്ടേ? വെള്ളിയാഴ്ച രാവ് ചെല്ലിയാ ബിദ്അത്ത്. മദ്രസ വിടുമ്പം ചെല്ലിയാലോ? മദ്രസ വിടുമ്പം നബിയൊന്നും അങ്ങനെ സ്വലാത്ത് ചെല്ലിയില്ല, അവിടെ എല്ലാം പാടില്ല. എന്നാ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാം, തിങ്കളാഴ്ച ഒരിക്കലും സ്വലാത്ത് അങ്ങനെ ചെല്ലാൻ പാടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൂടി പൊരേന്ന് മഗ്‌രിബിന്റെ ഇശാന്റെ ഇടയിൽ കുറച്ച് സ്വലാത്തില്ലാലോ. അതൊരിക്കലും പറ്റൂല. വാർപ്പിന്റെ വരന്റെ ഉള്ളിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വഹാബത്ത് അങ്ങനെ സ്വലാത്തിലിരിക്കണോ? അതും പറ്റൂല. ഇങ്ങനെ ഇങ്ങോട്ട് നിരൂപണം നടത്തി നോക്കുമ്പോ ഒരു 4 സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ മുബത്തദിഈങ്ങൾക്ക് സന്ദർഭമില്ലാത്തതുകൊണ്ട് ചൊല്ലുന്നുമില്ല. ഖുൽ ഹുവല്ലാഹു, ഫാത്തിഹ അങ്ങനെ തന്നെ. നമ്മൾ അൽ ഫാത്തിഹന്റെ ആൾക്കാരാ. ദുആ തുടങ്ങുമ്പോ ഒരു ഫാത്തിഹ, ഭക്ഷണം കഴിച്ചിട്ട് ഒരു അൽ ഫാത്തിഹ, അവിടെ ചെന്നാൽ ഖബറിങ്ങ ചെന്നാൽ ഒരു അൽ ഫാത്തിഹ, കൂട്ടുകാരൊക്കെ കൂടി ഒരു നിക്കാഹിന്റെ സദസ്സിൽ അൽ ഫാത്തിഹ, മരിച്ച വീട്ടിൽ അൽ ഫാത്തിഹ, ഖബറിങ്ങ ചെന്ന അൽ ഫാത്തിഹ. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നാളെ ആ അൽ ഫാത്തിഹ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് എവിടെ? നമ്മുടെ അൽ ഫാത്തിഹന്റെ ആൾക്കാര് ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തട്ടെ. അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ഞങ്ങളെ അത് പഠിപ്പിച്ചത്. ഞങ്ങൾ അത് നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്യും. എന്നൊക്കെ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതിയെങ്കിലുണ്ട്. നിസ്കാരത്തിൽ ഓതൂല, അവൻ പകുതിയേ ഓതുള്ളൂ. ബിസ്മില്ലല്ലോ. നിസ്കാരത്തിലും അത് എനിക്ക് തോന്നുന്നത് അവർക്ക് അല്ലാഹു തആല വല്ലാത്തൊരു ബോധം കൊടുത്തതാ. ഇവർക്ക് ഇനി നിസ്കാരത്തിലായിട്ടൊരു ഫാത്തിഹ മര്യാദക്ക് കിട്ടണ്ട, അതുകൊണ്ട് ബിസ്മി ഓതണ്ടാന്ന് അവരെ കൊണ്ട് പതുക്കെ മന്ത്രിച്ചു. നമ്മളോട് ദേഷ്യം പിടിച്ചിട്ട് ബിസ്മി പതുക്കെ ഓതൂല. ബിസ്മി പതുക്കെ ഓതിയാ മതിയോ പറ്റൂലേ എന്നൊരു അഭിപ്രായ വ്യത്യാസം ചില ഇമാമുകൾക്കൊക്കെ ഉണ്ടാകാം. എന്നാൽ ഈ സാധുക്കളെ നമ്മളോട് ദേഷ്യം പിടിച്ചിട്ട് പതുക്കെ ഓതൂല. ആർക്കാ ചങ്ങാതിയെ ഛേദം? ഞങ്ങളെ തെറ്റാ ഈ ഫാത്തിഹ സൂറത്തും ബിസ്മിയൊക്കെ നിങ്ങൾ ഓതിയത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുക എന്നല്ലാതെ. ചുരുക്കത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനുള്ള മനുഷ്യന്മാരെ ഖുർആൻ ഷരീഫാണ് ആദ്യം അങ്ങനെ തെരഞ്ഞു പിടിക്കൽ. എന്റെ ആളുകൾ എവിടെയെന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, 2 പക്ഷിക്കൂട്ടങ്ങളെ പോലെ വരും. അങ്ങനെ ആ സൂറത്തുകൾ ഓതിയ മോമിനീങ്ങൾക്ക് വേണ്ടി അവര് വക്കീലായി വാദിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വക്കീലായിട്ട് തൊടാൻ പാടില്ല. അതാ അതിന്റെ ആളാ, അവൻ ജീവിതത്തിൽ എത്ര ഫാത്തിഹ ഓതിയ ആളാ, എത്ര അൽബക്കർ ഓതിയ ആളാ, അതുകൊണ്ട് മൂപ്പരെ തൊട്ട് കളിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് അദാബിനെ അടിച്ചു മാറ്റാൻ അല്ലാഹു തആല ഖുർആൻ ശരീഫിന് കഴിവ് കൊടുക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെ ബേജാറിന്റെ വെപ്രാളത്തിൽ അമ്പിന്റെ കുറ്റിയിൽ അമ്പുകളെ കുത്തി നിറച്ചതുപോലെ സൂര്യൻ തലക്കുമീതെ ഉയരുന്ന ആ നിമിഷത്തിൽ വിയർപ്പിൽ കുന്നുകൂടി കുളിക്കുന്ന സന്ദർഭത്തിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തെ അല്ലാഹു തആല അതാ VIP സീറ്റിലേക്ക് മാറ്റുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇത് സന്തോഷത്തിന്റെ സമയമാണ്. അതും കൂടിയേ ഇന്ന് പറയുന്നുള്ളൂ. പെട്ടെന്ന് നിർത്തലാണ് നല്ലത്. കാരണം വിഷയം വളരെ കൂടുതലുണ്ട്. ഏതായാലും പറഞ്ഞാൽ പെട്ടെന്നൊന്നും തീരൂല. എന്നാലും ഈ സദസ്സ് നമുക്ക് സന്തോഷമാകട്ടെ. അല്ലാഹുവിന്റെ തണലിൽ അല്ലാഹുവിന്റെ തണലല്ലാതെ, അതായത് അർശിന്റെ തണൽ മാത്രമുള്ള ഒരു സന്ദർഭം വരാനുണ്ട്. അവിടെ അല്ലാഹു തണൽ കൊടുക്കുന്ന ഒന്നാമത്തെ കൂട്ടരാരാണെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മഹ്ശറിലെ ബേജാറിന്റെ വെപ്രാളത്തിൽ കഴിഞ്ഞുകൂടുമ്പം ആകാശാന്തരീക്ഷത്തിലൂടെ മുഴങ്ങി കേൾക്കുന്ന ഒരു അനൗൺസ്മെന്റ്, നാളെ ആഖിറത്തിൽ വെച്ച് ആ അനൗൺസ്മെന്റ് കേട്ട് ഉത്തരം ചെയ്യുന്നവരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി തരട്ടെ. 10 ദിവസത്തെ വഅള് ഒരു ദിവസം ഒഴിവാക്കരുത് എന്ന് വാശിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നാ കേട്ടോ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു തആല വിളംബരപ്പെടുത്തും. എന്താണ് വിളംബരം? ഐനൽ മുതഹാബ്ബൂന ബിജലാലി, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് കൂട്ടുകാരായി സ്നേഹം നിലനിർത്തി ഒരുമിച്ച് കൂടിയവരെവിടെ? അവരെ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ.
സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ഏകോദര സഹോദരങ്ങളായി നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. എവിടെ പോയാലും നമുക്ക് ആ സ്നേഹബന്ധം ഉണ്ടാകുമെങ്കിൽ, അള്ളാഹുവിനോടുള്ള ബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് നമ്മുടെ സ്നേഹമെങ്കിൽ, എന്തെങ്കിലും ഒരു പൈസ ഞാൻ തരുമെന്ന് കരുതിയിട്ടല്ലല്ലോ നിങ്ങളാരും വന്നത്, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ദുനിയവിയായി തരുമെന്ന് കരുതിയിട്ടല്ലല്ലോ ഞാനും വന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചുകൊണ്ടാണ് പരസ്പരം ഒത്തൊരുമിച്ച് ഇരുന്നതെങ്കിൽ, ഐനൽ മുതഹാബ്ബൂന ഫീ ജലാലി, എന്നോടുള്ള ബഹുമാനത്താൽ പരസ്പരം ഒത്തൊരുമിച്ച് കൂടിയിരുന്ന് സ്നേഹം നിലനിർത്തിയവർ അവരെവിടെ? അൽയൗമ ഉളില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി. അർശിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ഇന്നത്തെ ദിവസം ഞാൻ അവരെ മുഴുവൻ അർശിന്റെ തണലിലേക്ക് നയിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുമ്പോൾ, ആ കൂട്ടത്തിൽ അല്ലാഹു പാവപ്പെട്ട സുന്നി പ്രവർത്തകരായ നമ്മളെ കൂട്ടിത്തരട്ടെ. നമ്മൾ സ്നേഹിച്ച് നടക്കുന്ന സുന്നി പ്രവർത്തകരെ മുഴുവൻ അല്ലാഹു തആല കൂട്ടിത്തരട്ടെ. നമുക്ക് സ്നേഹിക്കാനുള്ളത് ആദർശപരമായി കൊണ്ടുനടക്കാൻ പറ്റിയ ആൾക്കാരാ. അവരെയും കൂട്ടുപിടിച്ച് കൊണ്ടു നടന്നാൽ അൽ മുതജാലിസൂന ഫില്ലാഹ് അൽ മുതഹാബ്ബൂന ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒത്തൊരുമിച്ച് ക്യാമ്പുകളിൽ ഒന്നിച്ചിരിക്കും, വഅദുകളിൽ ഒന്നിച്ചിരിക്കും. അവിടെ ഒരു ക്യാമ്പുണ്ട്, അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ വളരാനുള്ള ക്യാമ്പാണ്. അവിടെ ചെന്നിരിക്കും. അവിടെ SYSന്റെ ഒരു സമ്മേളനമുണ്ട്, അവിടെ ഒന്ന് ചെന്ന് കൂടിയിരിക്കും. എന്താ കാരണം? അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു കൂടിച്ചേരലാണ്. അങ്ങനെ ദിക്റിന്റെ ഒരു സദസ്സുണ്ട് അവിടെ നമുക്ക് ഒന്നിച്ച് കൂടിയിരിക്കണം. എന്തിനാണ്? അവിടെ പായസം വെച്ച് വിളമ്പുന്നുണ്ട്, അത് കുടിക്കാനെന്നല്ല, അവിടെ ദിക്ർ ചെല്ലുന്ന സദസ്സാണ്. അങ്ങനെ അള്ളാഹുവിനെ വിചാരിച്ച് കൂടിയിരുന്നവരും കൂടി സ്നേഹിച്ചവരും അർശിന്റെ തണലിൽ കിടക്കുന്ന ആദ്യത്തെ പാർട്ടിയായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. 7 മാത്രം പഠിച്ചിട്ടാ പോരാ, 7 അല്ല, ഇത് ഫസ്റ്റ് ടീം, ഫസ്റ്റ് പ്രിഫറൻസ് ഇവർക്കാണ് ആദ്യം. 7 വിടുമെന്നുള്ളത് നമ്മൾ നോക്കാം. വേറെ ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അർശിന്റെ തണൽ കിട്ടുന്ന ഒരു ടീം, മൻ അൻവറ മുഅ്സിറൻ ഔ വലഅൻഹു അവല്ലഹു അല്ലാഹു ഫീ ളില്ലി. ഒരു ഞെരുക്കക്കാരനെ സഹായിക്കുകയോ ഞെരുക്കക്കാരന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ അർശിന്റെ തണൽ അവർക്കും ലഭിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. 10 പവൻ സ്വർണം തരണം, 25,000 രൂപയും തരണം എന്ന ഡിമാൻഡൊക്കെ വെച്ച് കല്യാണം നടത്തിയെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ ഒരു ഡിമാൻഡ് മുന്നിൽ വെക്കുന്നത് ശരിയല്ല, നല്ലതല്ല ചെറുപ്പക്കാരെ. അങ്ങനെ വെച്ച് കല്യാണമൊക്കെ കഴിഞ്ഞു, എന്റെ ഭാര്യയായി, 15 പവൻ ഇനി ബാക്കി കിട്ടിയിട്ട് വേണം, 5 പവനെ കിട്ടിയിട്ടുള്ളൂ, പറഞ്ഞ 20 ഇല്ല, 25,000-ൽ 10,000 തന്നിട്ടുള്ളൂ. ആ സമയത്ത് കുടുംബത്തോട് ബന്ധപ്പെട്ടു, അടുത്തു, പരിചയപ്പെട്ടു. പടച്ചവനെ, ഞാൻ എന്തിനാണ് വീറ്റങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്? എനിക്ക് ഈ 10,000 കിട്ടിയിട്ട് വെള്ളം അറിയില്ല. ഇവര് ഞെരുക്കപ്പെട്ട കുടുംബക്കാരാണ്, ഇളയ മക്കൾ എമ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് തരണമെന്ന് നേരത്തെ പറഞ്ഞിരുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നു. അർശിന്റെ തണല് കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ എനിക്ക് ദുആ ചെയ്യണമെന്നൊരു വാക്ക് പറഞ്ഞാൽ സദസ്സിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് എന്റെ ഈ സംസാരം മൂലം ദുനിയാവിലെ ഒരു ഞെരുക്കക്കാരന് വിട്ടുകൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടായാൽ ഈ വാവ് വിജയിച്ചു, വിട്ടുകൊടുക്കുന്നവരും വിജയിച്ചു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. മറ്റൊരു ടീം അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുല്ലും മഹ്ശറയിലെ വിചാരണ നടക്കുന്ന സമയം വരെ എല്ലാവരും ബേജാറിലാണ്. എന്നാൽ സദഖ ചെയ്തവർ ആ സദഖയുടെ തണലിലായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. സദഖക്ക് ഒരു തണല്, കാർമേഘ പടലം പോലെ ചില ഇബാദത്തുകളൊക്കെ വരുന്ന രംഗം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് രൂപമായാലും ശരി, അല്ലാഹു തആല സദഖയുടെ തണലിൽ സദഖ ചെയ്ത ആളുകളെ, പള്ളി ഉണ്ടാക്കിയവര്, മദ്രസ ഉണ്ടാക്കിയവര്, ദീനിന്റെ കാര്യങ്ങൾക്ക് സഹായം ചെയ്തവര്, അങ്ങനെയുള്ളവര്. അപ്പൊ 3 വിഭാഗത്തെ പറ്റി പറഞ്ഞു. ഇനി 7 വിഭാഗത്തെ കുറിച്ച് ഇനിയും പറയണം. അപ്പൊ 10 വിഭാഗമായി. ആ 10-ൽ ഏതിലാണ് ഞാൻ പെടുക? ഇപ്പം തീരുമാനിക്കാം. ഇൻഷാ അല്ലാഹ് ഈ മാസം ഏതെങ്കിലും ഒരു ഞെരുക്കക്കാരനെ കൈച്ചിലാക്കാൻ ഞാൻ രക്ഷപ്പെടുത്തും, പ്രവർത്തിക്കും എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോഴാ കൂട്ടത്തിൽ പെട്ടുകിട്ടും. അങ്ങനെയുള്ള ഓരോ വിഭാഗത്തിൽ പെട്ടുകിട്ടും. 7 വിഭാഗത്തെ അല്ലാഹു തആല അർശിന്റെ തണലിലേക്ക് പ്രത്യേകമായി അനുഗമിപ്പിക്കും, അവരെ പ്രത്യേകമായി ക്ഷണിക്കും. എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഒന്നാമത്തത് ഇമാമുൻ ആദിലുൻ, നല്ല ഭരണാധികാരി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നല്ല ഭരണാധികാരി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യന്റെ രാജാവായെങ്കിലേ കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട. ദീനിന്റെ കാര്യത്തിൽ നേതൃത്വത്തിൽ നല്ല ഒരു നേതാവായി നിന്നാൽ, നല്ല ഒരു കമ്മിറ്റി പ്രസിഡന്റായി, നല്ല ഒരു പള്ളി നടത്തിപ്പുകാരനായി, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണക്കാരൻ, നീതിമാനായ അധികാരി, അവർ അർശിന്റെ തണലിലെ ഒന്നാമത്തെ പ്രവൃത്തി. വശാബുൻ,
നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലൂടെ വളർന്നു വലുതായ ചെറുപ്പക്കാരൻ. യുവാക്കളെ, ഇന്നത്തെ യുവാക്കൾ കള്ളും കഞ്ചാവും കുടിച്ച് ലക്ഷ്യമില്ലാതെ ധാർമ്മിക ബോധമില്ലാതെ നടക്കുന്ന കാലത്ത് അവരെ ഇബാദത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ അതിനുവേണ്ടിയുള്ള ചില പ്രൊട്ടക്ഷൻ വേദികൾ സുന്നി യുവജന സംഘം പോലെ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പോലെ നമ്മുടെ യുവാക്കൾക്ക് ഇബാദത്ത് വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളാണ്. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളർന്ന ചെറുപ്പക്കാരന് ഈ ക്രെഡിറ്റ് കൊടുക്കാൻ കാരണം എന്താണ്? അവന് വൈകാരികമായ സമ്മർദ്ദങ്ങൾ ഏറെ ഉണ്ടാകും, അവന് പല ശൈത്താനീയത്തിന്റെ പിന്തുണകളും ഉണ്ടാകും. അതെല്ലാം വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളരണമെങ്കിൽ ചെറുപ്പക്കാർക്ക് ഈ കാലത്ത് പ്രത്യേകിച്ച് വലിയ പ്രയാസമാണ്. അപ്പോഴ് ചെറുപ്പകാലത്ത് യുവാക്കളായിരിക്കും ദീനുമായി ബന്ധപ്പെട്ട് നടന്നവർക്ക് അർശിന്റെ തണല് കിട്ടുമെന്ന് റസൂലുള്ളാഹി. മൂന്നാമത്തെ വിഭാഗം വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി, 24 മണിക്കൂറും പള്ളി 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 എന്നും പറഞ്ഞിട്ട് മരിച്ചു നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്, ചില പള്ളി കമ്മിറ്റിക്കാരുണ്ട്. പള്ളി പള്ളി എന്നുള്ള വിചാരം തന്നെ ഉള്ളൂ അവർക്ക്. അത് നിസ്കരിക്കാൻ പോകലായാലും ശരി, ദിക്ർ ചൊല്ലലായാലും ശരി, പള്ളിയുടെ അണ്ടാദിക്കൽ ഭരണം നടത്തലായാലും ശരി, പള്ളിയുമായി ഖൽബ് ബന്ധപ്പെട്ട മുഅ്മിൻ അത് അർശിന്റെ തണല് കിട്ടുന്നയാളാണ്. 24 മണിക്കൂറും പള്ളിയിൽ വെള്ളമുണ്ടോ? പള്ളിയിലെ ഉസ്താദുമാരുടെ കാര്യം എന്താണ്? പള്ളിയിൽ ഇമാം നിൽക്കാൻ ആളുണ്ടോ? വാങ്ക് കൊടുക്കാൻ ആളുണ്ടോ? ഇങ്ങനെ 24 മണിക്കൂറും പള്ളിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യുക, പള്ളിയിൽ നിസ്കരിക്കുക. നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഇവിടെ എങ്ങനെ എന്താ വെറുതെ ഇരുന്നിട്ട് പള്ളിയിൽ പോയിരുന്ന ഇഅ്തികാഫിന്റെ കൂലി കിട്ടൂലേ? റമദാൻ മാസ ഇതൊക്കെ ഉപകാരപ്പെടണം. അവസാനത്തെ 10 ദിവസം പരിപൂർണമായി സയ്യിദുനാ റസൂലുള്ളാഹി ഇഅ്തികാഫിനെ നീക്കിവെച്ച സമയമായിരുന്നു ഹബീബന്മാരെ. പഴയ കാലത്തൊക്കെ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി പരിസരങ്ങളിലൊക്കെ പള്ളികളിൽ കഴിഞ്ഞുകൂടുന്ന വലിയൊരു പറ്റം മോമിനീങ്ങൾ ഉണ്ടാകുമായിരുന്നു. അവസാനത്തെ 10 പള്ളിയോട് ഖൽബ് ബന്ധപ്പെട്ട മോമിനീങ്ങൾ അർശിന്റെ തണല് കിട്ടാൻ ഈ വഅദിന്റെ പ്രതിഫലനം എന്ന നിലക്ക് ഈമാനുള്ള കുറച്ചെങ്കിലും മനുഷ്യന്മാരിപ്പോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കൂ. അള്ളാഹു അതിലേക്ക് നമുക്ക് വൈകൂട്ടി തരട്ടെ. പള്ളിയോട് ഖൽബ് ബന്ധപ്പെടുത്തിയവരെന്ന കൂട്ടത്തിൽ ഇഅ്തികാഫ് തുടർച്ചയായി നീട്ടി ഇരുന്നവര്, ഇഅ്തികാഫും ദിക്റും ഖുർആൻ പാരായണവുമായി ഇരുന്നവര്. പിന്നെ ഒരു വിഭാഗമുണ്ട്, വറജുലാനി തഹബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖാ അലൈഹി. അത് നേരത്തെ പറഞ്ഞ വിഭാഗം. ഒന്നാം വിഭാഗം തന്നെ വറജുലാനി ഫില്ലാഹിൽ കരീമി തഹബ്ബാ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹുമാ വവിസാലി. അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹം നിലനിർത്തിയ ആളുകൾ. അവിടെ റജുലാനി രണ്ടാളുകൾ അർത്ഥം വെച്ചാൽ പറ്റൂല. രണ്ടാളുകൾ എന്നല്ല അതിന്റെ വിവക്ഷ. അല്ലാഹുവിന്റെ ആദർശത്തിന്റെ വിഷയത്തിൽ സ്നേഹം നിർത്തിയ കൂട്ടുകാർ ആരൊക്കെ? അവരൊക്കെ. അത് രണ്ടാളാണല്ലോ ഉണ്ടാവല്. എന്നെ സ്നേഹിച്ച നിങ്ങളിൽ ഒരാള്, അപ്പൊ ഞാനും അയാളും. അതുപോലെ വേറെ ഒരാള് ഞാൻ സ്നേഹിച്ചു ദീനിന്റെ കാര്യത്തിൽ, ഞാനും അയാളും. അങ്ങനെ എനിക്ക് തന്നെ ദീനിയായി സ്നേഹം നിലനിർത്തിയ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകണം. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ രണ്ടാൾക്ക് മാത്രമല്ല, ആ ഒരു ടീം അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹം നിലനിർത്തി, ആ സ്നേഹം മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ ഒത്തൊരുമിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരാൾ ദീനിന് എതിരായ രൂപത്തിലേക്ക് പ്രവർത്തിച്ചു, എന്നാൽ ഞാൻ അംഗീകരിക്കൂല, ഞാൻ എന്റെ സ്നേഹിതനല്ല എന്ന് പറഞ്ഞ് വിട്ടുപിരിയേണ്ട സമയത്ത് വിട്ടുപിരിയാൻ സാധിക്കണം. കുറെ കൂടെയായിരുന്നു, കോളേജിലൊക്കെ പഠിച്ചപ്പോൾ മുബത്തദികളുടെ ഷെറിൽപ്പെട്ടിട്ട് അവ മുബത്തദിയായി പോയാൽ ഉടനെ തന്നെ ഗോ ബാക്ക്, അന്നെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റുക. നാളെ തന്നെ അവൻ തൗബ ചെയ്തിങ്ങോട്ട് മടങ്ങി വന്നാൽ അവനെ സ്നേഹിതനാക്കി മാറ്റുക. ആദർശത്തിന് മാത്രം വില, ആദർശത്തിന്റെ പേരിൽ മാത്രം സ്നേഹിക്കുക, ആദർശ സ്നേഹമുള്ളവർക്ക് മാത്രം സലാം പറയുക. അങ്ങനെയുള്ള ഈമാനിക ബന്ധം നിലനിർത്തുന്ന ആളുകൾക്ക് അർശിന്റെ തണല് കിട്ടും. അഞ്ചാമത്തെ പാർട്ടി വറജുലുൻ ദഅതുഹും റഅത്തുൻ ദാതു ഹസനിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഇത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാ ആളുകളെയും കേൾക്കുന്ന കാര്യമാണല്ലോ. ഞാൻ ഈ വിഷയത്തിന്റെ ഓർഡറിൽ വന്നതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന് രഹസ്യമായ ഭയം നിലനിർത്തുന്ന ആള് എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വൈകാരികമായ സമ്മർദ്ദത്തിൽ വ്യഭിചാരത്തിലും മറ്റും കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ള പ്രായത്തിൽ അത്തരം അനുകൂലമായ ഒരു വേദിയുണ്ടായി ഒരാൾക്ക്. ആ സമയത്ത് അല്ലാഹുവിനെ പേടിച്ചിട്ട് ആ തോന്നിവാസത്തിൽ നിന്ന് മാറി നിന്ന ആളുകൾ അവരാരോ, അങ്ങനെയുള്ളവർക്ക് അർശിന്റെ തണല് കിട്ടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഫവല്ലാഹി ലൗലല്ലാഹു തുഖ്ശാ അവാഖിബുഹു ലഹറാക മിൻ ഹാദാ السرير جوانبه مخافة ربي والحياء يسدني
وإكرام بالي أن تنال مراتبه. ഉമർ ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ യുവതിയായ ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വിരഹം കൂടുതൽ സഹിക്കാൻ കഴിയാതെ വിഷമിച്ചു നിന്നപ്പോൾ അനുകൂലമായി ആ സന്ദർഭം ലഭിച്ചപ്പോൾ ഇല്ല ഇല്ല അള്ളാഹുവിനെ പേടിച്ചതുകൊണ്ട് ഞാൻ ഒരൊറ്റ പുരുഷനുമായും ബന്ധപ്പെടില്ലെന്ന് പാട്ടുപാടിയില്ലേ, ഇതുപോലെ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ അനുകൂലമായ സന്ദർഭം കിട്ടിയിട്ടും പിടിച്ചു നിന്ന മനുഷ്യന്മാർ, അതുപോലെ പിടിച്ചു നിന്ന പെണ്ണുങ്ങൾ, അവർക്ക് അർശിന്റെ തണല് കിട്ടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആറാമത്തെ വിഭാഗം വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. സ്വകാര്യമായി സദഖ ചെയ്ത ആളുകൾ, സ്വകാര്യമായി, അത് നോട്ടീസ് അടിച്ചിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കാനൊന്നുമല്ല, വലത്തെ കൈ കൊടുത്തത് ഇടത്ത് കൈ അറിയാതെ അഥവാ പരമ സ്വകാര്യമായി പാവപ്പെട്ടവരെ ഒക്കെ കണ്ടെത്തും, ദർസിലെ മുത്താലിമീങ്ങളെ കണ്ടെത്തും, പള്ളിയുടെ ആവശ്യം, വാഴന്റെ ആവശ്യം, ദർസിന്റെ ആവശ്യം എല്ലാം സ്വകാര്യമായിട്ട് കണ്ടെത്തുക. പേരൊന്നും പറയേണ്ട, ആരോടും പറയേണ്ടതാ, ഈ നമ്മുടെ വാഴലിലേക്ക് ഇന്റെ വക ഇൻഷാ അല്ലാഹ് ഒരു സഹായം എന്ന് സ്വകാര്യമായി കൊടുത്തിട്ട് മുങ്ങ. അത്തരം ആളുകൾ അർശിന്റെ തളനിന് അർഹരാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഏഴാമത്തെ വിഭാഗം വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു. ഒറ്റക്കിരുന്നിട്ട് അല്ലാഹുവിനെ മനസ്സിൽ കാണുക, ദിക്ർ ചൊല്ലുക. ദക്കറല്ലാഹ ഖാലിയൻ, ഒറ്റക്ക് അല്ലാഹുവിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക, ദിക്ർ ചൊല്ലുക, ദുആരക്കുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. എന്നിട്ട് അവരവരുടെ അവസ്ഥകളെ കുറിച്ച് ബേജാറായിട്ട് കരഞ്ഞുപോയ ആൾക്കാർ, അല്ലാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ ആൾക്കാർ നല്ലപോലെ ശ്രദ്ധിച്ചോ. 4 തരം കണ്ണുനീര് ഞാൻ നാള് പറഞ്ഞിരുന്നു. ശരീരത്തിന് വേദന ഉണ്ടായിട്ടുള്ള കണ്ണുനീര് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, മനസ്സിന് വ്യസന ഉണ്ടായിട്ടുള്ള കണ്ണുനീര് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനെ പേടിച്ചിട്ടുള്ള കണ്ണുനീര് ഒറ്റക്ക് ഉണ്ടായ ആൾക്കാർ സദസ്സിലുണ്ടോ? ഒരിക്കലെങ്കിലും അള്ളാഹുവിനെ ഓർത്ത് വിചാരിച്ച് പൊട്ടിക്കരഞ്ഞ മനുഷ്യന്മാർ, അവർക്ക് അർശിന്റെ തണല് കിട്ടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ 7 വിഭാഗത്തിന്റെ 7 ലക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ സാധ്യമുള്ളതാണ്. അതിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിലേക്ക് നമ്മളെ എല്ലാവരെയും ചേർക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹ്ശറിന്റെ ഭയാനകത, ഇനിയും വിചാരണയിലേക്ക് കടക്കണം. വിചാരണ തുടങ്ങിയാൽ പിന്നെ കഴിയണത് വരെ നിൽക്കണം. അതുകൊണ്ട് ഇന്ന് തൽക്കാലം വിചാരണയെക്കുറിച്ചുള്ള സംസാരം നിർത്തിവെക്കുന്നു. നാളെ ഇൻഷാ അല്ലാഹ് വിചാരണ തുടങ്ങണമെങ്കിൽ അതിന്റെ താക്കോല് മറ്റൊരാളുടെ കയ്യിലാണ്. അഷ്റഫുൽ ഖൽഖി തഹാ റസൂലുള്ളാഹി. ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാര് മുഴുവൻ കൂടിയിരുന്ന് ബേജാറായി വെപ്രാളപ്പെട്ട് നിൽക്കുമ്പം അവരെ മുഴുവൻ രക്ഷപ്പെടുത്താൻ വരുന്ന നമ്മുടെ മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി അശ്ഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ബിഖാ വാഹ്ലനാ യാ സയ്യിദി ഖൈറൻ നബി. സുഹൃത്തുക്കളെ, നാളെന്റെ വിഷയം നമ്മുടെ വിഷയം എന്റെ ഹബീബായ നേതാവിന്റെ ക്ഷമയെ പറ്റിയാണ്, എന്റെ നേതാവിന്റെ ക്രെഡിറ്റിനെ പറ്റിയാണ്, എന്റെ നേതാവിന്റെ വലിപ്പത്തെ പറ്റിയാണ്. അതിന് സന്തോഷമുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് 10:30 തന്നെ വന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വലിപ്പം അവിടെയാണ് കാണേണ്ടയോ കാണുക. അന്ന് ആ സ്ഥാനമാനത്തിന്റെ വലിപ്പത്തിൽ, ബഹുമാനത്തിൽ അഭിമാനിക്കുന്നവരാണ് ഇൻഷാ അല്ലാഹ് സുന്നികൾ. ആ ശഫാഅത്തോടുകൂടി അല്ലാഹു തആല ഹിസാബിന്റെ വിചാരണയുടെ താക്കോൽ കൊടുക്കുന്നു. അങ്ങനെ അല്ലാഹു തആല വിചാരണ ആരംഭിക്കുന്നു. അതിന് ആ ഷഫാഅത്തിന്റെ സദസ്സിൽ ഇത്രയും ആളുകൾ കൂടിയിരുന്നിട്ട് ഒരു 10 സ്വലാത്ത് ചൊല്ലിട്ട് ആ റസൂലുള്ളാഹിയുടെ ഷഫാഅത്തിൽ കൂട്ടണമെന്ന് ദുആ ചെയ്ത് ഉത്തരം കിട്ടിയാൽ നമ്മുടെ വഅളും വിജയിച്ചു, ജീവിതവും വിജയിച്ചു. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് 10 സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മെക്കുറിച്ച് തൃപ്തനാകുമാറാകട്ടെ. നിർത്തി. الحمد لله حمدا طيبا كثيرا جزيلا دائما بدوام ملكك يا الله. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. أرحم الراحمين يا رب. ഞങ്ങളുടെ ഈ സദസ്സിനെ നീ പൊരുത്തപ്പെടണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റ് കുറ്റങ്ങളും ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. റമളാനിന്റെ ഹുർമത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തുണയാകണേ റഹ്മാനെ. ആഖിറത്തിലെ ഭീതിതമായ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് നീ കരുണയാകണേ റഹ്മാനെ. നീ റഹ്മത്ത് ചെയ്യണേ റഹ്മാനെ. ജഹന്നമെന്ന നരകത്തെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും സ്നേഹങ്ങളെയും കുടുംബത്തിൽ ബന്ധപ്പെട്ടവരെല്ലാവരെയും നീ കരകയറ്റണേ റഹ്മാനെ.
ജഹന്നമിൽ നിന്ന് നീ ഞങ്ങളെ അഴുത്തൊക്കെ ചെല്ലണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മബാപ്പമാര്, ഉസ്താദുമാര്, കുടുംബാംഗങ്ങൾ, ഞങ്ങളെ എല്ലാവരെയും ജന്നാത്തുൽ നഈമിന്റെ ഓടപ്പറപ്പുകളിൽ നീ ആക്കണം റഹ്മാനെ. അതിന്റെ അനന്തരാവകാശികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. പടച്ചവനെ, ഈ സദസ്സ് പടച്ചവനെ നിനക്കറിയാം, ആഖിറത്തിലേക്കുള്ള ഒരു വെളിച്ചമാക്കണം റഹ്മാനെ. അമലുകൾ വന്നുകൊണ്ട് മഹ്ശറയിൽ തണലിലുണ്ടാകുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ അമല് വലിയ സന്തോഷത്തിന് ഇടവരുത്തണം റഹ്മാനെ. ഇതിനെ സഹായിച്ചവരെ നീ സഹായിക്കണം തമ്പുരാനെ. ഇതിനെ നിലനിർത്തിയവരെ നീ നിലനിർത്തണം റഹ്മാനെ. ഇതിനെ സഹകരിച്ചവരെ നീ സഹകരിക്കണം റഹ്മാനെ. പടച്ചവനെ, നാളെ മഹ്ശറിൽ അഷ്റഫുൽ ഖൽഖി ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ കുബ്രയിലും സുഗ്റയിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കാൻ ഞങ്ങളെ നീ കൂട്ടണം തമ്പുരാനെ. പടച്ചവനെ, ദീർഘകാലം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്ത് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരിക്കുന്ന മുഅ്മിനുകളിൽ ഉൾപ്പെടുത്തണം റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾ, ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ, സഹായിച്ചവരുടെ എല്ലാ രോഗങ്ങളെയും ഈ മജ്ലിസിലെ ഹുർമത്ത് കൊണ്ട് സ്വലാത്തിന്റെ ബറക്കത്ത്